നമ്മുടെ കെ ജി മോന്റെ സർവീസിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനെ പറ്റിയിട്ട് ഒരു ക്ലാസ്സുകളും ക്വസ്റ്റ്യൻ ആൻസർ സെഷനും വെക്കുന്നത്. കഴിഞ്ഞ കൊല്ലം തുടങ്ങിയാണ്. കഴിഞ്ഞ കൊല്ലം നമ്മളൊരു 13ഓളം സെഷൻ വെച്ചു. ഇക്കൊല്ലം പല കാരണങ്ങൾ കൊണ്ട് നടന്നില്ല. അപ്പോൾ കഴിഞ്ഞ കൊല്ലം വിചാരിച്ചതെന്നാണ് ഈ ജെമിനെ പറ്റിയൊരു ക്ലാസ് എടുക്കുക എന്നുള്ളത്. അപ്പോൾ പ്രാവശ്യത്തെ സെഷനായിട്ട് 2-3 പാർട്ടായിട്ടാണ് നമ്മൾ നടത്തുന്നത്. ഫസ്റ്റ് പാർട്ട് ഇന്ന് നടത്തും. സെക്കൻഡ് പാർട്ട് ഡിസംബർ 1 സാറ്റർഡേ ആയിരിക്കും. ആദ്യം താമസിപ്പിക്കുന്നില്ല, ഞാൻ സ്വാഗതം പറയാനായിട്ട് നമ്മുടെ സർവീസ് സെല്ലിന്റെ മെമ്പറായ ഡോക്ടർ പ്രവീണിനെ ക്ഷണിക്കുന്നു. ഡോക്ടർ പ്രവീൺ. ഹായ് സാർ. ഗുഡ് ഈവനിങ്. പറഞ്ഞോളൂ. ഗുഡ് ഈവനിങ് ടു ആൾ. നമ്മുടെ സ്റ്റേറ്റ് ലീഡേഴ്സ് ആരെങ്കിലും കയറിയിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയില്ല. അത് മൊബൈലായ കാരണം പറയാൻ പറ്റുന്നില്ല. ഏതായാലും ഓൺ ബിഹാഫ് ഓഫ് സ്റ്റേറ്റ് കമ്മിറ്റി, സ്റ്റേറ്റ് ലീഡറും അതുപോലെ തന്നെ നമ്മുടെ ഇതില് ചിക്കൻ ഇരിപ്പുണ്ട്. ചിക്കൻ ടോപ്പിക് വളരെ ചിക്കൻ ഓയിൽ ഇല്ലാതെ വളരെ കുറച്ച് ഓയിൽ ഇട്ട് ഇനി അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം? ദുർബലമായ സ്ഥാനാർത്ഥികളെ എല്ലാവരും മ്യൂട്ട് ചെയ്യാവോ? എല്ലാവരും മ്യൂട്ട് ചെയ്യാവോ? പറഞ്ഞ കേൾക്കത്തില്ല. ഓക്കെ. അപ്പോ ഏറ്റവും ഒരു പുതിയ ടോപ്പിക്കാണ് വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്നാണ് ഡാഹിർ മുഹമ്മദിനെ അങ്ങനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. കാരണം എല്ലാവർക്കും പരിചിതനായിട്ടുള്ള ഒരു ഫാക്കൽറ്റിയാണ്. ഹലോ ഹലോ പ്രവീണ് മൈക്ക് ഒന്ന് ഓൺ ചെയ്യണേ. ഓക്കെ. ഡാഹിറിന്റെ ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ്. 2013 അദ്ദേഹം ഹെൽത്ത് സർവീസിൽ ജോയിൻ ചെയ്തത്. അത് കഴിഞ്ഞ് കുറച്ചു കാലത്തെ സർവീസിന് ശേഷം നൂൽപ്പുഴ FSC മെഡിക്കൽ ഓഫീസറായിട്ട് ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വർക്ക് ചെയ്യുമ്പോൾ തന്നെ ക്വാളിറ്റിയെ സംബന്ധിച്ച് ഒരുപാട് അവാർഡുകളും ഒക്കെ നല്ല മികച്ച നിലവാരത്തിലേക്ക് ഹെൽത്ത് സർവീസിന് എത്തിക്കാനൊക്കെ ഒരുപാട് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യങ് വൈബ്രന്റ് ലീഡറാണ് ഡാഹിർ മുഹമ്മദ്. അതുപോലെ തന്നെ ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പോലും വളരെ പേരെടുത്ത് വിളിക്കാൻ തക്ക ഒരു കാലിബറുള്ള ഒരു വ്യക്തിയും കൂടിയാണ് ഡാഹിർ. അദ്ദേഹത്തിന് മികച്ച ഡോക്ടർക്കുള്ള അവാർഡ് KGMOന്റെ അവാർഡ് 2019 അതുപോലെ തന്നെ സ്റ്റേറ്റ് അവാർഡ് 2023 ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ്. എന്തായാലും ഈ ഒരു ടോപ്പിക് സെലക്ട് ചെയ്ത സന്തോഷ് സാറിനും ആദ്യമായിട്ട് പ്രത്യേക ഒരു, അതായത് ഒരു ആരും കേൾക്കാത്ത അല്ലെങ്കിൽ നമുക്ക് അധികം അറിയാത്ത ഒരു മേഖലയാണ്. അത് നമുക്ക് കൂടുതൽ പഠിക്കാനായിട്ടുള്ള അവസരം കൂടിയാണ് ഇന്നത്തെ ഒരു ക്ലാസ്. എന്തായാലും പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ഓവർ ടു സന്തോഷ് സാർ. ഹലോ. സന്തോഷ് പറഞ്ഞ മാതിരി തന്നെ ഒരു പുതിയ ടോപ്പിക്കാണ്. കഴിഞ്ഞ കൊല്ലം നടത്തുന്ന വിചാരിച്ചാണ്, അത് പല കാരണങ്ങളും നടന്നില്ല. ഈ ടോപ്പിക്കിന്റെ ഇമ്പോർട്ടൻസും അതുപോലെ നമ്മുടെ ഫാക്കൽറ്റി ആയിട്ട് വന്നുള്ള ദാഹറിന്റെ ഇമ്പോർട്ടൻസ് ആണ് കാണിക്കുന്നത്. നമ്മൾ സെഞ്ചുറി അടിക്കാൻ പോവാണ് പാർട്ടിസിപ്പൻസ്. അപ്പൊ ഇതിലും കൂടാനാണ് സാധ്യത. അപ്പോൾ അധികം വെച്ച് നീട്ടുന്നില്ല. പിന്നെ അജയകുമാർ സാർ കയറിയിട്ടില്ലേ? അജയകുമാർ സാറെ കൊല്ലത്തുനിന്ന്. ഹലോ സാറ് 2 വാക്ക് സംസാരിക്കാമോ ഇതിനെ പറ്റിയിട്ട്? ഡോക്ടർ സന്തോഷ്, ഡോക്ടർ ദാഹർ ആൻഡ് പ്രദീപ്, വളരെ നല്ല ഇനിഷ്യേറ്റീവാണ് സർവീസുകളുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. ഇത് ഞാനുൾപ്പെടെ ഏറ്റവും പ്രാധാന്യത്തോടെ കാണുന്ന ഒരു ടോപ്പിക്കുമാണ്. നമുക്കെപ്പോഴും പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു കൺഫ്യൂഷനാണ്. നമ്മൾ TMCയിൽ നിന്ന് മേടിക്കണോ അതോ ഇന്ത്യൻ ഹോസ്പിറ്റൽ ബാങ്കിൽ മേടിക്കണോ, ട്രിവാൻഡ്രത്തിന് കൊല്ലത്തിന് മാത്രമായിട്ട് ഓർഡർ കിടപ്പുണ്ട്, എൽസൈറ്റ് മേടിക്കണോ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആശങ്കകളുണ്ട്. ഞാനും ചെമ്മിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് യാതൊരു തരത്തിലുള്ള ഓഡിറ്റ് ഒബ്ജക്ഷൻസും വരാതെ തീർച്ചയായിട്ടും നമുക്ക് ഇതെല്ലാവർക്കും അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ തീർച്ചയായിട്ടും ഈ പ്രസന്റേഷൻ
കൊണ്ട് സാധിക്കുന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഡോക്ടർ ദാഹിറിന് പേഴ്സണലി കൺഗ്രാറ്റുലേറ്റ് ചെയ്യാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അദ്ദേഹത്തിന് മികച്ച ഡോക്ടർക്കുള്ള അവാർഡ് ലഭിച്ചതിലും അദ്ദേഹം ചെയ്യുന്ന ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഞാൻ വാച്ച് ചെയ്യുന്ന ആളുമാണ്. അപ്പം ഇന്ന് എന്തായാലും നല്ലൊരു പ്രസന്റേഷൻ ആയിരിക്കും എന്നുള്ളത് ഉറപ്പുണ്ട്. അതുകൊണ്ട് എല്ലാവിധ ആശംസകളും ഞാൻ KGMA കൊല്ലത്തിന്റെ ഭാഗത്തുനിന്ന് നൽകുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ. വേറെ ഏതെങ്കിലും സ്റ്റേറ്റ് ലീഡേഴ്സ് കയറിയിട്ടുണ്ടോ അറിഞ്ഞുകൂടാ, കാരണം ഞാൻ മൊബൈലിലാണ് കാരണം. എന്നാലും എല്ലാവരെയും ഒരു സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഡോക്ടർ ദാഹറിനെ പറ്റി പറയേണ്ട കാര്യമില്ല. 2013 സർവീസ് ജോയിൻ ചെയ്താണെങ്കിലും 2016 മുതൽ നൂൽപ്പുഴയിലാണ്. 2019 KG മോന്റെ ബെസ്റ്റ് ഡോക്ടർ അവാർഡ് കിട്ടി. പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് ബെസ്റ്റ് ഡോക്ടർ അവാർഡ് 2023 കിട്ടി. റീസെന്റ് ആയിട്ട് NQS അക്രഡിറ്റേഷൻ, അങ്ങനെയുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളും എന്താ പറയുക അച്ചീവ്മെന്റ്സും ഉള്ള വ്യക്തിയാണ് ഡോക്ടർ ദാഹറും നൂൽപ്പുഴയും. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു നല്ലൊരു ഫാക്കൽറ്റിയാണ്. നമ്മൾ പാർട്ടിസിപ്പൻസ് സെഞ്ചുറി അടിച്ചിരിക്കുകയാണ്, 100 ക്രോസ് ചെയ്തിരിക്കുന്നു. ടോപ്പിക്കിന്റെ ഇമ്പോർട്ടൻസും ഫാക്കൽറ്റിയുടെ ഇമ്പോർട്ടൻസും ആണ് കാണിക്കുന്നത്. ഓവർ ടു ദാഹർ. താങ്ക് യു. ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ സാർ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? കേൾക്കുന്നുണ്ട്. അപ്പോൾ സാർ, ആദ്യമായിട്ട് KGMO സർവീസിനോട് നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് ഇങ്ങനൊരു ടോപ്പിക്ക് നമുക്കറിയാം, ചാർജിൽ ഇരിക്കുന്ന ഡോക്ടേഴ്സും സൂപ്രണ്ട് അടക്കമുള്ള ആളുകൾക്ക് ധാരാളം പ്രത്യേകിച്ച് തലവേദന ഉണ്ടാവുന്ന ഒരു കാര്യമാണ് നമ്മളൊരു സ്ഥാപനത്തിൽ ഒരു പർച്ചേസ് എന്ന് പറയുന്നത്. പർച്ചേസ് മാത്രമല്ല, സർവീസ് കാര്യങ്ങളും, അതായത് ഒരു ക്ലീനിങ് സ്റ്റാഫിനെ ഹയർ ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടാവുന്ന ഒരു വിഷയമാണ്. കാരണം നമ്മളാരും ഒരു സർവീസിൽ കയറുമ്പോൾ പഠിക്കുന്ന വ്യക്തികളല്ല, പിന്നീട് നമ്മൾ സർവീസിൽ കാലഘട്ടത്തിൽ പഠിച്ചെടുക്കുന്ന വിഷയങ്ങളാണ്. അപ്പോൾ അതിലിപ്പം പർച്ചേസിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള സംഭവമാണ് ഗവൺമെൻറ് മാർക്കറ്റിംഗ് പ്ലേസ്. നമുക്കറിയാം, ഇപ്പം KMCL റേറ്റ് കോൺട്രാക്റ്റ് ഉള്ള ഐറ്റംസ് നമുക്ക് യാതൊരു പേടിയും കൂടാതെ നമുക്ക് KMCL നിന്ന് ഡയറക്റ്റ് വാങ്ങാൻ പറ്റും. അത് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം. കാരണം എന്തായാലും വേറെ പ്രൊസീജിയറൊന്നും പാലിക്കേണ്ട. കാരണം KMCL ഓൾറെഡി എല്ലാ ടെൻഡർ പ്രൊസീജിയറും പാലിച്ചിട്ടാണ് പല ഐറ്റത്തിൻ്റെ റേറ്റ് കോൺട്രാക്റ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ KMCL സൈറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഡയറക്റ്റ് ത്രൂ KMCL അല്ലെങ്കിൽ ഡയറക്റ്റ് KMCL RC വെച്ചിട്ടുള്ള സെല്ലേഴ്സിനടുത്ത് നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ കൊടുത്തിട്ടുള്ള പ്രൊഡക്റ്റ് വാങ്ങാൻ കഴിയും. അങ്ങനെ വാങ്ങുന്ന പ്രൊഡക്റ്റ് നമുക്ക് യാതൊരുവിധ വോട്ട് ഒബ്ജക്ഷനും വരില്ല. കാരണം അതിൻ്റെ റേറ്റ് കോൺട്രാക്റ്റിൻ്റെ ഉത്തരവുള്ളത് കൊണ്ട് നമുക്ക് പേടിയില്ല. പക്ഷെ അതുപോലെ തന്നെയാണ് ഇന്ന് എടുക്കുന്ന ടോപ്പിക്ക് ഗവൺമെൻറ് മാർക്കറ്റിംഗ്. നമ്മളിപ്പോൾ ആമസോൺ, ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നത് പോലെ തന്നെയാണ് അതിൻ്റെ ഒരു ഏകദേശ രൂപം തന്നെയാണ് ഗവൺമെൻറ് മാർക്കറ്റിംഗ്. ഇതിൽ ഒറ്റ വ്യത്യാസമുള്ളൂ, ഇതിൽ ഗവൺമെൻറ് പർച്ചേസ് മാത്രമേ അലൗഡ് ഉള്ളൂ. ഇത് പ്രൈവറ്റ് ആവശ്യങ്ങൾക്ക്, പേഴ്സണൽ ആവശ്യങ്ങൾക്ക് ഇതിൽ നിന്ന് സാധനങ്ങളൊന്നും പർച്ചേസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമുക്ക് ടോപ്പിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇതൊരു വാസ്റ്റ് ടോപ്പിക്കാണ്. കാരണം ഞാൻ 2019 മുതൽ ജെം യൂസ് ചെയ്യുന്ന ഒരാളാണ്. അന്ന് MP ലാഡ്സിൽ ആദ്യമായിട്ട് വയനാട് MP രാഹുൽ ഗാന്ധി MPയുടെ ഫണ്ട് കിട്ടിയപ്പോൾ, ഒരു വണ്ടി കിട്ടിയപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ജെം പഠിക്കുന്നതും ഇതിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതും. അപ്പം അന്ന് മുതൽ ഇപ്പോൾ ജെമ്മിൽ റീസെൻ്റ് പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് വന്നൊരു മാറ്റം എന്ന് പറയുന്നത്, നേരത്തെ നമ്മളൊരു ഇതിലിപ്പോൾ ഈ ക്ലാസ്സിൽ ഇപ്പോൾ പല ആളുകളും നേരത്തെ ജെം യൂസ് ചെയ്യുന്ന ആളുകളുണ്ടാവും, ജെം തീരെ യൂസ് ചെയ്യാത്ത ആളുകളുണ്ടാവും, പിന്നെ ജെമ്മിനെ കുറിച്ച് പഠിക്കാനുള്ള അങ്ങനെ കുറേ വ്യത്യസ്ത കാറ്റഗറിയിലുള്ള ആളുകൾ എനിക്ക് ഈ ക്ലാസ്സിലുണ്ടാവും. അപ്പോൾ ഞാനിത് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് കുറച്ച് ബേസിക് പറഞ്ഞിട്ട് പോകാം. അപ്പോൾ ഞാൻ ഇതൊരു 2-3 സെക്ഷനായിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ജെമ്മിൽ പർച്ചേസ് എന്ന് പറയുന്നത് പല തരത്തിലുള്ള പർച്ചേസുകളുണ്ട്. അപ്പോൾ എനിക്കത് ആദ്യം കുറച്ച് തിയറി പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ പ്രാക്ടിക്കലും കാണിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എന്നാൽ മാത്രമേ പിന്നെ നിങ്ങൾ ഹലോ ഡോക്ടർ ദാഹർ. ആ സാർ കേൾക്കുന്നു? സാർ കേൾക്കാവോ? കേൾക്കുന്നുണ്ട്. സാർ കേൾക്കുന്നില്ല? സൗണ്ട് ബ്രേക്ക് ഉണ്ടോ? സൗണ്ട് ബ്രേക്ക് ഇല്ല, കേൾക്കാം. ഓക്കെ. എൻ്റെ PPT കാണുന്നുണ്ടല്ലോ അല്ലേ? കാണാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ ഉണ്ടെങ്കിൽ പറയണം. ശരി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അപ്പം പല തരത്തിലുള്ള എൻ്റെ സൗണ്ട് എന്തെങ്കിലും ബ്രേക്ക് ഉണ്ടെങ്കിൽ ഇടയിൽ പറയാം, എനിക്കത് അറിയില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് ആരെങ്കിലും പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ, അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഈ ഡോക്ടേഴ്സിൽ ഇപ്പം ചാർജ് എമ്മോസും എല്ലാത്തവരൊക്കെ ഇനി ചാർജ് ആവാൻ പോകുന്നവരൊക്കെ ഉണ്ടാവും. ഇപ്പം ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു പർച്ചേസ് മോഡലാണ് ജെം പോർട്ടൽ. കഴിഞ്ഞ 2019 മുതൽ എൻ്റെ സ്ഥാപനത്തിൽ ഞാൻ ജെം ഉപയോഗിക്കുന്നുണ്ട്.
പ്രത്യേകിച്ച് നമുക്ക് ഉണ്ടാകുന്ന ഒരു പഞ്ചായത്ത് തലത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഓഡിറ്റ് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് അഥവാ സ്റ്റേറ്റ് ഓഡിറ്റാണ്. അപ്പോൾ പലതരത്തിലുള്ള ഓഡിറ്റും കഴിഞ്ഞവരെല്ലാവരും ഈ ജെമ്മിൻ്റെ ഫയൽ കാണുമ്പോൾ അവർ ഹാപ്പിയാണ്. കാരണം ഏത് ഡോക്യുമെൻറ്റ്സ് നമുക്ക് വേണേൽ നമുക്കറിയാം, ഇപ്പോൾ ഒരു കൊട്ടേഷനോ ടെൻഡറോ വിളിച്ചൊരു ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ ആ സ്ഥാപനത്തിന് ട്രാൻസ്ഫർ ആയി പോയി കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും ഒരു ഫയൽ മിസ്സിങ് ആണെങ്കിൽ പിന്നെ ഓഡിറ്റ് നടക്കുമ്പോൾ ആ ഫയൽ ഇല്ലെങ്കിൽ നമുക്ക് അതൊരു ഓഡിറ്റ് തടസ്സമാകാൻ വരാറുണ്ട്. പക്ഷേ ജെമ്മിൽ നമ്മൾ എന്ത് വാങ്ങിയാലും ആ ജെമ്മിൽ ആ അക്കൗണ്ട് ആ സെർവറിൽ എന്നും ആ പർച്ചേസിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ കഴിയും. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആ ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ട് അത് എടുത്ത് സൂക്ഷിക്കാൻ പറ്റും. നമ്മൾ ഒരു സ്ഥാപനത്തിൽ നിന്ന് നമ്മൾ ജെം പർച്ചേസ് ചെയ്ത് ട്രാൻസ്ഫർ ആയി പോയി ഇതിന് ഓട്ട് നടക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഫയൽ മിസ്സിങ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കൺസേൺ ഇപ്പോൾ ചാർജുള്ള എമ്മോക്ക് ആ സൈറ്റിൽ കയറിയിട്ട് ഈ നമ്മളെല്ലാ ഡോക്യുമെൻറ്റ്സും പ്രിൻ്റ് എടുത്ത് വെക്കാൻ പറ്റും. അപ്പോൾ അത്രയും സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു പർച്ചേസാണ് ജെമ്മ്. അപ്പം ഇതൊരു വാസ്റ്റ് ടോപ്പിക് ആയതുകൊണ്ട് ഞാൻ ഇന്ന് എടുക്കുന്ന ടോപ്പിക്ക് ഞാനൊരു 6 ടോപ്പിക്കിലാണ് ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. സമയം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, 9:30 വരെ എനിക്ക് സമയം തന്നിട്ടില്ല. മാക്സിമം നോക്കാം, അല്ലെങ്കിൽ നമുക്ക് അടുത്ത സെക്ഷനിൽ ബാക്കി എടുക്കാം. കാരണം എനിക്ക് തിയറീൻ്റെ കൂടെ തന്നെ എനിക്ക് കുറച്ച് പ്രാക്ടിക്കലായിട്ട് കാണിച്ചു തരണം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പം ഇത് ഒരു ചരിത്രമാണ്. ഓഗസ്റ്റ് 2016 സെൻട്രൽ ഗവൺമെൻറ് ജം ലോഞ്ച് ചെയ്ത്. അതിന് മുന്നേ നമ്മൾ KMCL പോലെ കേന്ദ്ര സർക്കാരിന് റേറ്റ് കോൺട്രാക്റ്റുകൾ സൈറ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് മറന്നുപോയി. ഇപ്പം അതിന് ശേഷമാണ് അത് ഒഴിവാക്കിയിട്ടാണ് അവർ ഈ ഗവൺമെൻറ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സംഭവം കൊണ്ടുവന്നത്. അപ്പം ഇതിലിപ്പോൾ അവർ പറയുന്ന പോലെ ഏറ്റവും നമുക്കൊരു ഓൺലൈൻ ഇതിലൂടെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഒരു പർച്ചേസ് ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു അഡ്വാൻറ്റേജാണ് നമുക്ക്. കാരണം ജമ്മു സംബന്ധിച്ചോളം പല തരത്തിലുള്ള പർച്ചേസുകളുണ്ട്. ഫോർ എക്സാമ്പിൾ ഡയറക്റ്റ് പർച്ചേസ് ഉണ്ട്, L1 പർച്ചേസ് ഉണ്ട്, ബിഡിങ് ഉണ്ട്, പുഷ് ബട്ടൺ പർച്ചേസ് ഉണ്ട്. ബിഡിങ് തന്നെ നോർമൽ ബിഡ് ടെൻഡർ ഉണ്ട്, BOQ ബിഡ് എന്ന് പറയും, കസ്റ്റമൈസ് ബിഡ് എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ക്ലാസ്സിൽ വരുന്നുണ്ട്. അപ്പം അങ്ങനെ ധാരാളം പർച്ചേസുകളുണ്ട്. അപ്പം ഇതിൽ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ടെൻഡർ ആണെങ്കിലും ഡയറക്റ്റ് പർച്ചേസ് ആണെങ്കിലും കൊട്ടേഷൻ L1 പർച്ചേസ് ആണെങ്കിലും ഒന്നും പേപ്പറിൽ ഔട്ട് ചെയ്യാനോ ടെൻഡർ ഫോം വിൽക്കുകയോ ഒന്നും എന്ത് വേണ്ട, ഈ ജെമ്മിൽ പർച്ചേസിൽ വേണ്ട. അപ്പം സ്വാഭാവികമായിട്ടും 2016 കേന്ദ്ര സർക്കാർ ഇത് തുടങ്ങിയതെങ്കിൽ പോലും നമ്മുടെ സർക്കാർ, കേരള സർക്കാർ ഈ ജിയോ ഒന്നും എല്ലാവരും ശ്രദ്ധിച്ചു. ഞാൻ PPT ഞാൻ ഷെയർ ചെയ്യാം. ഇപ്പോൾ ഞാൻ കാണിക്കുന്ന PPT ഒക്കെ എന്ന് പറഞ്ഞത് ഈ എല്ലാ സ്ലൈഡും ജെമ്മിൻ്റെ LMS പോർട്ടലിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് പോയിട്ട് ഞാൻ ഈ ഒരു പേജാണ് ഞാൻ കേരള സർക്കാരിൻ്റെ ജിയോ ഇറക്കിയിട്ടുണ്ട്. 2019 ഇറങ്ങിയൊരു ജിയോ ഉണ്ട്, 24/4/2019 ഇറങ്ങിയൊരു ജിയോ ഉണ്ട്. ഈ ജിയോ പ്രകാരമാണ് ജെമ്മ് മുഖേനയുള്ള പർച്ചേസുകൾ നിർബന്ധമാക്കിയത്. ഇതിൽ തന്നെ വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസ്, ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ, ആയുർവേദ, ഹോമിയോ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് മെഡിസിനും ലബോറട്ടറി എക്യുപ്മെൻറ്റ്സൊക്കെ ജെമ്മിൽ വാങ്ങണമെന്ന് നിർബന്ധമില്ല എന്നും പറയുന്നുണ്ട്. ഞാൻ രണ്ടാമത് കൊടുത്തിട്ടുള്ള 2 ജിയോ ഉണ്ട്, ഒരു 3/3/2020 9/3/2021. ഇതിൽ പറയുന്നത് വകുപ്പ് തലവന്മാർക്ക് സമ്പൂർണ്ണ അധികാരം കൊടുത്തിട്ടുണ്ട് ജെമ്മെന്ന് വാങ്ങാൻ. ഇത് പറയുന്നത് വെച്ചാൽ ഈ വലിയ വലിയ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ കോടിക്കണക്കിന് രൂപയുടെ പർച്ചേസ് ഉണ്ടെങ്കിൽ അവിടെ എന്ത് വേണം, ഇപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തല പർച്ചേസ് കമ്മിറ്റി കൂടണം. പക്ഷെ ഒരു വലിയ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ടെക്നിക്കൽ സാങ്ഷൻ ലഭിച്ചു കഴിഞ്ഞാൽ പർച്ചേസ് കമ്മിറ്റി പോലും കൂടാതെ എന്ത് ചെയ്യാം, ആ വകുപ്പ് തലവനെ ജമ്മു മുഖേന എന്ത് ചെയ്യാം, ഈ എക്യുപ്മെൻറ്റ്സ് വാങ്ങാൻ പറ്റും. ആ ഉപകരണം എന്ത് വേണമെങ്കിലും വാങ്ങാം. അതാണ് ഈ 2 ജിയോയിലും പറയുന്നത്. ലാസ്റ്റ് ഒരു സർക്കുലർ വന്നിട്ടുണ്ട്, 9/5/2022 സർക്കുലർ വന്നിട്ടുണ്ട്. ഈ സർക്കുലറിൽ പറയുന്നത് എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും ജെം പോർട്ടൽ രജിസ്റ്റർ ചെയ്യണം. അപ്പം സർക്കാർ സ്ഥാപനം 2 തരത്തിലുണ്ട്. ഇപ്പം നമ്മൾ വകുപ്പ് എന്ന് പറയുന്നത് ബയ്യറാണ്, നമ്മൾ സാധനങ്ങൾ വാങ്ങുകയാണ്. ഇപ്പോൾ ഒരു PHCയിലേക്ക് ഹെമറ്റോളജി അനലൈസറോ ബയോകെമിസ്ട്രി അനലൈസറോ അല്ലെങ്കിൽ സബ് സെൻ്ററിലേക്ക് ലാപ്ടോപ്പോ ഹോസ്പിറ്റലിലേക്ക് ലാപ്ടോപ്പ് നമ്മൾ വാങ്ങുകയാണ്. ഇതേപോലെ സർക്കാർ സ്ഥാപനങ്ങൾ സാധനം വിൽക്കുന്ന സ്ഥാപനങ്ങളുണ്ടാവും. ഇപ്പോൾ സിഡ്കോ, ആഡ്കോ, അങ്ങനെ പല സ്ഥാപനം അവരുടെ ഐറ്റംസ് സെല്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യണം, സെല്ലറായിട്ട് രജിസ്റ്റർ ചെയ്യണം. മറ്റു വകുപ്പുകൾ എന്ത് ചെയ്യണം, വാങ്ങുന്ന ആളുകൾ ബയ്യറായിട്ട് എന്ത് ചെയ്യണം, സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം. അതാണ് ആ 3ാമത്തെ സർക്കുലർ. ഞാൻ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള ആ 9/5/2022 ഉത്തരവിൽ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ എല്ലാ സ്ഥാപനങ്ങളും എന്ത് ചെയ്യണം, ജെമ്മിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്.
അപ്പോൾ ഞാൻ ഇന്നത്തെ ടോപ്പിക്കിൽ ഈ ഈ ഞാൻ എനിക്കൊരു 6 PPT ഉണ്ട്. അപ്പോൾ ഈ ഒരു PPTയിൽ ഞാൻ കവർ ചെയ്യാൻ പോണത് നമ്മൾ ഒരു ജമ്മിലേക്ക് കടന്നു കയറുമ്പോൾ ഇപ്പം പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് അതിലൊരു പ്രൈമറി യൂസറും ഒരു സെക്കൻഡറി യൂസറും ഉണ്ട്. അപ്പം ഞാൻ പ്രൈമറി യൂസർ എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഞാൻ വയനാടിൻ്റെ എക്സാമ്പിൾ എടുത്ത് പറയുകയാണെങ്കിൽ, നമ്മുടെ വയനാട് ജില്ലയിൽ നമ്മളുടെ DMO ആണ് വയനാട് ജില്ലയുടെ പ്രൈമറി യൂസറായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ പ്രൈമറി യൂസറുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, പ്രൈമറി യൂസറാണ് സെക്കൻഡറി യൂസേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. പ്രൈമറി യൂസർ സെക്കൻഡറി യൂസറായിട്ട് ആ DMOയുടെ അണ്ടറിലുള്ള മറ്റു സ്ഥാപനങ്ങൾ, PHC, CHC, താലൂക്ക് ഹോസ്പിറ്റൽ, ജില്ലാ ആശുപത്രി, ജനറൽ ഹോസ്പിറ്റൽ, ഈ സ്ഥാപനങ്ങളൊക്കെ എന്ത് ചെയ്യും, ഇതിൽ സെക്കൻഡറി യൂസറായിട്ട് ജമ്മിൽ ആഡ് ചെയ്യണം. പ്രൈമറി യൂസറുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ഒരു സെക്കൻഡറി യൂസേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക, പിന്നെ സെക്കൻഡറി യൂസേഴ്സിനാണ് എന്തുള്ളത്, പർച്ചേസ് ചെയ്യാനുള്ള അധികാരമുള്ളത്. പ്രൈമറി യൂസർ നമ്മൾ ഇന്ത്യൻ പ്രസിഡന്റ് പോലെ പറഞ്ഞ പോലെയാണ്, പർച്ചേസ് ചെയ്യാൻ അധികാരമൊന്നുമില്ല. നമുക്ക് സെക്കൻഡറി യൂസേഴ്സിനൊക്കെ ആഡ് ചെയ്ത് വെക്കാം. സെക്കൻഡറി യൂസേഴ്സ് എന്തെല്ലാം വാങ്ങുന്നുണ്ടെന്നൊക്കെ ആർക്ക് കാണാൻ പറ്റും, പ്രൈമറി യൂസേഴ്സിന് കാണാൻ പറ്റും. പിന്നെ സെക്കൻഡറി യൂസേഴ്സ് സമയബന്ധിതമായിട്ട് പേയ്മെൻറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ജമ്മ് നോട്ടിഫിക്കേഷൻ കൊടുക്കൽ പ്രൈമറി യൂസർക്കാണ്. താങ്കളുടെ അണ്ടറിലുള്ള ഇന്ന ബയ്യർ, സെക്കൻഡറി യൂസറായ ബയ്യർ ഇന്ന സാധനം പർച്ചേസ് ചെയ്തിട്ട് പേയ്മെൻറ്റ് നടത്തിയിട്ടില്ല എന്ന് അറിയിക്കൽ പ്രൈമറി യൂസറാണ്. അപ്പം അത് ഞാൻ ഡീറ്റെയിൽഡ് പിന്നീട് പറയുന്നുണ്ട്. അപ്പം ഇതിലിപ്പം പ്രൈമറി ആൻഡ് സെക്കൻഡറി യൂസേഴ്സ് എന്താണ്, പ്രൈമറി യൂസറുടെയും സെക്കൻഡറി യൂസേഴ്സിൻ്റെ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി. പിന്നെ 4ാമത്തെ പോയിന്റ്, ആരാണ് വെരിഫൈയിങ് അതോറിറ്റി. ഞാൻ പവർ പോയിന്റ് വരുമ്പോൾ പറയാം. അപ്പം ഈ സ്ലൈഡ് എല്ലാവരും ശ്രദ്ധിക്കുക. ഇതിൽ നമുക്ക് ബയ്യർ, കൺസെഗ്നി, ഇൻറ്റൻഡർ, പ്രൈമറി യൂസർ, DDO, PAO, പേയ്മെൻറ്റ് ആൻഡ് അക്കൗണ്ട് ഓഫീസർ, ടെക്നിക്കൽ ഇവാലുവേറ്റർ. ഇതിലിപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് പ്രൈമറി യൂസർ, പിന്നെ ബയ്യറും കൺസെഗ്നിയും പേയ്മെൻറ്റ് അതോറിറ്റി ഓഫീസറും. ഇത് നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. കാരണം എന്താ വെച്ചാൽ ഇത്രയും മതി, ബാക്കിയുള്ളതൊന്നും നമുക്ക് നിർബന്ധമല്ല, നമുക്ക് അറിഞ്ഞിരിക്കാം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ പ്രൈമറി യൂസറാണ്. ഇപ്പോൾ വയനാട് ജില്ലയിൽ വയനാട് DMO ആണ് പ്രൈമറി യൂസർ. അപ്പോൾ DMO, ജില്ലാ മെഡിക്കൽ ഓഫീസർ വയനാടാണ് എന്താണ്, രജിസ്റ്റേർഡ് ഓർഗനൈസേഷൻ. അതിൻ്റെ അണ്ടറിൽ സെക്കൻഡറി യൂസേഴ്സിന് ക്രിയേറ്റ് ചെയ്യണം. സെക്കൻഡറി യൂസേഴ്സ് തന്നെ 3 തരം ആണ് പ്രധാനമായിട്ട് വേണ്ടത്. ഒന്ന് ബയ്യർ, ഒന്ന് കൺസെഗ്നി, ഒന്ന് പേയ്മെൻറ്റ് അതോറിറ്റി ഓഫീസർ. അപ്പം ഒരു സ്ഥാപനത്തിൽ നമുക്ക് 3 ലോഗിന് മിനിമം ഒരു പർച്ചേസ് ചെയ്യാൻ പ്രൈമറി യൂസർ എന്ത് ചെയ്യണം, 3 ആളെ ക്രിയേറ്റ് ചെയ്യണം. ഒന്ന് ബയ്യർ, ഒന്ന് കൺസെഗ്നി, ഒന്ന് പേയ്മെൻറ്റ് അതോറിറ്റി ഓഫീസർ, പേയ്മെൻറ്റ് ആൻഡ് അക്കൗണ്ട് ഓഫീസർ. അപ്പം ഒരു PHCയിലോ CHCയിലോ താലൂക്ക് ഹോസ്പിറ്റലിലൊക്കെ നമുക്ക് എന്ത്, ബയ്യറും കൺസെഗ്നിയും ഒരാളേനാവാം. ആ ജമ്മ അലൗഡാണ്. ഒരു വലിയ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ, കുറേ സബ് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താവാം, ബയ്യർ ഒരാളും കൺസെഗ്നി ഒരാളാവാം. അതിൽ ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ DMOൻ്റെ അണ്ടറിൽ DMO പ്രൈമറി യൂസർ ആണെങ്കിലും DMO ഓഫീസിലുള്ള പർച്ചേസ് ചെയ്യാൻ ഡെപ്യൂട്ടി DMOനെ DMO എന്ത് ചെയ്തിട്ടുണ്ട്, DMO ഓഫീസിൽ ബയ്യറാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പ്ലാൻ ഫണ്ട് വന്നിട്ട് ഒരു 10 PHCയിലേക്ക് 10 ഹെമറ്റോളജി അനലൈസർ വാങ്ങാൻ വേണ്ടി ഒരു ഫണ്ട് വന്നെന്ന് കൂട്ട്. DMO ആണ് നിർവ്വഹണ ഉദ്യോഗസ്ഥയെങ്കിൽ ബയ്യർ DMO ആണ്. കൺസെഗ്നി ആയിട്ട് DMOക്ക് വേണമെങ്കിൽ ആ 10 സ്ഥാപനങ്ങൾ MOമാരാക്കാം. അപ്പം ഇതൊക്കെ ചെയ്യണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സപ്ലൈ ചെയ്യുന്ന സെല്ലേഴ്സിന് അറിയാൻ കഴിയും ഈ കൺസെഗ്നി 10 സ്ഥലത്താണ്, 10 സ്ഥലത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എക്യുപ്മെൻറ്റ്സ് എത്തിച്ചു കൊടുക്കാൻ കഴിയും. അപ്പോൾ കൺഫ്യൂഷൻ വരണ്ട. നമുക്കിപ്പോൾ എന്ത് ചെയ്താൽ മതി, ബയ്യറും കൺസെഗ്നിയും ഒരാൾക്കാവാം. അത് സാധനം വാങ്ങുന്നതും സാധനം സ്റ്റോക്കിൽ വെരിഫൈ ചെയ്യുന്നതും ഒരാൾക്കാവാം, ബയ്യർ. അപ്പോൾ സെക്കൻഡറി യൂസേഴ്സിൽ പ്രധാനമായിട്ട് വരുന്ന ഒരു റോള് ബയ്യർ ആൻഡ് കൺസെഗ്നിയാണ്. 2ാമത്തെ ആൾ പേയ്മെൻറ്റ് ആൻഡ് അക്കൗണ്ട് ഓഫീസർ. ഈ പവർ പോയിന്റ് ഞാൻ എൻ്റെ മൗസിൽ ഇങ്ങനെ, ഈ ഓഫീസർ ഇല്ലെങ്കിൽ പോലും എന്ത് ചെയ്യാം, ഒരു സ്ഥാപനത്തിൽ പേയ്മെൻറ്റ് നടത്താം, നിർബന്ധമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ജമ്മിൽ സെക്കൻഡറി യൂസേഴ്സിന് പ്രധാനമായിട്ട് വേണ്ടത് ഒരു ബയ്യറും കൺസെഗ്നി മാത്രം മതി. പക്ഷേ ഇതൊരു ട്രാൻസ്പെറൻസി പർച്ചേസാണ്. കാരണം നമ്മൾ ഹോസ്പിറ്റലിൽ, ഒരു സ്ഥാപനത്തിൽ ഒരു പർച്ചേസ് കമ്മിറ്റി ഉണ്ട്, ഒരു ഫണ്ട് വന്നു, ഒരു AS കിട്ടി, അതിന് ഭരണാനുമതി കിട്ടി, ഇനി പോക്കട്ടെ, പഞ്ചായത്ത് വാർഷിക പദ്ധതിയാണ്,
പഞ്ചായത്തിന്റെ പഞ്ചായത്തിന്റെ സൗണ്ട് കേൾക്കാമല്ലേ? ബ്രേക്ക് ഒന്നും ഇല്ലല്ലോ? ഹലോ, കേൾക്കാമല്ലേ? കേൾക്കാം. ഓക്കെ ഓക്കെ. അപ്പം ബയ്യറും അപ്പം ഞാൻ പറഞ്ഞു വന്നതിൽ പ്രൈമറി യൂസറായിട്ടുള്ള ജില്ലാ മെഡിക്കൽ ഓഫീസർ വയനാടിൻ്റെ DM എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ബയ്യറും കൺസേപ്പ് നൂൽപ്പുഴ മെഡിക്കൽ ഓഫീസറാണ് ഈ സ്ഥാപനത്തിലെ ബയ്യർ ആൻഡ് കൺസേഗിനി. ഞാനാണ് ബയ്യറും കൺസേഗിനും. എൻ്റെ ഇപ്പോൾ ഒരു പഞ്ചായത്തിൽ എനിക്കിപ്പോൾ ഒരു സബ് സെൻറ്ററിലേക്ക് ഒരു ലാപ്ടോപ്പ് വാങ്ങാനുണ്ട്. അപ്പോൾ ലാപ്ടോപ്പ് വാങ്ങി അത് സെക്കൻഡ് യൂസറായിട്ടുള്ള ബയ്യറും കൺസേഗിനും ആ പ്രൊഡക്റ്റ് ഓർഡർ കൊടുത്തു. അതിൻ്റെ പേയ്മെൻറ്റ് ഭാഗം ചെയ്യേണ്ട ഉദ്യോഗസ്ഥനാണ് എൻ്റെ ഓഫീസ്. അപ്പോൾ ചിലപ്പോൾ അത് ക്ലർക്കാവാം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വലിയ ഹോസ്പിറ്റലാണെങ്കിൽ സെക്രട്ടറി ആവാം. അത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ജെമ്മിന് ബയ്യർ ഇന്ന ആളാവണമെന്ന് ഒരു നിർബന്ധമില്ല. ആർക്ക് വേണമെങ്കിലും ബയ്യറാവാം. പക്ഷേ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഹൈയാർക്ക് അനുസരിച്ചിട്ട് മെഡിക്കൽ ഓഫീസർ ആയിരിക്കണം എപ്പോഴും ബയ്യറും കൺസേഗിനി. ഞാനിത് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഇപ്പോൾ പല ആളുകളും ജെമ്മിന് ഡൗട്ട് ചോദിച്ച് എന്നെ വിളിക്കാറുണ്ട്. പക്ഷെ പല സ്ഥലങ്ങളിലും LSGD ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, അവർക്ക് ജെമ്മിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അത് തെറ്റ് എന്ന് ഒരിക്കലും ഞാൻ പറയില്ല. പക്ഷേ നമ്മൾ സിസ്റ്റം അനുസരിച്ച് നമ്മൾ ഹൈയാർക്കിയിലുള്ള ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു ജില്ലയിൽ അടുത്ത് കണക്കാക്കുകയാണ് DMO ആണ്. അപ്പോൾ DMOയുടെ അണ്ടറിലാണ് ആക്ച്വലി നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് DMOൻ്റെ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് ഫണ്ടിൻ്റെ പർച്ചേസ് നടത്താം, നമ്മുടെ LSGD ഫണ്ടിൽ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇതിൽ പർച്ചേസ് ചെയ്ത് പല ആളുകൾക്ക് അറിയാൻ കഴിയും, നിങ്ങളിപ്പോൾ ഒരു LSGD അണ്ടറിലാണ് നിങ്ങൾ ചിലപ്പോൾ പഞ്ചായത്തിൽ സെക്രട്ടറി ആയിരിക്കും ചിലപ്പം അവിടുത്തെ പ്രൈമറി യൂസർ. നിങ്ങൾ ഒരു സെക്കൻഡറി യൂസറായിട്ട് ഒരു ബയ്യറിയും ഒരു കൺസേഗിനിയും ഒരാളെ ക്രിയേറ്റ് ചെയ്തെന്നുണ്ടെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ ആ ബില്ലിൽ അടിച്ചു വരൽ ആ മെഡിക്കൽ ഓഫീസറുടെ പേരും ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് അടിച്ചു വരിക. തെറ്റെന്ന് ഒരിക്കലും അത് പറയാൻ കഴിയില്ല. പക്ഷേ ആ സ്ഥാനത്ത് നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടറിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെങ്കിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ മെഡിക്കൽ ഓഫീസറുടെ പേര്, ഡെസിഗ്നേഷൻ, ഫാമിലി ഹെൽത്ത് സെൻറ്റർ നൂൽപ്പുഴ, ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ ഹെൽത്ത്, ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസ് അടക്കം എന്ത് ചെയ്യും, ആ ബില്ലിൽ അടിച്ചു വരും. അപ്പം ഞാൻ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഈ പേജിൽ നിങ്ങൾ നോക്കേണ്ടത് പ്രൈമറി യൂസറായിട്ടുള്ള DMO സെക്കൻഡറി യൂസറായിട്ട് ഒരു ബയ്യറിയും കൺസെഗിനെയും ഒരാളാക്കും ആ സ്ഥാപനത്തെ മെഡിക്കൽ ഓഫീസർ. പേയ്മെൻറ്റ് ഓഫീസറായിട്ട് അവിടുത്തെ ക്ലർക്കോ അല്ലെങ്കിൽ അടുത്ത അസിസ്റ്റൻറ്റ് സർജനെ ആക്കാം, വേണമെങ്കിൽ എന്ത് ചെയ്യാം ആക്കാം. ഇനി ഞാൻ പെട്ടെന്ന് കവർ ചെയ്ത് പോവാം. പ്രൈമറി യൂസറായിട്ട് DMOനെ എനിക്ക് വയനാട് ജില്ലയിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ DMOക്ക് ഒരു ജെമ്മിൽ ആദ്യമായിട്ടൊരു പ്രൈമറി യൂസർ അക്കൗണ്ട് ആക്കണമെങ്കിൽ നിർബന്ധമായിട്ട് വേണ്ട 3 കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ആധാർ ഉണ്ടായത് എല്ലാവർക്കും ഉണ്ടാവും. പിന്നെ ഒരു NICയുടെ GOVയുടെ മെയിൽ ID ഉണ്ടാവണം. പിന്നെ ആ ആധാറും അതിൻ്റെ പേഴ്സണൽ മൊബൈൽ നമ്പറും ലിങ്ക്ഡ് ആയിരിക്കണം. കാരണം ഇതൊക്കെ OTP ബേസ്ഡ് ആണ് ഈ ജെമ്മിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. പിന്നെ 4ാമത്തെ വേണ്ടത് വേരിഫിങ് അതോറിറ്റിയാണ്. ഞാൻ ലാസ്റ്റ് പറയാം ആരാണ് വേരിഫിങ് അതോറിറ്റി, ഞാൻ പവർപോയിന്റിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു പ്രൈമറി യൂസറെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് ഈ 3 കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഉണ്ടാവണം. കാരണം ഇപ്പോൾ എല്ലാ സ്ഥാപനങ്ങൾക്കും GOVയുടെ മെയിൽ ID ഉണ്ട്. കാരണം ഇപ്പോൾ ഈ ഓഫീസ് തുടങ്ങിയത് കൊണ്ട് എല്ലാവർക്കും GOVയുടെ മെയിൽ ID ഉണ്ട്. സെക്കൻഡറി യൂസറെ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ, അതായത് പ്രൈമറി യൂസറായിട്ടുള്ള DMOക്ക് സെക്കൻഡറി യൂസറായിട്ടുള്ള ഒരാളെ ആഡ് ചെയ്യണമെങ്കിൽ ആ മെഡിക്കൽ ഓഫീസർക്ക്, ഇപ്പോൾ നൂൽപ്പുഴയിലെ മെഡിക്കൽ ഓഫീസർ എനിക്ക് എൻ്റെ ആധാർ ഉണ്ടാവണം, ആധാർ ലിങ്ക്ഡ് മൊബൈൽ നമ്പർ ഉണ്ടാവണം. 3ാമത്തെ പോയിന്റ്, ഇതൊരു പഴയ പ്രസൻറ്റേഷനാണ്. NICയുടെയോ ജെമ്മിൻ്റെയോ ID വേണമെന്നായിരുന്നു നേരത്തെ. പക്ഷേ ജെം ഇപ്പോൾ കുറച്ച് ഫ്ലെക്സിബിലിറ്റി കൊടുത്തിട്ടുണ്ട്. പ്രൈമറി യൂസർക്ക് മാത്രം ഒരു GOVയുടെ മെയിൽ ID മതി. ഇനി പ്രൈമറി യൂസർ ക്രിയേറ്റ് ചെയ്യാൻ പോണ സെക്കൻഡറി യൂസേഴ്സിന് എന്ത് വേണ്ട, NICയുടെയോ ജെമ്മിൻ്റെയോ ഇമെയിൽ ID നിർബന്ധമില്ല. ജിമെയിലോ അല്ലെങ്കിൽ ഹോട്ട്മെയിൽ ഏത് മെയിലും യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു അമെൻഡേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി പണ്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. NIC മെയിൽ ക്രിയേറ്റ് ചെയ്ത് വരണം, അതിന് അപ്രൂവൽ കിട്ടണം, പിന്നെ അല്ലെങ്കിൽ പുതിയ ID ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ സമയം എടുക്കുകയാണ്. അപ്പോൾ ജെം എന്ത് ചെയ്തിട്ടുണ്ട്, സെക്കൻഡറി യൂസേഴ്സിന് ഈ NICയുടെ മെയിൽ നിർബന്ധമുള്ളത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇതൊരു പഴയ പവർ പോയിൻ്റ് ആയതുകൊണ്ടാണ് ഇതിൽ അങ്ങനെ വന്നിട്ടുള്ളത്.
ഇത് അതിൻ്റെ ഒരു ഫ്ലോ ആണ് പറയുന്നത്. ഒരു പ്രൈമറി യൂസർ മുതൽ ഒരു സെക്കൻഡറി യൂസർ വരെയുള്ള രജിസ്ട്രേഷൻ. സാധാരണമായി സ്റ്റാർട്ടിങ്ങിൽ ഒരു പ്രൈമറി യൂസർ രജിസ്റ്റർ ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ പ്രൈമറി യൂസറുടെ ഓർഗനൈസേഷൻ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ചെയ്യുന്നു. പ്രൈമറി യൂസർ എന്ത് ചെയ്യുന്നു, പ്രൈമറി യൂസറുടെ അക്കൗണ്ട് വെരിഫൈ അതോറിറ്റി ചെയ്യണം. അത് ഞാൻ ഇതിൻ്റെ അടുത്ത പ്രസൻറ്റേഷനിൽ പറയുന്നുണ്ട്, ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അത് കഴിഞ്ഞ് പ്രൈമറി യൂസർ എന്ത് ചെയ്യും, സെക്കൻഡറി യൂസറെ ക്രിയേറ്റ് ചെയ്യും. അപ്പം ഈ ഒരു ഫ്ലോയിലനുസരിച്ചിട്ടായിരിക്കും നമ്മളെ പ്രസൻറ്റേഷൻ മുന്നോട്ട് പോണത്. അപ്പോൾ വയനാട് ജില്ലാ മെഡിക്കൽ ഓഫീസറെ ഒരു പ്രൈമറി യൂസറായിട്ട് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ആ പ്രൈമറി യൂസർ ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഒരു ഇന്ത്യൻ പ്രസിഡന്റിന് ഇത് ചൊല്ലിക്കൊടുക്കുന്നത് ചിലപ്പോൾ ഇതായിരിക്കുമല്ലോ, നമ്മുടെ സുപ്രീം കോടതി ജഡ്ജായിരിക്കും ഇത് ചൊല്ലിക്കൊടുക്കുക അല്ലേ. അതേപോലെ DMOയുടെ പ്രൈമറി യൂസറിനെ ആ യൂസറിനെ ഒരു NIC മെയിലുള്ള ഒരാൾ വെരിഫൈ ചെയ്യണം. പ്രൈമറി യൂസറാണ് സെക്കൻഡറി യൂസറെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് പറഞ്ഞതുപോലെ പ്രൈമറി യൂസർ ആദ്യമായിട്ട് ഒരു ജില്ലയ്ക്ക് ഒരു പ്രൈമറി യൂസർ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാകുമ്പോൾ ആ പ്രൈമറി യൂസർ വാലിഡ് ആണെന്ന് ഒരു വെരിഫിക്കേഷൻ ഓഫീസർ ഇതാക്കും. അപ്പം ശരിക്കും അത് ചെയ്തു കൊടുക്കേണ്ടത് DHS ആണ്. ശരിക്കും ആ ഒരു ഹൈയാർക്കി നോക്കുകയാണെങ്കിൽ DHS ആണ്. അല്ലെങ്കിൽ വേറെ NICയുടെ ഒഫീഷ്യൽ മെയിൽ ID ഉള്ള ആർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ പ്രൈമറി യൂസറെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഒരു പ്രൈമറി യൂസറുടെ അക്കൗണ്ട് എന്ത് ആവുന്നുള്ളൂ, ഓപ്പൺ ആവുന്നുള്ളൂ. അപ്പോൾ വയനാട് ജില്ലയെ സംബന്ധിച്ചോളം ഈ വെരിഫൈങ് ഓഫീസറുടെ മെയിൽ ഐഡിയിലേക്ക്, ഫോർ എക്സാമ്പിൾ ഇപ്പം വയനാട് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഒരു പ്രൈമറി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് DHSൻ്റെ NIC മെയിൽ ID കൊടുത്തു കഴിഞ്ഞു. വിത്തിൻ 48 hours DHSന്ന് മെയിലിനത് ആരും അത് ഓപ്പൺ ചെയ്തിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ജമ്മു എന്ത് ചെയ്യും, ആ പ്രൈമറി യൂസറെ ആക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ സാധാരണ നമ്മൾ എന്താ ചെയ്യാറ്, ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ DMOട് പറയും, സാർ ഒന്ന് DHSനെ വിളിച്ചിട്ട് ഇങ്ങനെ പ്രൈമറി യൂസറെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറയും. അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ 48 hours കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ അക്കൗണ്ട് എന്താവും, അത് ആവും. ഇനി ഇൻ കേസ് വെരിഫൈങ് ഓഫീസർ DMOയുടെ മുകളിലുള്ള ഓഫീസർ അത് റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് കോമ്പറ്റൻ്റ് അതോറിറ്റിയിലേക്ക് ആ മെയിൽ പോകും. നമ്മളെ കോമ്പറ്റൻ്റ് അതോറിറ്റി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറിയാണ്. ചീഫ് സെക്രട്ടറീൻ്റെ ഇതിലേക്കായിരിക്കും ആ ഇത് നോട്ടിഫിക്കേഷൻ പോവുക. ഇന്ന ആൾ പ്രൈമറി യൂസറെ ഇന്ന ആൾ വെരിഫൈ ചെയ്തിട്ട് അത് ഡീആക്ടിവേറ്റ് ആയിട്ടുണ്ടെങ്കിൽ, റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു മെയിൽ അതിലേക്ക് പോകും. അപ്പോൾ അതിൻ്റെ ആവശ്യം ഒരിക്കലും വരാറില്ല. അപ്പം ഈ ഒരു സ്ലൈഡ് ഞാൻ അടുത്ത സ്ലൈഡിലേക്ക് എടുക്കാം. എൻ്റെ PPT കാണുന്നുണ്ടല്ലോ അല്ലേ? PPT കാണുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ സ്ലൈഡ് മാറ്റിയിട്ടുണ്ട്. ഓക്കെ. അപ്പം പ്രൈമറി യൂസർ ഞാനിത് അധികം പറയുന്നില്ല, കാരണം എനിക്ക് തോന്നി ഈ ഗ്രൂപ്പിലുള്ള അധിക പേരും ഒരു പർച്ചേസ് ബയ്യറായിട്ട് അറിയാൻ താല്പര്യമുള്ള ആളുകളായിരിക്കും ഈ ഗ്രൂപ്പിൽ അധിക പേരുണ്ടാവും. അപ്പം ഞാൻ പ്രൈമറി യൂസറുടെ ആരെങ്കിലും DMO തലത്തിൽ ആരെങ്കിലും ഉണ്ടോ, ഈ ഗ്രൂപ്പിൽ ആരെങ്കിലും ഉണ്ടോ എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ മാത്രം ഞാൻ പ്രൈമറി യൂസർ ഡീറ്റെയിൽ ആയിട്ട് പോകാം, അല്ലെങ്കിൽ സമയം കളയാതെ നമുക്ക് ബയ്യറിലേക്ക് കടക്കാം. ആർക്കും ഇത് പറയണമെങ്കിൽ ഞാൻ പറയാം. ആരെങ്കിലും ഡോക്ടറെ ഒരു ഡൗട്ട് ഉണ്ട്. ഞാൻ MO ഇൻചാർജാ, പക്ഷെ എൻ്റെ അടുത്ത് പ്രൈമറി യൂസർ ID ക്രിയേറ്റ് ചെയ്യാൻ DMOയിലെ സ്റ്റാഫ് പറഞ്ഞു. അപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ മെയിലേക്ക് അയച്ചിട്ടുണ്ട് ഉണ്ടാക്കാൻ വേണ്ടി. ഇതാണ് മാഡം പ്രശ്നം. അതായത് നമ്മൾ 14 ജില്ലകളിലും ഈ ജെമ്മിൻ്റെ ട്രെയിനിങ് കിട്ടിയിട്ടില്ല പല ആളുകൾക്കും. അപ്പോൾ അവരെന്ത് ചെയ്യും, അവരുടെ റെസ്പോൺസിബിലിറ്റി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ നിങ്ങൾ സ്ഥാപനം തുടങ്ങിക്കോ എന്ന് പറയും. ശരിക്കും അങ്ങനെയല്ല അത് വേണ്ടത്. അപ്പം നമ്മളുടെ ഹൈയാർക്കി എന്ന് പറയുമ്പോൾ ജില്ലക്ക് ഒരു പ്രൈമറി യൂസർ വേണ്ടത്, അല്ലെങ്കിൽ ഒരു ജില്ലയിൽ ഒരു 10 സ്ഥാപനം ഉണ്ടെങ്കിൽ 10 സ്ഥാപനത്തിന് പ്രൈമറി യൂസർ ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. ആക്ച്വലി അത് നമുക്ക് ലയബിലിറ്റി കൂടാനേ ചാൻസ് ഉള്ളൂ ഭാവിയിൽ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ എൻ്റെ അടുത്ത സെക്ഷനിൽ ഞാൻ പറയുന്നുണ്ട്. കാരണം പർച്ചേസ് മാത്രമല്ല ജെമ്മിലുള്ളത്, അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കുന്ന ഡീറ്റെയിൽസ് അടക്കം നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ വരുന്നുണ്ട്. അത് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ജെമ്മിന് ഒരു നിശ്ചിത സമയം പറയുന്നുണ്ട് ഒരു ബില്ല് പേയ്മെൻറ്റ് കൊടുക്കാൻ. ആ പേയ്മെൻറ്റ് നടത്തിയിട്ടില്ലെങ്കിൽ
ഒരു ബില്ല് ഇൻവോയ്സിന് 1% വെച്ച് ഡെയിലി ഇൻട്രസ്റ്റ് കാത്തിരിക്കുകയും ജമ്മു. അത് ഭാവിയിൽ നമുക്ക് ഓഡിറ്റ് ഒബ്ജക്ഷൻ ആയിട്ട് വരാൻ ചാൻസ് വളരെ കൂടുതലുള്ള ഒരു കാര്യമാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ. അപ്പം ഇല്ല, ഇത് HMC അക്കൗണ്ടിൽ നിന്ന് വാങ്ങുവാണെങ്കിലോ അപ്പോഴോ എല്ലാം മെല്ലെ പേയ്മെന്റ്? മാഡം ഞാൻ ചോദ്യം നോട്ട് ചെയ്ത് വെച്ചോളൂ, ഞാൻ അത് കഴിഞ്ഞിട്ട് പറയാം. പക്ഷെ എന്താണെങ്കിലും താങ്ക് യു. അത് ശരിയല്ല. കാരണം ഏത് പർച്ചേസ് ആണെങ്കിലും പ്രൈമറി യൂസർ മാഡ് ആയി കഴിഞ്ഞാൽ സെക്കൻഡറി യൂസർ മാഡത്തിന്റെ അടുത്ത ആൾ ആയി വരണം, മെഡിക്കൽ ഓഫീസർ. ആ ബില്ല് മൊത്തം വരുന്നത് ആ മെഡിക്കൽ ഓഫീസറുടെ പേരിലായിരിക്കും, ചാർജ് മാഡും ആയിരിക്കും. അത് ശരിയാണോ? അല്ലല്ലോ. ബില്ല് വരുന്നത് ആ മറ്റേ ചാർജ് വഹിക്കാത്ത മെഡിക്കൽ ഓഫീസർ ആ ഉദ്യോഗസ്ഥന് എന്ത് ലയബിലിറ്റിയാണ് വരാൻ പോകുക? എന്ത് ഇതുള്ള ആ വ്യക്തിക്ക് ഒന്നുമില്ല. ചാർജ് എമൗണ്ടിൻ്റെ പേരിലാണ് എപ്പോഴും ബില്ല് വാങ്ങേണ്ടത്. ഞാനത് ഇത് പറയും, മുന്നോട്ട് പോവാം. പ്രൈമറി സാറേ ഒരു ചോദ്യം ചോദിച്ചോട്ടെ സാറേ? ഹലോ. ചോദിച്ചോളൂ. സാറേ, ഞാൻ ഓൾറെഡി ഞങ്ങൾ ജമ്മില് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തപ്പം ഇതേപോലെ തന്നെ ചാർജ് മെഡിക്കൽ ഓഫീസർ പ്രൈമറി യൂസറും സെക്കൻഡ് മെഡിക്കൽ ഓഫീസർ സെക്കൻഡറി യൂസർ എന്ന രീതിയിൽ നമ്മൾ ചെയ്തത്. നമുക്കൊരു പ്രോബ്ലം ഉണ്ടായത് ആ സമയത്ത് നമുക്കത് ഈ ഒരു നടപടിക്രമങ്ങൾ അറിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ LSTD പ്രൈമറി യൂസറായിട്ട് വെച്ചിട്ട് സെക്കൻഡറി യൂസർ മെഡിക്കൽ ഓഫീസറും ചാർജ് എന്നുള്ള രീതിയിൽ വെക്കാൻ ശ്രമിച്ചു. പക്ഷേ എന്തൊക്കെയോ ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് ആണ് അവർ പറഞ്ഞത്, അത് നടന്നില്ല. അപ്പം നമുക്ക് പർച്ചേസ് കുറച്ച് അടിയന്തര പ്രാധാന്യം ഉള്ളതായതുകൊണ്ട് നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തപ്പം ഈ ഒരു ഓപ്ഷനെ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം മാഡം DMO ആണ് പ്രൈമറി യൂസർ എന്നുള്ളത് അറിയില്ല, ഞങ്ങൾ കരുതിയത് LSTD സെക്രട്ടറി എന്നാണ് കരുതിയത് സാർ. സാർ ഞാൻ പറഞ്ഞില്ല, ഈ ജെമ്മിന് അതൊന്നും പ്രശ്നമില്ല. നമ്മൾ ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ ജെമ്മിന് ആർക്കും വേണമെങ്കിൽ പ്രൈമറി യൂസർ ആക്കാം. ഞങ്ങൾക്കിപ്പോൾ അങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ട് സാർ, പ്രൈമറി യൂസറും ചാർജ് മെഡിക്കൽ ഓഫീസറും സെക്കൻഡറി യൂസർ സെക്കൻഡ് MOയും. അത് ജെമ്മിന് പ്രശ്നമില്ല. അല്ല, അതിപ്പോ സാറ് ഇപ്പം പറഞ്ഞു വെച്ചാൽ നമ്മളത് മാറ്റണോ സാർ? അത് മാറ്റിയിട്ട് പ്രൈമറി യൂസർ DMO എന്നുള്ള രീതിയിൽ ആക്കണോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ 14 ജില്ലയിൽ DMO ഇനിയിപ്പോൾ വയനാട് ജില്ലയിൽ ഇപ്പം 99 സ്ഥാപനങ്ങളും DMO അണ്ടറിലാണ്. രണ്ടോ മൂന്നോ സ്ഥാപനങ്ങൾ മാത്രമേ ഉള്ളൂ നേരത്തെ ഇതേപോലെ പ്രൈമറി യൂസറായി തുടങ്ങിയത്. ബാക്കി എല്ലാവരെയും അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ട് എല്ലാവരെയും എന്ത് ചെയ്തു, DMO അണ്ടറിലാക്കി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആക്കാം അല്ലേ? അക്കൗണ്ട് ക്ലോസ് ചെയ്താൽ മതി അല്ലേ സാർ? ക്ലോസ് ചെയ്താൽ മതി. ഓക്കെ താങ്ക് യു സാർ. അപ്പോൾ ഇനി ഞാൻ പ്രൈമറി യൂസറിൻ്റെ രജിസ്ട്രേഷനിലേക്ക് കടക്കുകയാണ്. പ്രൈമറി യൂസർ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പ്രൈമറി യൂസറുടെ റെസ്പോൺസിബിലിറ്റിയാണ് സെക്കൻഡറി യൂസറുടെ ആഡ്. അപ്പം ഒരു ജെമ്മിൻ്റെ സൈറ്റ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഏത് ബ്രൗസറിലും ജെമ്മ് വർക്ക് ചെയ്യും. അപ്പോൾ ജെമ്മിൻ്റെ ഒഫീഷ്യൽ വെബ് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ gm.gov.in. നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താലും ജെം പോർട്ടൽ സെർച്ച് ചെയ്താലും ആ ലിങ്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് കിട്ടും. അപ്പം ഇതിലിപ്പോൾ ഫസ്റ്റ് സൈനപ്പ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രൈമറി യൂസറെ ക്രിയേറ്റ് ചെയ്യാൻ പോകണം. അപ്പം അവിടെ അപ്പം സൈനപ്പിൽ തുറന്ന് കഴിഞ്ഞാൽ നമുക്ക് 2 ഓപ്ഷൻ കാണാൻ പറ്റും. ഒന്ന് ബയ്യറും ഒന്ന് സെല്ലർ. കാരണം സെല്ലറും ലോഗിൻ ചെയ്യുന്നതും ഇതേ സൈറ്റിലാണ്, ബയ്യർ ലോഗിൻ ചെയ്യുന്ന ഇതേ സൈറ്റിൽ. 2 പേർക്കും സെപ്പറേറ്റ് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ സൈനപ്പ് കൊടുത്തു കഴിഞ്ഞ് ഇത് പ്രൈമറി യൂസറിൻ്റെ ഇതാണ് കാര്യങ്ങളാണ് പറയുക. പ്രൈമറി യൂസർ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ പേജിലേക്കാണ് പോവുക. അപ്പം ഇതിലേക്ക് ഇത് ഞാൻ ജസ്റ്റ് കുറച്ച് സ്പീഡിൽ പോകുന്നുണ്ട്, നമുക്ക് ഡൗട്ടുള്ളവർ പിന്നെ നമുക്ക് ചോദിച്ചാൽ മതി. അപ്പം അപ്പം ഇങ്ങനെ എടുക്കുമ്പോൾ 3 സംഭവങ്ങളാണ് കാണിക്കുക: പ്രൈമറി യൂസർ, വെരിഫിങ് അതോറിറ്റി, പ്രൈമറി യൂസർ കോപ്പറേറ്റീവ്. അപ്പോൾ നമ്മളത് പ്രൈമറി യൂസർ HOD. അപ്പോൾ നമ്മളുടെ ഇപ്പോൾ ജില്ലേൻ്റെ DMO ആണ് നമ്മളെ പ്രൈമറി യൂസർ. അപ്പം അവർ ചോദിക്കുകയാണ്, ഒരു പ്രൈമറി യൂസർ വെച്ചാൽ ഇത്രയും സാധനം മാൻഡേറ്ററി ആണ്. ആധാർ ലിങ്കിന് പോകുമ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ 3 കാര്യങ്ങൾ: ഒരു ഇമെയിൽ, ഒരു ഗവൺമെൻറ് ഇമെയിൽ ID, അത് nic.kerala.gov അല്ലെങ്കിൽ nic.gov. അത് കൊടുത്ത് നമ്മൾ പ്രൊസീഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പേജിലെത്തും. അപ്പോൾ നമുക്കറിയാം ഏതൊരു സാധനം വാങ്ങുമ്പോൾ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ വായിച്ച് നോക്കി അക്സെപ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ചോദിക്കും. ഇതിപ്പോൾ ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സൈറ്റായതുകൊണ്ട് അവർ ഇവിടെ നമുക്ക് ഈ ഓർഗനൈസേഷനിൽ നമുക്ക് മാറ്റാൻ പറ്റും. ഇവിടെ സ്റ്റേറ്റ് ഗവൺമെൻറ് എടുക്കാം, ഇവിടെ മിനിസ്റ്റർ എടുക്കുമ്പോൾ ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിന് കൊടുക്കാം, ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസ് കൊടുക്കാം, ഓർഗനൈസേഷൻ നമുക്ക് എന്ത് ചെയ്യാം, DMO ഉണ്ടെങ്കിൽ DMO കൊടുക്കാം. അല്ലെങ്കിൽ ഇവിടെ ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, വീണ്ടും ഇവിടെ DHS എടുത്തിട്ട് ഇവിടെ നമുക്ക് നമ്മൾ ഓഫീസിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓഫീസ് നെയിം, സോൺ നെയിം നമുക്ക് എന്ത് ചെയ്യാം, വയനാടാണെങ്കിൽ ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ ഹെൽത്ത് വയനാട് എന്ന് കൊടുക്കാം. അപ്പോൾ അടുത്ത പേജിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവിടെ
ഇപ്പോൾ ഡി എം മോഡ് ആണെങ്കിൽ ഡി എം മോഡ് ആധാറും പേഴ്സണൽ ഒഫീഷ്യൽ മൊബൈൽ നമ്പർ അല്ല, ആധാർ ലിങ്ക്ഡ് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറാണ് അത്. അതിപ്പം നമ്മൾ ഇപ്പോൾ ബയ്യർ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ പോലും ഈ പ്രൊസീജിയറിന് മാറ്റമില്ല. ആധാർ ലിങ്ക്ഡ് മൊബൈൽ നമ്പറും. അപ്പം നമുക്കിപ്പോൾ ഒഫീഷ്യൽ നമ്പർ കൊടുക്കാൻ പറ്റില്ല. നമ്മൾ ആധാർ ലിങ്ക് നമ്മൾ പേഴ്സണൽ നമ്പർ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൽ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ പ്രൈമറി യൂസർ ആയിട്ടുള്ള ഡി എമ്മോടെ ആധാർ നമ്പറും മൊബൈൽ നമ്പറും കൊടുത്ത് വെരിഫൈ ആധാർ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആധാർ OTP നമുക്ക് അറിയാൻ പറ്റും. ഇപ്പം നിങ്ങളിപ്പോൾ ഓഫീസ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്കിപ്പം DSC കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് ആധാർ ചെയ്യുമ്പോൾ OTP എന്നതുപോലെ ആധാർ ലിങ്ക്ഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. നമുക്ക് താഴെ കാണാൻ പറ്റും എൻ്റെ മൗസ് ഇവിടെ ആ ആധാർ ലിങ്ക്ഡ് മൊബൈൽ നമ്പറും ആധാർ ലിങ്ക്ഡ് മെയിൽ ID ആ OTP പോകും. അവിടെ OTP കൊടുത്ത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ആധാർ ഇവിടെ എഴുതി കാണിക്കും, ആധാർ വെരിഫൈഡ് സക്സസ്ഫുള്ളി എന്ന് എഴുതി കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ആളുടെ മൊബൈൽ നമ്പറും ആ ആളുടെ ആധാർ കൊടുത്തിട്ടുള്ള പേരും അവിടെ കാണിക്കും. ഇതൊരു നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് വേണം, DMOയുടെ ഒഫീഷ്യൽ മെയിൽ ID. ഇപ്പോൾ ഞാൻ DMO എന്ന് പറയുന്നത് പ്രൈമറി യൂസർ വയനാടിൻ്റെ ഉദ്ദേശിച്ച് ഞങ്ങൾക്ക് മനസ്സിലാവാനാണ് അങ്ങനെ പറയുന്നത്. അവിടെ വയനാട് DMOയുടെ ഒഫീഷ്യൽ ഇമെയിൽ ID, Gmail അല്ല, GOVയിലോ NICയിലോ തുടങ്ങുന്ന മെയിൽ ID ടൈപ്പ് ചെയ്യണം. 2 പ്രാവശ്യം ടൈപ്പ് ചെയ്ത് അതിലേക്ക് സെൻഡ് OTP കൊടുത്തു കഴിഞ്ഞാൽ ആ GOV മെയിലിലേക്ക് OTP വരും. ആ OTP എൻ്റർ ചെയ്ത് കഴിഞ്ഞ് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അവിടെ എഴുതി കാണിക്കും ഇമെയിൽ ID വെരിഫൈഡ് സക്സസ്ഫുള്ളി. നെക്സ്റ്റ് വീണ്ടും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ യൂസർ ID ക്രിയേറ്റ് ചെയ്യണം. അപ്പം സാധാരണ ഞാനൊക്കെ തുടക്കത്തിൽ എനിക്കുണ്ടായ മിസ്റ്റേക്ക്, ഞാൻ എൻ്റെ പേഴ്സണൽ പേരിലാണ് സാർ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ 2019 ജമ്മു തുടങ്ങുന്ന സമയത്ത് നൂൽപ്പേയിൽ പ്രൈമറി യൂസർ ഞാനായിരുന്നു, സെക്കൻഡറി യൂസർ എൻ്റെ അടുത്ത മെഡിക്കൽ ഓഫീസർ ആയിരുന്നു. പിന്നീടാണ് ഞാൻ DMO ലെവലിൽ ലോഗിൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് എൻ്റെ പഴയ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്തിട്ട് ഞാൻ അതിലേക്ക് സെക്കൻഡറി വീണ്ടും എന്നെ ആഡ് ചെയ്തത്. അപ്പോൾ അന്ന് ഞാൻ എൻ്റെ പേഴ്സണൽ പേരിലാണ് അന്ന് അടിച്ചത്. അപ്പോൾ അത് ഒരിക്കലും നമ്മൾ ചെയ്യരുത്. ഇപ്പോൾ സ്ഥാപനത്തിൻ്റെ പേരാണെങ്കിൽ ഇപ്പോൾ DMOയുടെ പ്രൈമറി യൂസർ DMO യൂസർ ID ഇപ്പോൾ വയനാട് DMO യൂസർ ID കയറിയിരിക്കുന്നത് DMO.WYD@1234. അതാണ് വയനാട് DMOയുടെ യൂസർ ID കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു പാസ്വേഡും കൊടുത്ത് ക്രിയേറ്റ് അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനൊരു മെസ്സേജിലേക്ക് കിടക്കും. DMO എന്ത് ചെയ്യാണ്, DMOയുടെ ഒഫീഷ്യൽ ഇതിലേക്ക് പേജിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, DMOയുടെ കാര്യങ്ങൾ ഇതിപ്പോൾ ഒരു ഡൽഹിയാണ് കാണിച്ചിട്ടുള്ള പവർ പോയിന്റിൽ. അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ വയനാട് DMOയുടെ സ്റ്റേറ്റ് കേരള, ഡിസ്ട്രിക്ട് വയനാട്, സ്ട്രീറ്റ് അഡ്രസ്സ്, ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ മാനന്തവാടി, ലാൻഡ് ലൈൻ നമ്പർ, വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ വെബ്സൈറ്റ് നിർബന്ധമായതുകൊണ്ട് നമ്മൾ എന്താ കൊടുക്കാറ്, നമ്മൾ DHSൻ്റെ വെബ്സൈറ്റ് അല്ലെങ്കിൽ DMOക്ക് ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ DHSൻ്റെ വെബ്സൈറ്റാണ് ഇവിടെ കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇത് ആണ് അത്. അപ്പം നമുക്കറിയാം ഇപ്പോൾ ഒരു ഐറ്റം ഒരു പേയ്മെൻറ്റ് ജമ്മിലൂടെ വാങ്ങിക്കഴിഞ്ഞാൽ പേയ്മെൻറ്റ് കൊടുക്കേണ്ട ഭാഗം എത്തുമ്പോഴാണ് ഈ പല തരത്തിലുള്ള പേയ്മെൻറ്റ് ജമ്മിൽ അലോ ചെയ്യേണ്ടിയിരിക്കുന്നത്. ഇതൊരു ഇന്ത്യ മൊത്തം ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് അപ്പോൾ പല സ്ഥലത്തും PFMS, ഇപ്പോൾ PMS ഒക്കെ നമുക്ക് കേരളത്തിലും വന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്താൽ മതി, അതേഴ്സ് എന്ന കോളാണ് പ്രൈമറി യൂസറായിട്ട്. കാരണം ഇതെന്ന് വെച്ചാൽ ഇവിടാണ് പ്രൈമറി യൂസറാണ് തീരുമാനിക്കുക സെക്കൻഡറി ആയിട്ടുള്ള ബയ്യർ എങ്ങനെയാണ് പേയ്മെൻറ്റ് കൊടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ നമ്മൾ ടിക്ക് ചെയ്യേണ്ടത് കേരളത്തിലെ ഒരു പ്രൈമറി യൂസർ എപ്പോഴും ടിക്ക് ചെയ്യേണ്ട അതേഴ്സാണ്. കാരണം നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്നത് നമ്മളെ ജമ്മു ഒരിക്കലും PFSമായിട്ട് ലിങ്ക്ഡ് അല്ല. നമ്മൾ ബില്ലെടുത്ത് ട്രഷറി കൊടുത്ത് അല്ലെങ്കിൽ HMC ഫണ്ട് അല്ലെങ്കിൽ പ്ലാൻ ഫണ്ട് എടുത്ത് ബിംസിന്ന് ബില്ലെടുത്ത് അല്ലെങ്കിൽ സ്മാർട്ടിന്ന് ബില്ലെടുത്ത് അതൊരു ഓഫ്ലൈൻ പേയ്മെൻറ്റ് മോഡാണ്. നമ്മൾ ബില്ലെടുത്ത് ട്രഷറി കൊടുക്കുന്നു, പേയ്മെൻ്റ് ആയിട്ട് ആ UTR നമ്പറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ജമ്മിൽ അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ PFMS ആണെങ്കിൽ ഡയറക്റ്റ് പേയ്മെൻറ്റ് അടക്കുമ്പോൾ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് ഓൾ ലിങ്ക്ഡ് ആയതുകൊണ്ട്. അപ്പം ഒരു പ്രൈമറി യൂസർ ഇവിടെ തീരുമാനിക്കും, അതേഴ്സ് എന്ന ടിക്ക് മാത്രം നമ്മൾ ഇട്ടാൽ മതി. അപ്പം ഇവിടെ DMOയുടെ പേഴ്സണൽ പേരും
സ്ഥാപനത്തിന് പാൻ ഉണ്ടെങ്കിൽ അത് കൊടുക്കും, അല്ലെങ്കിൽ പേഴ്സണൽ പാൻ കൊടുക്കാം. GST ഉണ്ടെങ്കിൽ GST നമ്പർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഇല്ലെങ്കിൽ നോ കൊടുത്തിട്ട് സേവ് ചെയ്യാം. ഇതൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടാവും. പ്രൈമറി പേരും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഡെസിഗ്നേഷൻ പ്രൈമറി യൂസർ എന്നിട്ട് ഡെസിഗ്നേഷൻ വരുമ്പോൾ ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ ഹെൽത്ത്, ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ്, നെയിം ആസ് ഇൻ പാൻ. ഇത് കമ്പൽസറി, സ്റ്റാർ ഡാത്തൊന്നും കമ്പൽസറി അല്ല. ഇല്ലെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ GST കമ്പൽസറി ആണ്. അത് യെസ് ഓർ നോ കൊടുക്കണം. നോ കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമില്ല. ഇവിടെയാണ് അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഈ കോമ്പറ്റൻ്റ് അതോറിറ്റി മെയിൽ, ഇതിപ്പോൾ ഒരു കേരളത്തിലാണെങ്കിൽ ഇവിടെ നമ്മുടെ ചീഫ് സെക്രട്ടറിയുടെ, കേരള ചീഫ് സെക്രട്ടറിയുടെ മൗസ് പോയിന്റ് നിങ്ങൾ കാണാൻ പറ്റും. ഇവിടെ കേരള ചീഫ് സെക്രട്ടറിയുടെ ഒഫീഷ്യൽ മെയിൽ ID ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾ DHSൻ്റെ പേര്, ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ ഇത് നിർബന്ധമില്ല DHS ആവണം. ഞാൻ പറഞ്ഞത് ഹൈയാർക്കി ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. ഇനി ഇല്ലെങ്കിൽ നിങ്ങൾ GOVയുടെ മെയിൽ ID ഉള്ള ആരെ ID കൊടുത്താലും എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഇത് വെരിഫൈ ചെയ്യാൻ പറ്റും. ജെമ്മിൻ്റെ ഡ്രോബാക്ക് ആണെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ഇത് ശരിക്കും ഞാൻ പറഞ്ഞത് DHSൻ്റെ കയ്യിൽ കൊടുക്കാവും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ സുപ്പീരിയർ ഓഫീസേഴ്സ് അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ നമ്മൾ DHSൻ്റെ പേര്, ഡീറ്റെയിൽസ്, ഈ ഒഫീഷ്യൽ മെയിൽ ID, ഒഫീഷ്യൽ ഫോൺ നമ്പർ കൊടുത്ത് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വെരിഫൈങ് അതോറിറ്റിയിലേക്ക് ഈ മെയിൽ പോകും. അപ്പം ഈ ഹാസ് ബീൻ സെൻഡ് ടു വെരിഫൈ അതോറിറ്റി ഫോർ ആക്ഷൻ എന്ന് പറയും. അപ്പോൾ വെരിഫൈ അതോറിറ്റി അവരുടെ ഒഫീഷ്യൽ GOV മെയിൽ തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതി കാണിക്കും, ഡിയർ സർ, മാഡം, ഇന്ന് പറയുന്ന ആൾ പ്രൈമറി യൂസറായിട്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ ഡീആക്ടിവേഷൻ ലിങ്ക് ഉണ്ട്. അപ്പം അത് അടിക്കാതെ നമ്മൾ എന്ത് ചെയ്താൽ മതി, അത് ആക്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഓട്ടോമാറ്റിക്കായിട്ട് എന്താവും, ആ പ്രൈമറി യൂസറെ അക്കൗണ്ട് ക്രിയേറ്റ് ആയി. 48 മണിക്കൂറിൻ്റെ ഉള്ളിൽ വെരിഫൈങ് അതോറിറ്റി ഓഫീസർ അത് അപ്രൂവ് ചെയ്തില്ല, ഓട്ടോമാറ്റിക്കായിട്ട് അത് അപ്രൂവ് ആവും. അപ്പോൾ വെരിഫൈങ് അതോറിറ്റി അറിഞ്ഞില്ല എന്നുള്ളൊരു ഇത് വരാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ ഒരു DM ഒരു പ്രൈമറി യൂസർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ DHSനോട് ഇങ്ങനെ അനുമതി വാങ്ങി ചെയ്യണതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഇങ്ങനെ പറയും, നിങ്ങളുടെ പ്രൊഫൈൽ ഹാസ് ബീൻ കംപ്ലീറ്റ്. ഇതും കൂടി പ്രൈമറി യൂസർ അക്കൗണ്ട് കംപ്ലീറ്റ് ആവണമെങ്കിൽ വെരിഫൈങ് അതോറിറ്റി ഓഫീസർ എന്ത് വേണം, ഈ അക്കൗണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് കാണിച്ചു കഴിഞ്ഞാൽ പ്രൈമറി യൂസർക്ക് എന്തായി, പ്രൈമറി യൂസർ അക്കൗണ്ടായി. ഇനി വയനാട് ജില്ലയിൽ മെഡിക്കൽ ഓഫീസറായിട്ടുള്ള പ്രൈമറി യൂസർ എനിക്ക് വയനാട് ജില്ലയിൽ എല്ലാ സ്ഥാപനങ്ങളും പോയി അടക്കമുള്ള എല്ലാ PHC, CHC, താലൂക്ക് ഹോസ്പിറ്റൽ, ജില്ലാ ആശുപത്രി എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, പ്രൈമറി യൂസറായിട്ടുള്ള DMOക്ക് ഇനി സെക്കൻഡറി യൂസറായിട്ടുള്ള അവിടുത്തെ സ്ഥാപന മേലാധികാരിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബയ്യറായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ടോപ്പിക്ക് ഇവിടെ അവസാനിക്കുകയാണ്. ഇപ്പോൾ പ്രൈമറി യൂസറിൻ്റെ റോൾ എന്ന് പറഞ്ഞത്, പ്രൈമറി യൂസർ അക്കൗണ്ട് ക്രിയേഷൻ നമ്മൾ പഠിച്ചു. പ്രൈമറി യൂസർ റോൾ എന്ന് പറഞ്ഞത് സെക്കൻഡ് യൂസർ ആഡ് ചെയ്യുന്നത്, അത് ഞാൻ അടുത്ത പവർ പോയിന്റിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു പ്രൈമറി യൂസർക്ക് വേണ്ടത് ആധാർ ഉണ്ടാവണം, ആധാർ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ, ഒരു NICയുടെ മെയിൽ ID, പിന്നെ ഒരു വെരിഫൈങ് അതോറിറ്റി. അത് ചിലപ്പോൾ DHS ആണ് എപ്പോഴും ആവേണ്ടത്. പ്രൈമറി യൂസറുടെ ക്രിയേഷൻ ഇവിടെ തീർന്ന് ഇനി ഞാൻ അടുത്ത മൂന്നാമത്തെ പവർ പോയിന്റിലേക്ക് പോവുകയാണ്. ഞാൻ സൈഡ് ഒന്ന് ഷെയർ ചെയ്തോട്ടെ. അപ്പോൾ വയനാട് DMO പ്രൈമറി യൂസറായിട്ട് അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ വയനാട് ജില്ലയിലെ ഏതെങ്കിലും സ്ഥാപനം, ഞാൻ വയനാട് ഉദ്ദേശിക്കുന്ന ഞാൻ വയനാട് വർക്ക് ചെയ്യുന്നത് അങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പം വയനാട് ജില്ല, അപ്പോൾ നമ്മൾ പ്രൈമറി യൂസറായിട്ട് DMOനെ നമ്മൾ ആഡ് ചെയ്തു. ഇപ്പോൾ DMOൻ്റെ അക്കൗണ്ട് DHS വെരിഫൈ ചെയ്തു, അപ്രൂവൽ കൊടുത്തു, പ്രൈമറി യൂസർ അവിടെ ക്രിയേറ്റ് ആയി. ഇനി നമ്മൾ വയനാട് ജില്ലയിൽ മറ്റു സ്ഥാപനങ്ങളിലെ സ്ഥാപന മേലധികാരികളെ നമ്മൾ ബയ്യറായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്, പ്രൈമറി യൂസറായിട്ടുള്ള DMO ഒരു ബ്രൗസർ എടുത്ത് gem.gov.in എന്ന സൈറ്റിൽ ലോഗിൻ ചെയ്തു. അതിലേക്ക് കയറുന്ന മുന്നേ ബയ്യറിൻ്റെ റോൾ എന്തൊക്കെയെന്നാണ് ജെം പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്,
പ്രൈമറി യൂസർ സെക്കൻഡറി യൂസറെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി DMO നമ്മൾ ഇപ്പോൾ ഒരു സ്ഥാപനം ഇപ്പോൾ FXC നൂൽപ്പേലെ മെഡിക്കൽ ഓഫീസർ ഞാൻ എന്ത് ചെയ്തു DMOക്ക് റിക്വസ്റ്റ് കൊടുത്തു എനിക്കിങ്ങനെ ഒരു സെക്കൻഡറി ബയ്യർ യൂസറായിട്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പം അതിന് ഞാനൊരു DMOക്ക് ഒരു ലെറ്റർ കൊടുത്തപ്പോൾ ആ ലെറ്റർ കൊടുത്ത അടിസ്ഥാനത്തിൽ DMO ജമ്മു യൂസ് ചെയ്യുന്ന ഉദ്യോഗസ്ഥ ചുമതലപ്പെടുത്തി ഇന്ന സ്ഥാപനത്തിൽ ഇന്ന ആളുകൾക്ക് ഇത്ര അക്കൗണ്ട്. അപ്പം DMO ലോഗിൻ ചെയ്യും. അപ്പം നേരത്തെ പവർ പോയിന്റിൽ പറഞ്ഞതുപോലെ DMO എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു യൂസർ ID ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്യുന്നത്. അപ്പം സാധാരണ ഒരു ലോഗിൻ അടുത്ത് കഴിഞ്ഞാൽ ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കാണുക. ഇത് പഴയ സൈറ്റാണ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ജെമ്മിൻ്റെ സൈറ്റ് അപ്ഡേറ്റ് ആയിട്ട് ഇപ്പം യൂസർ ID അതുപോലെ ഈ ക്യാപ്ഷ ഫില്ല് ചെയ്താൽ മാത്രം പോരാ, ഇപ്പോൾ OTP കൂടി ചോദിക്കുന്നുണ്ട്. എനിക്കൊന്ന് ജെമ്മ് ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ പല ആളുകളും പല സെല്ലേഴ്സും ബയ്യേഴ്സിന് ഇത് അറിയാത്തതുകൊണ്ട് നന്നായിട്ട് മിസ്യൂസ് ചെയ്യുന്നുണ്ട് നമ്മളെ വന്നിട്ട്. ഞങ്ങൾ ജമ്മിൽ രജിസ്റ്റേർഡ് സെല്ലേഴ്സാണ്, നിങ്ങളെ യൂസർ ID തരികയാണെങ്കിൽ ഞങ്ങൾ പ്രൊഡക്റ്റ് ആഡ് ചെയ്ത് തരാം, ഞങ്ങൾ പ്രൊഡക്റ്റ് ഞങ്ങൾ L1 ആക്കി തരാം, ഞങ്ങൾ പ്രൊഡക്റ്റ് ഞങ്ങൾ ബിഡ് ഇട്ട് തരാം അങ്ങനെ പറഞ്ഞ് കുറേ സെല്ലേഴ്സ് ഇന്ന് കേരളം മൊത്തം ഇന്ത്യ മൊത്തം നടക്കുന്ന ഒരു സ്ഥിതിയാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യും, നമ്മൾ ചെയ്യാൻ ഒരു മടിയുള്ളത് കൊണ്ട് അല്ലെങ്കിൽ അറിയാത്തതുകൊണ്ട് നമ്മൾ യൂസർ ID പാസ്വേഡ് കൊടുക്കും. ഇപ്പോൾ ജെമ്മ സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. ഓരോ പ്രാവശ്യം ജെമ്മിൽ ഇപ്പോൾ ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കയറി നോക്കാൻ മനസ്സിലാവും. ഇപ്പോൾ ജെം യൂസ് ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാൻ പറ്റും. ഇപ്പോൾ ID മാത്രം കൊടുത്താൽ പോരാ, ഇപ്പോൾ നിങ്ങളുടെ ഈ ആധാർ ലിങ്ക്ഡ് ഫോണിലേക്ക് മൊബൈൽ നമ്പറിലേക്ക് OTP ജെമ്മിൻ്റെ മൊബൈൽ നമ്പർ OTP കൂടി വന്നിട്ടാണ് ലോഗിൻ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഇവിടെ പാസ്വേഡ് കൊടുത്ത് ഇപ്പോഴത്തെ സൈറ്റിൽ ഈ പാസ്വേഡിൻ്റെ റൈറ്റ് സൈഡിൽ ജനറേറ്റ് OTP എന്ന് കാണിക്കും. അത് കൊടുത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഒരു പ്രൈമറി യൂസറുടെ പേജ് എന്ന് പറയുന്നത്. പ്രൈമറി യൂസർ DMOയുടെ വയനാട് DMOയുടെ പ്രൈമറി. അപ്പോൾ ഇവിടെ ഈ യൂസേഴ്സ് എന്ന് പറയുന്ന ബട്ടൺ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അടുത്ത പേജിലെത്തുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ ഇതിൽ ഈ ക്രിയേറ്റ് ജെം ബയ്യർ ID മെയിൽ ഇനി നിങ്ങളത് ഓർത്ത് വെക്കേ വേണ്ട. അത് പഴയ പവർ പോയിൻ്റ് ആണ്, അത് നോക്കേ വേണ്ട. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ സെക്കൻഡറി യൂസേഴ്സിനും NICയുടെ അല്ലെങ്കിൽ GOVയുടെ മെയിൽ നിർബന്ധമായിരുന്നു. അങ്ങനെ മെയിൽ ഉണ്ടാക്കാൻ പ്രയാസമാണെങ്കിൽ പ്രൈമറി യൂസറായിട്ടുള്ള DMOക്ക് gem.buyyer.in എന്ന് പറയുന്ന അവസാനിക്കുന്ന മെയിൽ ID ക്രിയേറ്റ്, ആ മെയിൽ ID വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, സെക്കൻഡറി ബയ്യറിനെ DMOക്ക് ക്രിയേറ്റ് ചെയ്യാം. പക്ഷെ നിലവിൽ ഇപ്പോൾ എന്തുണ്ട്, ജെം ബയ്യർ അല്ലെങ്കിൽ GOVയുടെ മെയിൽ ID സെക്കൻഡറി യൂസറായിട്ടുള്ള എന്തെങ്കിലും നിർബന്ധമല്ല, Gmail Hotmail ഒക്കെ ചെയ്യാൻ പറ്റുമെന്ന് അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട, ഇത് പഴയ പവർ പോയിൻ്റ് ആണ്. അപ്പോൾ ഇവിടെ അടുത്ത സ്റ്റേജ് മാനേജ് ഡിവിഷൻ. അപ്പം വയനാട് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ അണ്ടറിലാണ് ആരുള്ളത്, DMOൻ്റെ അണ്ടറിലാണ് ഫാമിലി ഹെൽത്ത് സെൻറ്റർ നൂൽപ്പുഴ ഉള്ളത്. അപ്പോൾ മാനേജ് ഡിവിഷൻ എന്ന ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ അവിടെ ന്യൂ ഡിവിഷനിൽ എന്ത് ചെയ്യും, നമ്മൾ DMOൻ്റെ അണ്ടറിൽ ന്യൂ ഡിവിഷനിൽ ഫാമിലി ഹെൽത്ത് സെൻറ്റർ നൂൽപ്പുഴ എന്നടിക്കും. സെയിം അഡ്രസ്സ് ആണെങ്കിൽ DMO അത് അഡ്രസ്സാണ് എടുത്ത് ടിക്ക് ഇട്ടാൽ മതിയെന്ന്. പക്ഷേ ഇവിടെ ടിക്ക് ഇടരുത്. ഇനി DMO എന്തെങ്കിലും പർച്ചേസ് ഉണ്ടെങ്കിൽ DMOക്ക് ടിക്ക് ഇട്ടിട്ട് ഡെപ്യൂട്ടി DMO എന്ത് ചെയ്യാം, ബയ്യറാക്കാം. പക്ഷേ ഇപ്പം ഞാൻ റിക്വസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഫാമിലി ഹെൽത്ത് സെൻറ്റർ നൂൽപ്പുഴ മെഡിക്കൽ ഓഫീസർ ആയതുകൊണ്ട് ഈ ടിക്ക് ഈ സെയിം ആസ് ഓർഗനൈസേഷന് കൊടുക്കരുത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, ഡിവിഷൻ ഫാമിലി ഹെൽത്ത് സെൻറ്റർ നൂൽപ്പുഴ പിൻകോഡ് സ്റ്റേറ്റ് കേരള ഡിസ്ട്രിക്ട് വയനാട് FXC നൂൽപ്പുഴയുടെ ഒഫീഷ്യൽ അഡ്രസ്സ് GST നമ്പർ ഉണ്ടെങ്കിൽ GST കൊടുത്ത് ആഡ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇവിടെ ആഡ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇവിടെ ഈ അഡ്മിൻ എന്ന സ്ഥലത്ത് ഫാമിലി ഹെൽത്ത് സെൻറ്റർ നൂൽപ്പുഴ എന്നും പാർലമെൻറ്റ് സ്ട്രീറ്റ് അഡ്രസ്സിലോടത്ത് ഫാമിലി ഹെൽത്ത് സെൻറ്റർ ഫുൾ അഡ്രസ്സും ഇവിടെ നെയിം ഉള്ളിടത്ത് മെഡിക്കൽ ഓഫീസറിനോ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് സർജനെ കൊടുത്ത് കഴിഞ്ഞ് സ്റ്റേറ്റ് കേരള വരും, ഇത് വരും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, വയനാട് DMOയുടെ അണ്ടറിൽ FXC നൂൽപ്പുഴ എന്ന് പറയുന്ന ഒരു ഡിവിഷൻ എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്ത് വെച്ചു. ഇനി എന്ത് ചെയ്യണം, ഈ FXC നൂൽപ്പുഴയിലേക്ക് ബയ്യറായിട്ട് ആരെ ആഡ് ചെയ്യണം, ബയ്യറായിട്ട് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് നൂൽപ്പുഴ മെഡിക്കൽ ഓഫീസർ ആഡ് ചെയ്യണം DMO. അപ്പോൾ അവിടെ ആഡ് സെക്കൻഡറി യൂസേഴ്സ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ
ആഡ് സെക്കൻഡ് യൂസേഴ്സ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ എത്തും. ഈ പേജിലേക്ക് നെക്സ്റ്റ് പേജാണത്. അപ്പോൾ അവിടെ മാനേജ് പോസ്റ്റ് എന്ന് പറയുന്ന ഇതിലുണ്ട്. എന്ത് പോസ്റ്റാണ് കൊടുക്കേണ്ടത് DMO? ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു PHCയിൽ സെക്കൻഡറി യൂസേഴ്സിൽ മിനിമം 3 ആളുണ്ടാവണം. ഒരു ബയ്യർ, ഒരു കൺസേഗിനി, ഒരു പേയ്മെൻറ്റ് ഓഫീസർ. പക്ഷേ ജെമ്മിൽ ബയ്യറും കൺസേഗിനും ഒരാൾക്കാവും. അപ്പോൾ മിനിമം 2 യൂസർ മതി. അപ്പോൾ 100 FXCയിൽ അവിടുത്തെ മെഡിക്കൽ ഓഫീസറാണ് ബയ്യറും കൺസേഗിനും പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നെയിം എന്താ കൊടുക്കുന്നത്, എന്താണ് ഡെസിഗ്നേഷൻ? എനിക്ക് അത് മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ അസിസ്റ്റന്റ് സർജൻ എന്ന് കൊടുക്കാം. ഡിവിഷൻ എന്ന് പറയുന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ FXC നൂൽപ്പുഴ എന്ന് കാണിക്കും. ഓർഗനൈസേഷൻ ഉള്ളിടത്ത് DMO ഹെൽത്ത് എന്ന് കാണിക്കാം, ഡിവിഷൻ ഉള്ളിടത്ത് FXC നൂൽപ്പുഴ എന്ന് കാണാം. എന്ത് റോളാണ് കൊടുക്കുന്നത് FXC നൂൽപ്പുഴ മെഡിക്കൽ ഓഫീസർക്ക്? ബയ്യർ ആൻഡ് കൺസേഗിനി. സാധനം വാങ്ങുന്ന ആളും സ്റ്റോക്ക് എടുക്കുന്ന ആളും ബയ്യർ ആൻഡ് കൺസേഗിനി കൊടുത്തു. അത് കൊടുത്ത് അടുത്ത പേജിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ ഡെസിഗ്നേഷൻ മെഡിക്കൽ ഓഫീസർ, ഡിവിഷൻ FXC നൂൽപ്പുഴ, സെലക്ട് റോള് 2 ചെക്ക് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ ചെക്ക് ചെയ്തത്? റോൾസ് ബയ്യറും നിങ്ങൾക്ക് കാണാൻ പറ്റും, ബയ്യറും കൺസേഗിനിയും. യൂസർ ID കൊടുക്കുക. ഒരു കാരണവശാലും ഇവിടെ യൂസർ ID കൊടുക്കുമ്പോൾ പേഴ്സണൽ പേര് കൊടുക്കരുത്. ഞാൻ കൊടുത്ത് FXC നൂൽപ്പുഴ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ ഒഫീഷ്യൽ FXC നൂൽപ്പുഴയുടെ ജെമ്മിൻ്റെ ബയ്യർ ID dr.dahar.vp എന്നാണ്. അങ്ങനെ കൊടുത്തിട്ട് കുഴപ്പമില്ല. ഞാനിവിടെ ട്രാൻസ്ഫർ ആയി പോകുമ്പോൾ ഈ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുന്നില്ല. ഇത് അടുത്ത ആൾക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുമ്പോൾ ഒഫീഷ്യൽ യൂസർ ID എന്ത് ചെയ്യില്ല, മാറില്ല. അത് ഇനി കാലാകാലം dr.dahar.vp എന്നായിരിക്കും. അപ്പോൾ ഒരിക്കലും ഇപ്പോൾ ശരിക്കും ഇവിടെ കൊടുക്കേണ്ടത് MOFXC@നൂൽപ്പുഴയെന്നോ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് ബന്ധപ്പെട്ട എന്തെങ്കിലും പേരായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൊടുക്കേണ്ടത്, DMO കൊടുക്കേണ്ടത്. ഒഫീഷ്യൽ ഇമെയിൽ ID ഉള്ളിടത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ GOVയുടെ മെയിൽ ID നിർബന്ധമല്ല, നേരത്തെ നിർബന്ധമായിരുന്നു. അപ്പം GOVയുടെ മെയിൽ ID ഇല്ലെങ്കിൽ അപ്ലൈ ഫോർ ജെം ബയ്യർ അതും ഇപ്പം നിർബന്ധമല്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ Gmailൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ആക്സെപ്റ്റഡ് ആണ്. പ്രൈമറി യൂസർക്ക് മാത്രം എന്ത് മതി, ഇപ്പം NICയുടെ മെയിൽ ID മതി. അത് കഴിഞ്ഞ് FXC നൂൽപ്പുഴയുടെ ഒഫീഷ്യൽ ഫോൺ നമ്പറും ലാൻഡ് ലൈൻ നമ്പറെല്ലാം കൊടുത്തിട്ട് ആഡ് പോസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് അടുത്ത സ്ലൈഡ് കാണിക്കുന്നത് ജെം ബയ്യർ ഇമെയിൽ ക്രിയേറ്റ് ചെയ്യണം. ആ പേജ് ഞാൻ സ്കിപ്പ് ചെയ്യാണ്, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്നതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോസ്റ്റാണ് നമ്മൾ FXC നൂൽപ്പുഴയിൽ അവിടുത്തെ മെഡിക്കൽ ഓഫീസറെ ബയ്യറും കൺസേഗിനും ഞാൻ തിരഞ്ഞെടുത്ത് യൂസർ ID കൊടുത്തു. MOFXC@നൂൽപ്പുഴയെന്നോ അല്ലെങ്കിൽ FXC നൂൽപ്പുഴ@120 എന്ത് വേണമെങ്കിലും കൊടുക്കാം. നമ്മൾ സ്ഥാപന പേര് റിലേറ്റഡ് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഒഫീഷ്യൽ ഇമെയിൽ ID GOVയിൽ കൊടുക്കാം, അല്ലെങ്കിൽ Gmail സ്ഥാപനത്തിൻ്റെ PHC@nulpura@gmail.com എന്ത് വേണമെങ്കിലും കൊടുക്കാം. ആഡ് പോസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ലിങ്ക് ക്രിയേറ്റ് ആയി. അപ്പം ഇങ്ങനെ കാണിക്കും, അടുത്ത പേജിൽ ഇങ്ങനെ കാണിക്കും. പ്രൈമറി യൂസർ DMO ഉണ്ട്, സൂപ്രണ്ട് സ്ഥാനത്ത് മെഡിക്കൽ ഓഫീസർ, യൂസർ ID FXC@123 ഒഫീഷ്യൽ മെയിൽ ID, റോൾ എന്താണ്, ബയ്യർ ആൻഡ് കൺസേഗിനി, സ്റ്റാറ്റസ് ഇനാക്റ്റീവ്. അതായത് പ്രൈമറി യൂസർ FXC നൂൽപ്പുഴ എന്ന് പറയുന്ന സ്ഥാപനത്തിലെ മെഡിക്കൽ ഓഫീസറെ ബയ്യറും കൺസേഗിനായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്തായിട്ടില്ല, ലിങ്ക് ആയിട്ടില്ല. അപ്പോൾ ഇനി ഈ അക്കൗണ്ട് ആക്റ്റീവ് ആവണമെങ്കിൽ നമ്മൾ ഈ കൊടുത്തിട്ടുള്ള ഈ ഒഫീഷ്യൽ ഈ ഇമെയിലിലേക്ക് ഒരു ലിങ്ക് പ്രൈമറി യൂസർ ഇവിടെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പോയിട്ടുണ്ട്. അപ്പോൾ DMO അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബയ്യർ കൊടുത്ത മെയിൽ ID ഇങ്ങനെ ഒരു മെയിൽ പോകും. അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരിക, യുവർ ഓർഗനൈസേഷൻ പ്രൈമറി യൂസർ ജസ്പ്രീത് ബുംറ സ്ഥാനത്ത് ആര് പേര് വരും, വയനാട് DMOയുടെ പേര് വരും. ആസ് ഇൻവൈറ്റഡ് ആരെ, ഡോക്ടർ ദാഹർ മുഹമ്മദ് ഫോർ FXC നൂൽപ്പുഴ എന്താണ് ഇമെയിൽ ഇങ്ങനെ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ വെരിഫൈ മീ നൗ എന്ന് വരും. അപ്പം ഞാൻ എന്ത് ചെയ്യും, അപ്പോൾ എനിക്ക് DMO കമ്മ്യൂണിക്കേഷൻ വരും, നിങ്ങളെ പ്രൈമറി യൂസറായിട്ടുള്ള DMO നിങ്ങളെ ഒഫീഷ്യൽ മെയിലിലേക്ക് ലിങ്ക് അയച്ചിട്ടുണ്ട്. ആ ലിങ്കിൽ ഇനി ചെയ്യേണ്ടത് ആരാണ്, DMOയുടെ റോള് കഴിഞ്ഞു. ഇനി സെക്കൻഡറി യൂസറായിട്ടുള്ള ബയ്യറും കൺസേഗിനി ആയിട്ടുള്ള
FX നൂൽപ്പൽ മെഡിക്കൽ ഓഫീസറാണ് എന്ത് ചെയ്യേണ്ടത്, ഈ അക്കൗണ്ട് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ലിങ്കിൽ അടിക്കുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഈ പേജിലേക്കായിരിക്കും പോവുക. ഇപ്പം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് എല്ലാവർക്കും അറിയാം. ഇങ്ങനെ ലിങ്കിലേക്ക് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ പേജിൽ ഇങ്ങനെ കാണിക്കൽ ഓറഞ്ച് ടൈപ്പ് സ്റ്റേറ്റ് ഗവൺമെൻറ്, സ്റ്റേറ്റ് കേരള, ഡിപ്പാർട്ട്മെൻറ്റ്, ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസ്, ഓർഗനൈസേഷൻ, ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ ഹെൽത്ത്, ഓഫീസ് സോണും ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ, അല്ലെങ്കിൽ ഡിവിഷന് FXC നൂൽപ്പുഴ, ഒഫീഷ്യൽ മെയിൽ ID ഉണ്ടെങ്കിൽ കൊടുക്കുക. അപ്പം നേരത്തെ ഒഫീഷ്യൽ മെയിലിൽ കൊടുത്തുകൊണ്ട് FXC നൂൽപ്പുഴ @kerala.gov.in നേരത്തെ കൊടുത്തത്. ഇനി ഇതില്ലെങ്കിൽ psc.nulpuya@gmail.com എന്ന് കൊടുക്കാം. സ്ഥാപന മേധാവിയുടെ ആധാർ, മെഡിക്കൽ ഓഫീസർ ആധാർ നമ്പർ, ആധാർ ലിങ്ക്ഡ് മൊബൈൽ നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ, വെരിഫൈ ആധാർ കൊടുത്തു കഴിഞ്ഞാൽ OTP വരും. OTP വന്നു കഴിഞ്ഞാൽ വെരിഫൈ കൊടുക്കുക. പ്രൈമറി യൂസർ ചെയ്ത് അതേപോലെ തന്നെ സ്റ്റെപ്പാണ്, യാതൊരു മാറ്റമില്ല. അപ്പോൾ എഴുതി കാണിക്കും യുവർ ആധാർ ആൻഡ് മൊബൈൽ നമ്പർ വെരിഫൈഡ് സക്സസ്ഫുള്ളി. എന്നിട്ട് നമ്മൾ അടുത്ത പേജിലേക്ക് എത്തുമ്പോൾ ഇവിടെ നമ്മളുടെ എല്ലാ ഡീറ്റെയിൽസും ഓട്ടോമാറ്റിക്കായിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ടാവും. ഇവിടെ നമ്മളെ പേരും ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഫീഷ്യൽ മെയിൽ ID കാണിക്കും, ആധാർ നമ്പർ എല്ലാം വെരിഫൈ ഒക്കെ ടിക്കറ്റ് ഉണ്ടാവും. ഫസ്റ്റ് നെയിം ദാഹർ മുഹമ്മദ്, ലാസ്റ്റ് നെയിം VP, യൂസർ ID നമുക്കിവിടെ യൂസർ ID കൊടുക്കാം. കൊടുത്ത് പാസ്വേഡ് 2 പ്രാവശ്യം പാസ്വേഡ് കൺഫർമേഷൻ കൊടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മളെ അക്കൗണ്ട് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ആയി. ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ യൂസർ ID വന്നിട്ടുണ്ടാവും. പാസ്വേഡും കൊടുത്ത് യൂസർ ID നമുക്ക് DM ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. FXC@nulpuya എന്ന യൂസർ ID ക്രിയേറ്റ് ചെയ്ത് പാസ്വേഡ് മാത്രം ആര് കൊടുത്താൽ മതി, സെക്കൻഡറി യൂസർ ആയിട്ടുള്ള ബയ്യർ ആയിട്ടുള്ള FXC നൂൽപ്പൽ മെഡിക്കൽ ഓഫീസർ കൊടുത്താൽ മതി. കാരണം യൂസർ ID ഓൾറെഡി DM എന്ത് ചെയ്തിട്ടുണ്ട്, ക്രിയേറ്റ് ചെയ്ത് തന്നിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ നമ്മൾ നമ്മുടെ പോസ്റ്റ് ഒന്നും കൂടെ കൺഫേം ചെയ്ത് ബയ്യറും കൺസേഗിനിയാണ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, ബയ്യർ അക്കൗണ്ട് ക്രിയേറ്റ് ആയി. അപ്പം പ്രൈമറി യൂസർ അല്ല DMO വയനാട് ജില്ലയിൽ FXC നൂൽപ്പൽ മെഡിക്കൽ ഓഫീസറെ ബയ്യറും കൺസേഗിനി ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, പർച്ചേസിലേക്ക് കടക്കാം. പക്ഷേ ഇതൊരു ട്രാൻസ്പെറൻസി പർച്ചേസാണ്. പേയ്മെൻറ്റ് അതോറിറ്റി ഓഫീസർ എന്ന് പറയുന്ന ഒരു സെക്കൻഡറി യൂസറും കൂടി ക്രിയേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. അതില്ലെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്നത് യാതൊരു തടസ്സമില്ല. പക്ഷേ ഇതൊരു വൺ മാൻ ഷോ കളി ആവരുത് ഒരിക്കലും. നമ്മൾ എന്ത് സാധനം വാങ്ങുന്നുണ്ടെങ്കിലും ഇപ്പോൾ 2-3 ഓഫീസിലെ ഹെഡ് ക്ലർക്കിനോ സീനിയർ ക്ലർക്കിനോ സാധാ ക്ലർക്കിനോ എന്ത് ചെയ്യാം, പേയ്മെൻറ്റ് അതോറിറ്റി ഓഫീസർ ആക്കാം. അല്ലെങ്കിൽ അടുത്ത സെക്കൻഡ് മെഡിക്കൽ ഓഫീസർ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പേയ്മെൻറ്റ് അതോറിറ്റി ഓഫീസർ ആക്കാം. അല്ലെങ്കിൽ ഒരു താലൂക്ക് ഹോസ്പിറ്റലോ ജില്ലാ ആശുപത്രി ആണെങ്കിൽ ലേ സെക്രട്ടറിന് എന്ത് ചെയ്യാം, സൂപ്രണ്ട്മാർക്ക് പേയ്മെൻറ്റ് അതോറിറ്റി ഓഫീസർ. അപ്പം ആ ഫയൽ പ്രോസസ്സ് കടന്നു പോകുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, ഈ ഫയല് കണ്ടിരിക്കണം. അപ്പം ഇവിടെ നമ്മൾ സെക്കൻഡറി യൂസറുടെ ഇതും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി ഞാൻ ഈ പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ, ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. ഇല്ലെങ്കിൽ ഞാൻ അടുത്ത പവർ പോയിന്റിൽ എടുക്കാൻ പോവുകയാണ്. ആർക്ക് എന്തെങ്കിലും സംശയമുണ്ട്. ഇപ്പം നമ്മൾ പ്രൈമറി യൂസറെ ക്രിയേറ്റ് ചെയ്തു, സെക്കൻഡറി യൂസറെ ക്രിയേറ്റ് ചെയ്തു. ഇനി ഇപ്പം DMO പ്രൈമറി യൂസറെ സെലക്ട് ചെയ്തപ്പം ബയ്യർ ആൻഡ് കൺസേഗിനിയാണ് സെലക്ട് ചെയ്തത്. ബയ്യറും കൺസേഗിനിയും പേയ്മെൻറ്റ് അതോറിറ്റി ഓഫീസറും ഒരാൾക്കാവാൻ പറ്റില്ല. ബയ്യറും കൺസേഗിനിയും ഒരാൾക്കാവാം, പേയ്മെൻറ്റ് അതോറിറ്റി ഓഫീസർ വേറെ ആളാവണം. ഇത് എപ്പോഴും നിങ്ങൾ മനസ്സിലുണ്ടാവണം. ബയ്യറും കൺസേഗിനിയും ഒരാൾക്കാവാം, പേയ്മെൻറ്റ് ആൻഡ് അക്കൗണ്ട് ഓഫീസർ ഒരാൾക്കാവാം. ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിൽ ചോദിക്കാം. നമ്മൾ ഇനി ഞാൻ 2 ടോപ്പിക് കൂടെ കവർ ചെയ്യാൻ പോകുന്നത് ഡയറക്റ്റ് പർച്ചേസും L1 കമ്പാരിസൺ പർച്ചേസും സാധാരണ സ്റ്റോക്ക് എടുക്കുന്ന ടോപ്പിക്കും. ഈ 3 ടോപ്പിക്കാണ് ഞാൻ ഇന്ന് കവർ ചെയ്യുന്നത്. അടുത്തത് ബിഡിങ്ങും ബാക്കി അടുത്ത സെക്ഷനാണ് പ്ലാൻ ചെയ്തത്. ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സംശയം തീർത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സെക്ഷനിലേക്ക് പർച്ചേസിലേക്ക് കടക്കാൻ പോവുകയാണ് നമ്മൾ. അതിൻ്റെ മുന്നേ ഇതാക്കാം. എന്തെങ്കിലും സംശയം, ബയ്യർ ആഡ് ചെയ്യുന്നത് പ്രൈമറി യൂസർ DMO. ആ പേയ്മെന്റ് അതും DMOനെ ആഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ DMOക്ക് പ്രൈമറി യൂസറെ സെക്കൻഡറി യൂസറെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, 2 ആളെ ഒഫീഷ്യൽ ഫുൾ നെയിമും ഒഫീഷ്യൽ ഇമെയിൽ IDയും അല്ലെ പേഴ്സണൽ ഇമെയിൽ IDയും അല്ലെങ്കിൽ അവർ ആധാർ നമ്പറും കൊടുക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ FXC നൂൽപ്പലാണെങ്കിൽ മെഡിക്കൽ ഓഫീസറുടെ ആധാർ നമ്പറും പേരും ഡെസ്റ്റിനേഷനും മെയിൽ IDയും കൊടുക്കണം. അതോടൊപ്പം ഒന്നുകിൽ ക്ലർക്കിൻ്റെയോ അല്ലെങ്കിൽ രണ്ടാമത്തെ
മെഡിക്കൽ ഓഫീസറുടെ ഫോൺ നമ്പറും ആധാർ നമ്പറും കൊടുക്കണം. അവരെന്ത് ചെയ്യണം, DMO പേയ്മെൻറ്റ് അതോറിറ്റി ഓഫീസർ ആക്കിയിട്ട് ക്രിയേറ്റ് ചെയ്ത് തരും. എന്ത് സംശയം ഉണ്ടോ? ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഗുഡ് ഈവനിങ്. ആ. നമ്മളിപ്പം ഇപ്പൊ നിലവിലെ LSTD ആണ് പ്രൈമറി യൂസർ ആയിട്ടുള്ളത് ഞങ്ങൾക്ക്. അപ്പൊ അത് ക്ലോസ് ചെയ്ത് നമ്മള് DMOയിൽ കൊടുത്തു കഴിഞ്ഞാല് പിന്നെ നമുക്ക് LSTD ഫണ്ട് വന്നാൽ യൂസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? ഇല്ല മാഡം, ഞാൻ 2019 മുതൽ ഇത് യൂസ് ചെയ്യുന്ന ആളാണ്. എൻ്റെത് 2019 മുതൽ DMO ആണ് എൻ്റെ പ്രൈമറി യൂസർ. 2020 മുതൽ DMO ആണ് എൻ്റെ പ്രൈമറി യൂസർ. ഞാൻ LSTD പർച്ചേസും പ്രൊജക്റ്റും ഇപ്പോൾ DMOയുടെ പ്ലാൻ ഫണ്ട് ആണെങ്കിലും NHM ഫണ്ട് ആണെങ്കിലും CSR ഫണ്ട് ആണെങ്കിലും MP ലാഡ്സിൻ്റെ വെഹിക്കിൾ പർച്ചേസ് ആണെങ്കിലും എക്യുപ്മെൻറ്റ് പർച്ചേസ് ആണെങ്കിലും MLL പർച്ചേസ് എല്ലാം ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് DMO. നമ്മൾ ഹൈറാർക്കി എന്ന് പറയുന്നത് DMO DHS അങ്ങനെ പോകുന്നത്. അത് നിങ്ങൾക്കിപ്പോൾ എന്ത് ചെയ്യാം, ജെം ഒരിക്കലും അതിനെതിര് പറയില്ല, ജെമ്മിനെ പ്രശ്നം. പക്ഷേ നമ്മൾ സിസ്റ്റത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് എപ്പോഴും നല്ലത് എന്താണ്, നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് ഹൈറാർക്കി ഫോളോ ചെയ്ത് പോണതാണ് എപ്പോഴും നല്ലത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ അക്കൗണ്ട് ഒരു കാരണവശാലും അക്കൗണ്ട് ക്ലോസ് ചെയ്യരുത്. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് നടത്തിയിട്ട് എല്ലാ പർച്ചേസുകളും പിന്നെ നിങ്ങൾക്ക് എടുക്കാൻ കഴിയില്ല. പിന്നെ പ്രൈമറി യൂസർക്ക് മാത്രമേ അത് കാണാൻ കഴിയുള്ളൂ. കാരണം നിങ്ങൾ ട്രാൻസ്ഫർ ആയി പോകുമ്പോൾ പോലും എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങളിപ്പം ഒരു സ്ഥാപനത്തിൽ മേലാധികാരി ട്രാൻസ്ഫർ ആയപ്പോൾ നിങ്ങൾ HMC ക്യാഷ് ബുക്കും ജനറൽ ക്യാഷ് ബുക്കും ഒക്കെ ഒപ്പിട്ട് കൈമാറില്ല. അതേപോലെ എന്ത് ചെയ്യണം, ആ സ്പോട്ടിൽ തന്നെ ജെം അക്കൗണ്ടിന് കൈമാറിയിട്ടേ പോകാൻ പാടുള്ളൂ. കാരണം അല്ലെങ്കിൽ ഈ പഴയ MOൻ്റെ അതേ അക്കൗണ്ടിൽ പുതിയ MO യൂസ് ചെയ്യുകയാണെങ്കിൽ ബില്ലും കാര്യങ്ങളൊക്കെ വരില്ല പഴയ MOയുടെ പേരിലായിരിക്കും വരിക. അപ്പം അതൊരിക്കലും എന്ത് വാങ്ങിയാലും അതിന് ലയബിലിറ്റി പിന്നെ പോലെ പഴയ MOക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഏത് ചാർജ് ട്രാൻസ്ഫർ ആയി പോകുമ്പോഴും ചാർജ് കൈമാറുമ്പോഴും ഇതും എന്ത് ചെയ്യണം, ജെമ്മും എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യാൻ ഓപ്ഷൻ ഞങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെയാണ് അക്കൗണ്ട് മാറ്റുക എന്നുള്ളത്. അപ്പോൾ ഇതാണ് എന്ത് ചെയ്യേണ്ടത്. ഇതിലെന്തെങ്കിലും സംശയമില്ല, നമുക്ക് എന്ത് ചെയ്യാം, പർച്ചേസിലേക്കാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഇതിപ്പോൾ കേരളം മൊത്തം എന്താ പറയുക, പല സ്ഥലങ്ങളിലും പല തരത്തിലാണ് പ്രൈമറി യൂസർ. ചിലതിൽ ബ്ലോക്ക് പഞ്ചായത്ത് ചെയ്യുന്ന CHCകൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് ചെയ്തു കൊടുത്തിട്ടുണ്ട് പ്രൈമറി യൂസർ, ചില സ്ഥലങ്ങളിൽ പഞ്ചായത്ത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പല കൺഫ്യൂഷൻ. അപ്പോൾ എപ്പോഴും യൂണിഫോമിറ്റി ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ എനിക്ക് തോന്നുന്നത് KGMക്ക് വേണമെങ്കിൽ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് 14 ജില്ലയിൽ എന്ത് വേണം, ഞങ്ങൾ ഡോക്ടേഴ്സിന് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് DMO തലത്തിൽ എന്ത് വേണം, പ്രൈമറി യൂസർ ക്രിയേറ്റ് ചെയ്തിട്ട് എല്ലാവരും എന്ത് വേണം അതിൽ ആഡ് ചെയ്യണം. കാരണം വെച്ചാൽ ഇത് ഭാവിയിൽ എന്ത് പ്രശ്നം വന്നാലും നമ്മൾ ആര് ട്രാൻസ്ഫർ ആയി പോകുക എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും DMOക്ക് എന്ത് ചെയ്യാൻ കഴിയും, നമ്മൾ ഓരോ പർച്ചേസ് നിങ്ങൾ നടത്തുമ്പോഴും പേയ്മെൻറ്റ് കൊടുക്കുക ഒപ്പം DMOക്ക് ഒഫീഷ്യൽ മെയിലിലേക്കും DMOയുടെ ഫോണിലേക്കും നോട്ടിഫിക്കേഷൻ പോകുന്നുണ്ട്. ഇന്ന ബയ്യർ ഇന്ന എക്യുപ്മെൻറ്റ്സ് പർച്ചേസ് നോട്ടിഫിക്കേഷൻ പോകുന്നുണ്ട്. അപ്പോൾ ഇതിലൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത പ്രസൻറ്റേഷനിലേക്ക് കടക്കാം, ഡൗട്ടൊന്നുമില്ലെങ്കിൽ. നമ്മള് ട്രാൻസ്ഫർ ആയിട്ട് വന്നു. കേൾക്കുന്നില്ല സാറേ? എന്റെ പേര് ഡോക്ടർ ഫൗസിയ എന്നാണ്. ഞാൻ FSC വെട്ടത്തൂരിലാണ്. പിന്നെ എന്റെ ഒരു ഞാൻ ഇപ്പൊ ട്രാൻസ്ഫർ ആയിട്ട് 3 മാസമായിട്ടുള്ളൂ. പക്ഷെ മുമ്പ് ഉള്ള ഡോക്ടർ LSTD വഴിയാണ് ഇത് പ്രൈമറി യൂസർ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ട്രാൻസ്ഫർ ആയിട്ട് ഞാൻ പുതിയ ഇത് ക്രിയേറ്റ് ചെയ്യാൻ എങ്ങനെ ട്രാൻസ്ഫർ ഔട്ട് അങ്ങനെ എങ്ങനെയെന്നൊന്നും അറിയില്ലായിരുന്നു. എന്റെ ക്ലർക്കും പുതിയതാ. അപ്പോൾ നമ്മൾ ത്രൂ DMO വഴിയാണോ ഇനി പ്രൈമറി യൂസർ ആയിട്ട് ഇതാകുന്നത്, അതോ പിന്നെ എന്താ പറയാ നമ്മൾ ജസ്റ്റ് ട്രാൻസ്ഫർ ഔട്ട് ചെയ്താൽ മതിയോ? അതായത് മുമ്പത്തെ ഡോക്ടർ. മാഡം ഇപ്പം നിങ്ങൾ LSTD കുറേ പർച്ചേസ് നടത്തിയിട്ടുണ്ടാവും, LSTD ബയ്യർ വെച്ച് നടത്തിയിട്ടുണ്ടാവും. അപ്പം അത് നിങ്ങൾക്ക് 2 കാര്യം ചെയ്യാൻ പറ്റില്ല. ഇപ്പം അതിൽ വാങ്ങിയിട്ടുള്ള എല്ലാ പർച്ചേസിൻ്റെയും ഫയലുകളൊന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കണം. എന്നിട്ട് ആ അക്കൗണ്ട് നിങ്ങൾക്ക് വേണ്ടി ഡിലീറ്റ് ചെയ്തിട്ട് പ്രൈമറി യൂസറായിട്ടുള്ള LSTD സെക്രട്ടറിക്ക് അക്കൗണ്ട് വേണ്ടി ഡിലീറ്റ് ചെയ്യാം. കാരണം എന്താ വെച്ചാൽ ഒരേ ആധാർ നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, 2 പ്രാവശ്യം ബയ്യറാൻ പറ്റില്ല. നിങ്ങൾ LSTD ഓൾറെഡി നിങ്ങൾ ആധാർ ലിങ്ക്ഡ് സെക്കൻഡറി യൂസറായിട്ട് ബയ്യറും കൺസൈനും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി DMOൻ്റെ പ്രൈമറിയുടെ അണ്ടറിൽ നിങ്ങൾക്ക് ആവാൻ പറ്റില്ല, വേറെ മെഡിക്കൽ യൂസർക്ക് ആവാൻ പറ്റും. കാരണം നിങ്ങൾ ആധാർ വെച്ചിട്ട് ഓൾറെഡി നിങ്ങളൊരു ജെമ്മിൽ ഒരു അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അത് ജെം അംഗീകരിക്കില്ല. അപ്പം നിങ്ങൾ ഒന്നിങ്ങ അക്കൗണ്ട്
വേറെ ആളെ പേരിലേക്ക് ട്രാൻസ്ഫർ ആക്കിയിട്ട് നിങ്ങൾ പുതിയ ഡി എം അണ്ടറിൽ ചെയ്യണം. ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്ക് ഒരു നിർബന്ധമില്ല ഡി എമ്മോൻ്റെ അണ്ടറിലാവണമെന്ന്. ഞാൻ പറഞ്ഞത് വെച്ചാൽ നമ്മൾ ഹൈയാർക്കി അനുസരിച്ചിട്ട് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ആയി പോകുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം ഡി എമ്മോയിൽ ഇരിക്കുന്ന ആളുകൾ ചിലപ്പോൾ ഇത് അറിയാത്തതുകൊണ്ടായിരിക്കും അവർ നിങ്ങളെ തന്നെ പ്രൈമറി യൂസർ ആവണം എന്നൊക്കെ പറയുന്നത്. പക്ഷെ അതൊരിക്കലും ശരിയല്ല. അപ്പോൾ LSTD ആവുന്ന പർച്ചേസിന് സ്റ്റോർ പർച്ചേസ് മാനുവലിൽ ജെമ്മിനോ അല്ലെങ്കിൽ യാതൊരു ഓട്ടോപ്ഷൻ വരില്ല. ഞാൻ പറയാം ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോയാൽ എപ്പോഴും നല്ലത് നമ്മൾ ഡി എമ്മോയുടെ അണ്ടറിലാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ പേജിൽ എല്ലാവരും കാണും. ഞാൻ നേരത്തെ കാണിച്ചതാണ് എങ്ങനെയാണ് സെക്കൻഡറി ബയ്യർ ആൻഡ് കൺസെഗ്നി ക്രിയേറ്റ് ചെയ്യുക. ഇതേ പേജിൽ തന്നെയാണ് മൂന്നാമത്തെ ഓപ്ഷനായിട്ട് നമുക്ക് എന്ത് കിട്ടും, PAO എന്ന് പറയുന്ന ഒരാളെ കാണാൻ പറ്റും, ടിക്കിടാൻ പറ്റും. അത് ടിക്കിട്ട് കഴിഞ്ഞാൽ ബയ്യറും കൺസെഗ് ടിക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഒഴിവാക്കണം. അപ്പം ഇതേ പ്രൊസീജിയറാണ് എന്ത് ചെയ്യുക, പ്രൈമറി യൂസർ DMO പേയ്മെൻറ്റ് അതോറിറ്റി ഓഫീസറെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ എന്ത് ചെയ്തത്, ഞാൻ ഈ പേജ് വീണ്ടും ലോഡ് ചെയ്തത്. ഒരു മിനിറ്റ് സാർ, ഒരു ഡൗട്ടും കൂടെ. സാറേ, ഞാൻ പാർഷ്യൽ ക്രിയേഷൻ ഓഫ് അക്കൗണ്ട് ആയിട്ടുള്ളൂ, ഒഫീഷ്യൽ ID ഇല്ല. പക്ഷെ ആധാറൊക്കെ OTP ഒക്കെ വന്നു. അപ്പോൾ കുഴപ്പമുണ്ടാവുമോ ഇനി അതിൽ ക്രിയേറ്റ് ചെയ്താൽ? മാഡം മനസ്സിലായി. മാഡം ഇപ്പോൾ പഞ്ചായത്തിന് രജിസ്റ്റർ ചെയ്തിട്ടില്ല അക്കൗണ്ട് പ്രൈമറി യൂസർ ആയിട്ട്. ഹാഫ് ക്രിയേഷനേ നടന്നിട്ടുള്ളൂ. അതായത് ആധാർ OTP ഒക്കെ വെരിഫൈ ചെയ്തു, പക്ഷെ ഒഫീഷ്യൽ ID വന്നപ്പം എന്റെ ID വർക്ക് ചെയ്തില്ല. മറ്റേ ഈ ഓഫീസിൽ മാഡത്തിനെ കണ്ടിന്യൂ ചെയ്യാതെ മാഡത്തിന് എന്ത് ചെയ്യാം, മാഡത്തിന് പ്രൈമറി യൂസർ ആവാതെ DMO അണ്ടറിലോ അല്ലെങ്കിൽ LSTD അണ്ടറിലോ ഒക്കെ മാഡത്തിന് മാറാം. കാരണം ഒരു സ്ഥാപനത്തിന് ഒരിക്കലും എന്ത് പാട്, ഒരു സ്ഥാപനത്തിൽ നിന്ന് പ്രൈമറി യൂസറും സെക്കൻഡറി യൂസറും വരണ്ട. അതൊരു ജെമ്മിന് പ്രശ്നമല്ല, പക്ഷെ നമുക്കതൊരു സേഫ് അല്ല. കാരണം എന്താ വെച്ചാൽ ഞാനത് ഇപ്പോൾ നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്നില്ല. ജെമ്മിൻ്റെ പേജിലേക്ക് കടക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് അത് പറയാം. കാരണം അതിൽ ജെമ്മിൽ കുറേ നമ്മൾ വിചാരിക്കുന്ന സിമ്പിൾ പർച്ചേസിൽ ജെമ്മിൽ കുറേ പ്രശ്നങ്ങളല്ല. നമ്മൾ സമയബന്ധിതമായിട്ട് പേയ്മെൻറ്റ് കൊടുത്തില്ലെങ്കിൽ പ്രൈമറി യൂസർക്കാണ് എന്ത് പോവുക, നോട്ടിഫിക്കേഷൻ പോവുക, നിങ്ങൾ ഇന്ന ബയ്യർ. അപ്പോൾ ഒരു സ്ഥാപനത്തിൽ തന്നെ പ്രൈമറി യൂസറും സെക്കൻഡറി ആളുണ്ടെങ്കിൽ സെക്കൻഡറി ആളും ട്രാൻസ്ഫർ ആയിപ്പോയി, പ്രൈമറി ആളും ട്രാൻസ്ഫർ ആയിപ്പോയി, ആരും നോക്കുന്നില്ലെങ്കിൽ ആ പർച്ചേസ് കംപ്ലീറ്റ് ആവാതെ എക്യുപ്മെൻറ്റ് സപ്ലൈ ചെയ്തിട്ട് പേയ്മെൻറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ആ ബില്ലിൻ്റെ 1% വെച്ച് ഇൻട്രസ്റ്റ് ജെമ്മ് ഈടാക്കിയിട്ട് നമ്മൾ സമയമായി ഇൻട്രസ്റ്റ് അടച്ചില്ലെങ്കിൽ ചീഫ് സെക്രട്ടറിക്ക് കോമ്പറ്റൻ്റ് അതോറിറ്റിയായി ചീഫ് സെക്രട്ടറിക്ക് നോട്ടിഫിക്കേഷൻ പോകും. ഉറപ്പാണ്. അത് കാലക്രമേണ കറങ്ങി തിരിഞ്ഞാൽ മെയില് റിപ്പോർട്ട് ചോദിച്ചിട്ട് അടിയിലേക്ക് വരും. അന്ന സമയത്ത് ആ സമയം ഉണ്ടായിരുന്ന മെഡിക്കൽ ഓഫീസറോ അല്ലെങ്കിൽ പ്രൈമറി യൂസറോ എന്ത് ചെയ്യണം, ലയബിലിറ്റി ഏറ്റെടുക്കേണ്ടി വരും. അപ്പോൾ പ്രൈമറി യൂസർ നമ്മൾ DMO അല്ലെങ്കിൽ ആരെങ്കിലും ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സമയബന്ധിതമായിട്ട് അത് ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, താഴെ തട്ടിലേക്ക് അത് അറിയിപ്പ് കൊടുക്കാമല്ലോ. ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒരിക്കലും എന്താൻ പാടില്ല, പ്രൈമറി യൂസറും സെക്കൻഡറി യൂസറും ആവുന്നത് നമ്മൾ സേഫ്റ്റിക്ക് ഒരു പ്രശ്നം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയിപ്പം നമ്മളിപ്പോൾ പ്രൈമറി യൂസർ ക്രിയേറ്റ് ചെയ്തു, നമ്മൾ സെക്കൻഡറി യൂസർ ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ ഒരു സാധനം പർച്ചേസിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇപ്പം പ്രൈമറി യൂസർ DMO ക്രിയേറ്റ് ചെയ്തു, ബയ്യറായിട്ട് സ്ഥാപനത്തിൽ ഒരു സ്ഥാപനത്തിൽ ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മളൊരു ജെമ്മിലേക്ക് ലോഗിൻ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ ഡാഷ്ബോർഡ്, ബയ്യറെ ഡാഷ്ബോർഡ് എങ്ങനെയൊക്കെയാണെന്ന് കാണാൻ പറ്റും. ഈ ഒരു പവർ പോയിന്റിൽ ഞാൻ ഇതൊന്നും നിങ്ങൾ നോക്കണ്ട, പേടിക്കൊന്നും വേണ്ട. അപ്പം ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ HOD ടൈപ്പ് ഓഫ് ഡാഷ്ബോർഡ്. ഇപ്പം DMOക്ക് പ്രൈമറി യൂസറായിട്ട് DMOക്ക് എപ്പോൾ വേണമെങ്കിലും ജെമ്മിൽ കയറി നോക്കിയിട്ട് പ്രൈമറി യൂസറായിട്ടുള്ള DMO, സെക്കൻഡ് യൂസറായിട്ടുള്ള ബയ്യേഴ്സ് എന്തെല്ലാം വാങ്ങിയിട്ടുണ്ട്, ഡയറക്റ്റ് പർച്ചേസ് ആണോ, L1 പർച്ചേസ് ആണോ, ബിഡ് ആണോ, ഇതൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ബയ്യർ ഡാഷ്ബോർഡ്, ബയ്യറും കൺസേഗിനും ഒരാളാണെങ്കിൽ സെപ്പറേറ്റ് വേണ്ട, ബയ്യറും കൺസേഗിൻ ഡാഷ്ബോർഡ്. പിന്നെ പേയ്മെൻറ്റ് അതോറിറ്റി ഓഫീസറുടെ ഡാഷ്ബോർഡ്. അപ്പം ഇങ്ങനെ നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് 3 ഡാഷ്ബോർഡ് ഉണ്ടാവും. അപ്പോൾ പ്രൈമറി യൂസർക്ക് ഡാഷ്ബോർഡ്, ബയ്യർ ആൻഡ് കൺസെഗ്നി ഒരു ഡാഷ്ബോർഡ്, പേയ്മെൻറ്റ് അതോറിറ്റി ഓഫീസർ ഒരു ഡാഷ്ബോർഡ്. അപ്പോൾ ഇതിൽ പേയ്മെൻറ്റ് അതോറിറ്റി ഞാൻ പറഞ്ഞല്ലോ,
ഇപ്പോൾ പ്രൈമറി യൂസറെ DMOക്ക് കാണാൻ പറ്റും ആരൊക്കെ പേയ്മെൻറ്റ് കൊടുക്കാൻ ബാക്കിയുണ്ട്, ആർക്കെതിരെ ഇൻസിഡൻറ്റ് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്, റിപ്പോർട്ടൊക്കെ DMO കാണാൻ പറ്റും. അതേപോലെ ബയ്യറിനും കാണാൻ പറ്റും ഏതൊക്കെ പേയ്മെൻ്റാണ് പെൻഡിങ് ഉള്ളത്, ജെമ്മിൻ്റെ റേറ്റിംഗ് എങ്ങനെയാണ്, ഇതൊക്കെ നമുക്ക് ബയ്യറുടെ ഡാഷ്ബോർഡിൽ കാണാൻ പറ്റും. കൺസേഗിനിക്ക് ജെം സ്റ്റാറ്റിക് റിപ്പോർട്ട് മാത്രമേ, ബയ്യറും കൺസേഗിനും ഒരാളാണെങ്കിൽ ഈ നടുത്ത വരണ്ടാണ്ടാൽ ഒരുമിച്ച് എല്ലാം കാണാൻ പറ്റും. പേയ്മെൻറ്റ് അതോറിറ്റി ഓഫീസർക്ക് ഏതൊക്കെ ടീമിനെ പേയ്മെൻറ്റ് കൊടുത്തിട്ടുള്ളത്, അക്സെപ്റ്റൻസിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കാനുള്ളത്, ആ ഡീറ്റെയിൽസാണ് ഡാഷ്ബോർഡിൽ കാണാൻ പറ്റുക. അപ്പോൾ ഇതാണ് ജെമ്മിൻ്റെ ഒഫീഷ്യൽ പേജ്. അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്തു, gem.gov.in എന്ന് പറഞ്ഞ് നമ്മളത് ലോഗിൻ ചെയ്ത് കയറി ഇവിടെ യൂസർ ID കൊടുത്തു, ക്യാപ്ച ഫില്ല് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുമ്പോൾ അടുത്ത പേജിൽ പാസ്വേഡ് NICയുടെ മെയിലിലെ പാസ്വേഡും കൊടുക്കണം. അതോടൊപ്പം തന്നെ ഇപ്പോൾ നിലവിൽ ഇങ്ങനെ ലോഗിൻ ചെയ്യുമ്പോൾ ജനറേറ്റ് OTP എന്ന് കാണും, ആ OTP ആണ് കൊടുക്കേണ്ടത്. ഞാൻ പ്രൈമറി യൂസർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണിച്ചു തന്നല്ലോ, നിങ്ങൾക്ക് ഒരു യൂസർ ID ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഇപ്പോൾ പാസ്വേഡും വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ആ പാസ്വേഡ് ഇതിനേക്കായും അത്യാവശ്യം ആ പാസ്വേഡ് അല്ല ഇവിടെ കൊടുക്കേണ്ടത്. നമ്മൾ കൊടുക്കുന്ന ആ മെയിൽ ID പാസ്വേഡാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത് കൊടുക്കുക. അത് ID ക്രിയേറ്റ് ചെയ്യുമ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന പാസ്വേഡ് മാത്രമാണ്. ലോഗിൻ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇവിടുത്തെ ലോഗിൻ ചെയ്യുമ്പോൾ ഇവിടെ NIC പാസ്വേഡ് കൊടുത്ത് ഇപ്പോഴത്തെ നിലവിൽ ജനറേറ്റ് OTP എന്നൊരു കോളം കൂടെ വരും. OTP ഫോണിൽ വന്ന് OTP കൊടുത്ത് നെക്സ്റ്റ് പേജിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇവിടെ എഴുതി കാണിക്കും. ഇതാണ് ഒഫീഷ്യലായിട്ട് നമ്മൾ ലോഗിൻ ചെയ്ത ഉടനെ കാണിക്കുന്ന പേജാണിത്. ഡാഷ്ബോർഡ്, മാർക്കറ്റ്, ഫോർവേഡ് ഓപ്ഷൻ, വിവഡ്, ബിഡ്, വ്യൂ പാസ് പെർഫോമൻസ്, ഇവിടെ നമ്മുടെ പേരും കാണിക്കുന്നുണ്ടാവും. ആ സെക്കൻഡറി ബയ്യർ, ആ പ്രൈമറി ബയ്യർ ആരാണ് ലോഗിൻ ചെയ്തിട്ടുള്ളത് അവരുടെ പേര് ഇവിടെ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിൽ ഇങ്ങനെ കാണിക്കും. മൈ ഡാഷ്ബോർഡിൽ പ്രൊഡക്റ്റ് ഓർഡേഴ്സ്, സർവീസ് ഓർഡേഴ്സ്, ഓൾ ഡിമാൻഡ്സ്, ബൾക്ക് പേയ്മെൻറ്റ് അപ്ഡേറ്റ്, ഇൻസിഡൻറ്റ്, ആൾ കാർട്ട്, റിക്വസ്റ്റ്, ട്രാൻസ്ഫർ ബിഡ്, ജം അവൈലബിൾ റിപ്പോർട്ട്, ബിഡ് റിപ്പോർട്ട്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇപ്പോൾ ഇതിൽ താഴെ കാണാൻ പറ്റും ഇതിൽ ആരൊക്കെ ഉണ്ട്. ഇതിപ്പോൾ പ്രൈമറി യൂസറുടെ ലോഗിനാണ്. അപ്പം ഇതിൽ കാണാൻ പറ്റും ആരൊക്കെ ഉണ്ട്, എത്ര പീപ്പിൾ ഉണ്ട്, എത്ര ഡിവിഷൻ ഉണ്ട് എന്നൊക്കെ ഇതിൽ കാണാൻ കഴിയും. അപ്പം വയനാട് ജില്ലയിൽ എന്തെല്ലാം എത്ര ഡിവിഷൻ ഉണ്ട് എന്നൊക്കെ ഇവിടെ വരുമ്പോൾ മൊത്തം എത്ര ഡിവിഷൻ കണക്കാക്കിയിട്ട് ഇവിടെ സ്ഥാപനങ്ങൾ കാണിക്കും. പിന്നെ ഡാഷ്ബോർഡിൻ്റെ അടുത്ത പേജിൽ എടുത്തു കഴിഞ്ഞാൽ ഇത് ഞാൻ ഡീറ്റെയിൽ കൺഫ്യൂഷൻ ആക്കുന്നില്ല, നിങ്ങൾക്ക് ഞാൻ അടുത്ത സ്റ്റെപ്പിൽ പറയാം. ഡാഷ്ബോർഡ് ഞാൻ അധികം ആക്കുന്നില്ല, ഇതൊക്കെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ്. അത് ഞാൻ ഇപ്പോൾ അധികം പറഞ്ഞ കൺഫ്യൂഷൻ ആവുന്നുണ്ട്. ഇത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ പർച്ചേസിലേക്ക് കടക്കാം. ഇതൊന്ന് ഒമ്പേർക്ക് നിർത്താം. ഞാൻ ഇന്ന് എടുക്കേണ്ട ടോപ്പിക്ക് ഞാൻ പ്രധാനമായിട്ട് വിചാരിച്ചിരുന്നത് ഡയറക്റ്റ് പർച്ചേസും കൂടി കവർ ചെയ്യാനായിരുന്നു. ഡയറക്റ്റ് പർച്ചേസും L1 പർച്ചേസും. ഞാനിപ്പോൾ ഡയറക്റ്റ് പർച്ചേസ് കഴിഞ്ഞാൽ ഇവിടെ നിർത്താം, കൺഫ്യൂഷൻ ആക്കുന്നില്ല. അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇതുവരെ എടുത്തതിൻ്റെ ഒരു ലൈവ് കാണിച്ചിട്ട് അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജെമ്മിൽ ഒരു സെക്കൻഡറി ബയ്യർ FXC നൂൽപ്പേൽ മെഡിക്കൽ ഓഫീസർ പർച്ചേസ് ചെയ്യാൻ പോവുകയാണ്, സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം ജെമ്മ് സംബന്ധിച്ചോളം നമുക്ക് അറിയാൻ പറ്റും സ്റ്റോർ പർച്ചേസ് മാനുവൽ പ്രകാരം നമുക്ക് 2 പർച്ചേസ് മാനുവലാണ് നമുക്കുള്ളത്. സ്റ്റോർ പർച്ചേസ് മാനുവലും പഞ്ചായത്ത് പ്രൊക്യൂർമെൻറ്റ് മാനുവലും. അപ്പോൾ രണ്ടിലും പർച്ചേസിൻ്റെ ലിമിറ്റ് ഡിഫറൻ്റ് ഉണ്ട്. ഇപ്പോൾ സ്റ്റോർ പർച്ചേസ് മാനുവൽ ആണെങ്കിൽ 15,000 വരെ ഡയറക്റ്റ് പർച്ചേസും 15,000 to 1 lakh വരെ കൊട്ടേഷനും 1 lakh എബൌട്ട് ടെൻഡറൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ ജെമ്മ് സംബന്ധിച്ചോളം ചെറിയൊരു മാറ്റമുണ്ട്. 50,000 വരെ ഡയറക്റ്റ് പർച്ചേസാണ് ജെമ്മിൽ. അതെങ്ങനെയെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം, ജസ്റ്റ് ഓർത്തിരിക്കുക. 50,000 വരെ ഡയറക്റ്റ് പർച്ചേസും 50,000 മുതൽ 1 ലക്ഷം വരെ
സോറി 50,000 മുതൽ 10 ലക്ഷം വരെ കമ്പാരിസൺ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കൊട്ടേഷൻ 10 ലാക്കിൻ്റെ മുകളിൽ ബിഡ് അല്ലെങ്കിൽ റിവേഴ്സ് ഓപ്ഷൻ ഉണ്ട്. ഇനി നിങ്ങൾക്ക് 50,000-ൻ്റെ സാധനങ്ങൾ ജമ്മ് പറയുന്നത് ഡയറക്റ്റ് പർച്ചേസ് ആണ്. ഒറ്റ ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഒരു ലാപ്ടോപ്പ് വാങ്ങണം, നിങ്ങളുടെ ഓഫീസിലേക്ക് ഒരു ഡെസ്ക്ടോപ്പ് വാങ്ങണം. ഡെസ്ക്ടോപ്പിൻ്റെ വില നിങ്ങൾ ജമ്മിൽ സെർച്ച് ചെയ്യുമ്പോൾ ഏസർ എന്ന് പറയുന്ന കമ്പനിയിലെ ഡെസ്ക്ടോപ്പിന് 45,000, HP എന്ന് പറയുന്ന ഡെസ്ക്ടോപ്പിൻ്റെ വില 48,000, ഡെൽ എന്ന് പറയുന്ന ഡെസ്ക്ടോപ്പിൻ്റെ വില 49,000. സ്വാഭാവികമായിട്ടും നിങ്ങൾ ഏത് വാങ്ങും? 48 വാങ്ങണോ? 45-ൻ്റെ ഏസർ വാങ്ങണോ? 48-ൻ്റെ HP വാങ്ങണോ? 49-ൻ്റെ ഡെല്ല് വാങ്ങണോ? ജെമ്മ് ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ട് ബയ്യർക്ക്. നിങ്ങൾക്ക് വേണമെങ്കിൽ 45-ന് വേണമെങ്കിൽ വാങ്ങാം, 48-ന് വേണമെങ്കിൽ വാങ്ങാം, 49-ന് വേണമെങ്കിൽ വാങ്ങാം. ഒരു ഓഡിറ്റ് ഒബ്ജക്ഷനും വരില്ല. കാരണം നിങ്ങൾ ഉദ്ദേശിച്ച സ്പെക്ക് ചിലപ്പം പൂർണ്ണമായിട്ടുള്ളത് ചിലപ്പം ഡെല്ലിലാണെങ്കിൽ 45 അവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 49-ന് വാങ്ങിയാൽ ഒരു ഓഡിറ്റ് തടസ്സവും വരില്ല. പക്ഷേ നിങ്ങൾ എന്ത് നോക്കണം, നിങ്ങൾക്ക് ഏസറിനേക്കായി പെർഫോമൻസ് ഡെല്ലിനുണ്ട്, സ്പെക്കിൽ മാറ്റം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത്രയും ഫ്ലെക്സിബിളാണ് ജെമ്മിലെ ഡയറക്റ്റ് പർച്ചേസ്. അപ് ടു 50,000 വരെ നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റും വാങ്ങാം. അതിൽ ഒരു അഡ്വാൻറ്റേജും കൂടി അതിലുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കേരളത്തിലെ സെല്ലേഴ്സ് ഉണ്ടെങ്കിൽ കേരളത്തിലെ പ്രൊഡക്റ്റ് വാങ്ങാൻ. ജെമ്മിൽ ഓൾ ഓവർ ഇന്ത്യ ആയതുകൊണ്ട് പല ലോക്കൽ വെണ്ടേഴ്സ് ഉള്ളത് കൊണ്ട് നമ്മൾ ശരിയായ രീതിയിൽ പർച്ചേസ് നടത്തിയില്ലെങ്കിൽ നമുക്ക് ലോക്കൽ സാധനം കിട്ടാൻ ചാൻസ് ഉള്ളതുകൊണ്ട് 50,000 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ലാപ്ടോപ്പിൻ്റെ സെല്ലേഴ്സ് കേരളത്തിലുണ്ടെങ്കിൽ കേരളം നമുക്ക് അവിടെ ഓപ്ഷൻ ഉണ്ട്. ഫിൽട്ടർ ചെയ്യുമ്പോൾ കേരള എന്ന് സ്റ്റേറ്റ് കേരള കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കേരളത്തിലുള്ള ഡെസ്ക്ടോപ്പ് സെല്ലേജ് IT കമ്പനി രജിസ്റ്റേർഡിലെ സെല്ലേഴ്സിനടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? വാങ്ങാം. അപ്പോൾ അതാണ് ഡയറക്റ്റ് പർച്ചേസ്. അപ്പം ഡയറക്റ്റ് പർച്ചേസ് അപ് ടു 50,000 വരെ വിത്തൗട്ട് കമ്പാരിസൺ. കമ്പാരിസൺ എന്ന് പറയുന്നത് എന്താണ്? 50,000 to 10 lakh വരെയാണ് കമ്പാരിസൺ. ആ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് എക്സെപ്റ്റ് ഓട്ടോമൊബൈൽസ്. വാഹനങ്ങൾ വാങ്ങാൻ ജെമ്മിനെ വാങ്ങാൻ പാടുള്ളൂ. ഇതിൽ ഈ ജെമ്മിൻ്റെ ഈ റൂള് ബാധകമല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ 10 ലക്ഷത്തിൻ്റെ വണ്ടിയും 20 ലക്ഷത്തിൻ്റെ വണ്ടിയും 30 ലക്ഷത്തിൻ്റെ വണ്ടിയും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റായിട്ട് ജെമ്മിന് പർച്ചേസ് ചെയ്യാം. കാരണം വണ്ടി സെല്ല് ചെയ്യുന്നത് റീസെല്ലേഴ്സ് അല്ല, OEM ആണ്. ഡയറക്റ്റ് കമ്പനി, മഹീന്ദ്രയുടെ കമ്പനി, മാരുതിയുടെ കമ്പനി, ഐഷറിൻ്റെ കമ്പനി, ടാറ്റയുടെ കമ്പനി, ഇവർ ഡയറക്റ്റാണ് എന്ത് ചെയ്യണത്? വെഹിക്കിള് ജെമ്മിൽ സെല്ല് ചെയ്യണത് ത്രൂ എന്തല്ല ഡീലേഴ്സ് അല്ല, വണ്ടി സെല്ല്. അപ്പോൾ അതുകൊണ്ട് വണ്ടിക്ക് എന്തല്ല ഈ കമ്പാരിസൺ ബാധകമല്ല. അതാണ് ആ ബ്രാക്കറ്റിൽ കൂടെ. എത്ര ലിമിറ്റ് വേണമെങ്കിലും വണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട വണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ജെമ്മിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ഇപ്പോൾ ഒരു MP ലാഡ്സിൽ നിങ്ങൾക്കൊരു സ്ഥാപനത്തിലേക്ക് ഒരു ആംബുലൻസ് അനുവദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടാറ്റയുടെ ആംബുലൻസ് വാങ്ങാം, അല്ലെങ്കിൽ ഐഷറിൻ്റെ ആംബുലൻസ് വാങ്ങാം, അല്ലെങ്കിൽ മാരുതിയുടെ ആംബുലൻസ് വാങ്ങാം. അതിൽ നിങ്ങൾക്ക് എന്തില്ല? ലിമിറ്റ് ബാധകമല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? സെക്കൻഡറി ബയ്യറായിട്ടുള്ള FX നൂൽപ്പുഴ മെഡിക്കൽ ഓഫീസർ ഒരു പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോഗിൻ ചെയ്യാൻ പോവുകയാണ്. gem.gov.in എന്ന് പറയുന്ന സൈറ്റിൽ കയറി ലോഗിൻ ചെയ്യാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. യൂസർ ID കൊടുത്ത് ക്യാപ്ഷ കൊടുത്ത് പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ അതൊക്കെ കഴിയില്ല. പുതിയ ജെമ്മിൻ്റെ സൈറ്റ് ലോഗിൻ ചെയ്യുമ്പോൾ ജനറേറ്റ് OTP എന്നൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. ജനറേറ്റ് OTP കൊടുത്ത് OTP വന്നതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? സബ്മിറ്റ് കൊടുത്താൽ മുന്നോട്ട് പോവുള്ളൂ. ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇതാണ് ഒരു സെക്കൻഡറി യൂസർ ബയ്യർ FX നൂൽപ്പുഴ മെഡിക്കൽ ഓഫീസറുടെ സെക്കൻഡറി ബയ്യർ ആയിട്ടുള്ള ഒരു പേജാണ്. അപ്പോൾ അതിൽ നിങ്ങൾ മൈ ഡാഷ്ബോർഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ പേജാണ് വരിക. ഡാഷ്ബോർഡ് എന്ന് പറയുന്നത് ഈ ഡാഷ്ബോർഡ്, ഞാൻ എൻ്റെ മൗസ് കണ്ടില്ല, ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പേജാണ് വരിക. ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ. മൈ ഡാഷ്ബോർഡ്, പ്രൊഡക്റ്റ് ഓർഡേഴ്സ്, സർവീസ് ഓർഡേഴ്സ്, ഓൾ ഡിമാൻഡ്സ്, ബിൽസ്, ബൾക്ക് പേയ്മെൻറ്റ് അപ്ഡേറ്റ്, ഇൻട്രസ്റ്റ് ചാർജ് കളക്ഷൻ, അത് നിങ്ങൾ മനസ്സിൽ വെച്ചോളേ. ഇൻസിഡൻറ്റ്, ആൾ കാർട്ട്, റിക്വസ്റ്റ്, ജം അവൈലബിലിറ്റി റിപ്പോർട്ട്, ഇതൊക്കെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രൊഡക്റ്റ് ഓർഡേഴ്സ്, സർവീസ് ഓർഡേഴ്സ്, ഓൾ ഡിമാൻഡ്സ്, ബിൽസ്, ബൾക്ക് പേയ്മെൻറ്റ്,
ഇൻട്രസ്റ്റ് ചാർജ് കളക്ഷൻ, ഇൻസിഡൻറ്റ്, ആൾ കാർട്ട്, ജമൽ റിപ്പോർട്ട്, ഇതൊക്കെ നമുക്ക് വരും ക്ലാസ്സുകളിൽ പഠിക്കാനുള്ള കാര്യമാണ്. ഇതിൽ ഇൻട്രസ്റ്റ് ചാർജ് കളക്ഷൻ എന്ന് പറയുന്നതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ സമയബന്ധിതമായിട്ട് പേയ്മെൻറ്റ് കൊടുത്തില്ലെങ്കിൽ ജെം ഒരു സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ട്, ഞാനത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ആ സർക്കുലറിൽ പറയുന്നത് പേയ്മെൻറ്റ് നിശ്ചിത സമയത്തുള്ളിൽ കൊടുത്തിട്ടില്ലെങ്കിൽ ഇൻവോയ്സിൻ്റെ 1% വെച്ച് പൈസ ബയ്യർ കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അപ്പം അതുകൊണ്ടാണ് ജെമ്മ് നല്ല ഫ്ലെക്സിബിളാണ് പർച്ചേസിന്. അതോടൊപ്പം തന്നെ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് ലയബിലിറ്റി വരും. അപ്പോൾ അതുകൊണ്ട് ഇത് പേടിക്കാനല്ല പറഞ്ഞത്, നിങ്ങൾ അറിഞ്ഞിരിക്കാനാണ്. നമ്മൾ അതിൽ പഠിച്ച് ഇറങ്ങുമ്പോൾ നമ്മൾ എന്ത് വേണം, നമ്മളത് കൃത്യമായിട്ട് നോക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സെക്കൻഡറി ബയ്യറുടെ യൂസറുടെ പേജിലേക്ക് ജെമ്മ് കയറുമ്പോൾ ഇങ്ങനെ കാണിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, നമ്മളൊരു ചെയറോ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് വാങ്ങാൻ പോവുകയാണ്. അപ്പോൾ നമുക്കറിയാം എന്തിനാണ് ഇവിടെ പ്രൊഡക്റ്റ് ഓർഡേഴ്സ്, സർവീസ് ഓർഡേഴ്സ് എന്ന് കൊടുത്തിട്ടുള്ളത്. പ്രൊഡക്റ്റ് ഓർഡേഴ്സിലാണ് എല്ലാ ഐറ്റം പർച്ചേസിന്. സർവീസ് ഓർഡേഴ്സ് നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മൾ ഹോസ്പിറ്റലിലെ HR ഇഷ്യൂസ്, നമ്മുടെ ഹോസ്പിറ്റലിലെ സെക്യൂരിറ്റി ഇഷ്യൂസ്, ഹോസ്പിറ്റലിലെ ക്ലീനിങ് സ്റ്റാഫ്, നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള സർവീസ് ബന്ധമായിട്ടുള്ള HR അടക്കം നമുക്ക് എന്ത് ചെയ്യാം, ജെമ്മിന്ന് ഔട്ട്സോഴ്സ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കുണ്ട്. നമുക്കറിയാം പല മേജർ ഹോസ്പിറ്റലുകളിലും സെക്യൂരിറ്റി സ്റ്റാഫ് അടക്കം ചിലപ്പം എക്സ് സർവീസുകാരൊന്നും എടുക്കാറില്ല. നമുക്ക് വേണമെങ്കിൽ ജെമ്മ് പർച്ചേസിലെ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് HMCയിലേക്ക് ഇത് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും HMCക്കോ ഭരണസമിതിക്കോ തള്ളാൻ കഴിയില്ല. നിങ്ങൾ സർവീസ് ഓർഡേഴ്സിലൂടെയാണ് ഒരു സെക്യൂരിറ്റി പേഴ്സൺസിനെ റിക്വസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു ഭരണസമിതിക്കും നിങ്ങൾ റിക്വസ്റ്റ് തള്ളാൻ കഴിയില്ല. കാരണം ജെമ്മ് ഒഫീഷ്യലി ഗവൺമെൻറ് ഓഫ് കേരള MOE സൈൻ ചെയ്തിട്ടുള്ള ഇത് എഗ്രിമെൻ്റ് ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങൾക്ക് ക്ലീൻ സ്റ്റാഫിനെ ഔട്ട്സോഴ്സ് ചെയ്യാം. അപ്പോൾ നമുക്കറിയാൻ പറ്റും 60% വരെ ആണ് നമുക്ക് കണ്ടിജൻസി HR ചെലവിന് ഒരു HMC വരുമാനത്തിൽ നിന്ന് അടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ നിങ്ങൾ 60% ലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഡോക്ടേഴ്സിനെ എടുത്തിട്ടുണ്ട്, ഫാർമസിനെ എടുത്തിട്ടുണ്ട്, ലാബ് ടെക്നീഷ്യനെ എടുത്തിട്ടുണ്ട്, നേഴ്സിംഗ് എടുത്ത്. നിങ്ങൾക്ക് ക്ലീനിങ് സ്റ്റാഫിന് ആളില്ലെങ്കിൽ നിങ്ങൾക്ക് ജെമ്മിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, ക്ലീനിങ് സ്റ്റാഫ് നിങ്ങൾക്ക് ഹയർ ചെയ്യാൻ പറ്റും. അത് ഒരിക്കലും എന്ത് വരില്ല, നിങ്ങളുടെ 60% ലിമിറ്റിലേക്ക് അത് വരില്ല. അത് നിങ്ങൾ സർവീസിലേക്ക് മറ്റു 40 എന്ത് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് വരും ക്ലാസ്സുകളിൽ ഞങ്ങൾക്ക് എടുത്തു തരാം. അപ്പോൾ അപ്പോൾ 2 തരത്തിലുള്ള പർച്ചേസാണ് നമുക്കുള്ളത്. ഒന്ന് പ്രൊഡക്റ്റ് ഓർഡേഴ്സും സർവീസ് ഓർഡേഴ്സും. ഒരു ബയ്യർ സംബന്ധിച്ചിടത്തോളം 2 തരത്തിലുള്ള പർച്ചേസ്, ഒന്ന് പ്രൊഡക്റ്റും ഒന്ന് സർവീസ് ഓർഡേഴ്സും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്ക് ഡാഷ് ബോർഡിൽ പ്രൊഡക്റ്റ് നമുക്ക് ഈ ആൾ കാറ്റഗറീസ് കൊടുത്തിട്ടുള്ള ഇവിടെ നമുക്ക് സെർച്ച് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റ് പോയിട്ട് ഡ്രോപ്പ് ഔട്ട് മെനു എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സാധനങ്ങൾ സെർച്ച്. അപ്പോൾ ഞാൻ ഇവിടെ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ ജസ്റ്റ് ഇവിടെ ഒരു ചെയറിന്, അത് ഡയറക്റ്റ് പർച്ചേസ് പഠിപ്പിക്കാൻ വേണ്ടി മാത്രം നമ്മളൊരു ചെയറിന് ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ ജെം ഓട്ടോമാറ്റിക്കായിട്ട് റിവോൾവിങ് ചെയറിന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പല ടൈപ്പിലുള്ള ചെയറിങ് കിട്ടും. അപ്പോൾ നമ്മളിവിടെ റിവോൾവിങ് ചെയറാണ് ടിക്ക് ചെയ്യണമെങ്കിൽ കൊടുക്കാം. ഈ പേജിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു 4-5 മെനു ആണ്. ഫിൽട്ടർ, അഡ്മിനിസ്ട്രേറ്റീവ്, ഫിനാൻഷ്യൽ, മേക്ക്, മോഡൽ, പ്രൊഡക്റ്റ് സ്പെസിഫിക്കേഷൻ. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നേരത്തെ ഫിൽട്ടറിൽ കണ്ടു, അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് കണ്ടു. അപ്പോൾ അടുത്ത പേജിൽ അഡ്മിനിസ്ട്രേറ്റീവ് തുറന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് കാണാം, ഇൻറ്റൻറ്റ് ഓഫ് ബയ്യിങ്. ഇൻറ്റൻറ്റ് ഓഫ് ബയ്യിങ്ങിൽ ബിഡ് bar 6, റിവേഴ്സ് ഓപ്ഷൻ, PAC. മൂന്നാമത്തത് നമുക്ക് കാണിക്കില്ല, കാരണം അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ബയ്യേഴ്സിനുള്ളതാണ്. അത് വെച്ചാൽ ലഡാക്ക് അങ്ങനെ റിമോട്ട് ഏരിയകൾക്ക് വേണ്ടിയിട്ടുള്ള ഫിൽട്രേഷനാണ്. അത് കേരളത്തിൻ്റെ ബയ്യേഴ്സിന്, അത് സ്റ്റേറ്റ് ഗവൺമെൻറ് ബയ്യേഴ്സിന് അത് കാണിക്കില്ല. ഇതൊരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അവരുടെ ക്രിയേറ്റ് ചെയ്ത PPT ആയതുകൊണ്ടാണ് അത് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടു അഡ്മിനിസ്ട്രേറ്റീവിന് താഴെ സെലക്ട് കൺസെഗ്നി എന്ന് കണ്ടു. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യണം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ കാണിക്കും 3 മെനു കാണിക്കും, സ്റ്റേറ്റ്, ഡെലിവറി ലൊക്കേഷന്, ക്വാണ്ടിറ്റി. അപ്പം അതിന് മേലെ കാണിച്ചിട്ടുണ്ട് മൾട്ടിപ്പിൾ കൺസെഗ്നി ആർ നോട്ട് അലൗഡ് ഇൻ ഡയറക്റ്റ് പർച്ചേസ് L1 ആൻഡ് PPB. അവർ ബയ്യർ ക്യാൻ ആഡ് മൾട്ടിപ്പിൾ കൺസെഗ്നി ഇൻ പ്രൊക്യൂർമെൻറ്റ് ത്രൂ ബിഡ്. ഇത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ സ്റ്റേറ്റ് എന്നുള്ളിടത്ത് നമ്മൾ കേരള ഓട്ടോമാറ്റിക്കായിട്ട് വരും, ഡിഫാൾട്ട് ഒറ്റ പ്രൈമറി. ഡെലിവറി ലൊക്കേഷൻ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ
വയനാട് DMO ആണ് പ്രൈമറി യൂസർ. ഇപ്പോൾ DMO വയനാട് ജില്ലയിൽ 5 സ്ഥാപനങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. FXC നൂൽപ്പുഴ, FXC ചുള്ളിയോട്, FXC ചതലയം, CHC മീനങ്ങാടി, ജനറൽ ഹോസ്പിറ്റൽ കൽപ്പറ്റ എക്സാമ്പിളായിട്ട് പറയുകയാണ് ഉണ്ടെങ്കിൽ അവിടത്തൊക്കെ ഈ ഡെലിവറി ലൊക്കേഷൻ എന്ന് പറയുന്ന മെനു ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ 5 സ്ഥാപനങ്ങളിലെയും ബയ്യറും കൺസേഗിനും ഒരാളാണെങ്കിൽ അവരുടെ പേര് കാണിക്കും. ഇനി ബയ്യറും കൺസേഗിനും വേറെ ആളാണെങ്കിൽ ആ കൺസേഗിൻ്റെ പേര് എന്ത് ചെയ്യും അവിടെ കാണിക്കും. അപ്പം ഉദാഹരണത്തിന് ഇപ്പം ഇത് ലോഗിൻ ചെയ്തിരിക്കുന്ന ആൾ മെഡിക്കൽ ഓഫീസർ FXC നൂൽപ്പുഴ മെഡിക്കൽ ഓഫീസറാണ്. പക്ഷേ ഇവിടെ ഡെലിവറി ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പ്രൈമറി യൂസർ ആഡ് ചെയ്തിട്ടുള്ള എല്ലാ കൺസേഗിനെയും കാണിക്കും. അപ്പോൾ ദയവ് ചെയ്ത് ബയ്യർ ഡെലിവറിയൊക്കെ സെലക്ട് ചെയ്യുമ്പം ഇവിടെ ഒരു കാരണം തെറ്റാൻ പാടില്ല. തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ FXC നൂൽപ്പുഴയുടെ മെഡിക്കൽ ഓഫീസർ FXC നൂൽപ്പുഴയിലേക്ക് ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ വിചാരിച്ചു. അവിടെ കൺസേഗിനി ആയിട്ട് തിരഞ്ഞെടുത്തത് GH കൽപ്പറ്റയിലെ കൺസേഗിനി ആണെങ്കിൽ ആ പ്രൊഡക്റ്റ് ഡെലിവറി ആവല് അവിടെ ആയിരിക്കും. അപ്പോൾ ഒരു കാശ് ഇവിടെ തെറ്റാൻ. കാരണം നിങ്ങൾ വിചാരിക്കും സെക്കൻഡറി ബയ്യറിൽ എന്തിനാണ് ബാക്കി എല്ലാവരെയും കാണിക്കുന്നത്. പക്ഷേ പ്രൈമറി യൂസർ എന്ത് ചെയ്തിട്ടുണ്ട്, ബാക്കി 5 പേരുടെയും പേര് ഞങ്ങൾക്ക് അടുത്ത പ്രാക്ടിക്കൽ പറയുമ്പോൾ ഞങ്ങൾക്കത് കാണിച്ചു തരാം ജെം അറിയാത്ത ആളുകൾക്ക്. അപ്പോൾ ഒരു ചെയറാണ് വാങ്ങുന്നത്, അല്ലെങ്കിൽ 24 ചെയർ. അപ്പോൾ ഇവിടെ ക്വാണ്ടിറ്റി സ്റ്റേറ്റ് കേരള, ഡെലിവറി ലൊക്കേഷൻ കൊടുക്കുമ്പം ദാഹർ മുഹമ്മദ് VP എന്ന് കാണിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഡെലിവറി ലൊക്കേഷൻ കൊടുത്തു, ഇവിടെ ഡ്രോപ്പ് ഔട്ട് മെനുവിൽ എടുത്ത് സെലക്ട് ചെയ്ത് ക്വാണ്ടിറ്റി ഇപ്പോൾ ഒരു 10 ചെയർ അല്ലെങ്കിൽ 24 ചെയറാണ് വേണ്ടെങ്കിൽ അത് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് മേലെ ഒരു L1 ആയിട്ട് കാണിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ നോക്കാൻ പറ്റും ഇതിൽ താഴെ കൊടുത്തിരിക്കുന്ന ചെയർ മേലത്തെ ആ പവർ പോയിന്റ് ഇതില്ലാത്തതുകൊണ്ടാണ് അവർ 12,000, 12,592, 14,000 ഇങ്ങനെ ഒരേ മോഡൽ ചെയർ പല കമ്പനിയിലെ ചെയർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അപ്പം ഈ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് ഇനി മേക്ക് ഇന്ത്യ പ്രൊഡക്റ്റ് വേണോ, നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം, ടിക്കിടാൻ പറ്റും. പിന്നെ MSME വേണമെന്നുണ്ടോ, അത് ടിക്കിടാം, അതൊന്നും നിർബന്ധമല്ല. പിന്നെ പ്രൊഡക്റ്റ് സ്പെസിഫിക് ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ വാങ്ങാൻ ഉദ്ദേശിച്ച ചെയർ അതിൻ്റെ ഫുൾ ഈ ചെയർ മെക്കാനിസത്തിൽ കൊടുത്തു ഒരു ബ്രാക്കറ്റിലൊരു റൗണ്ടിൽ L1 കൊടുത്തു, അത് ഗോൾഡൻ പാരാമീറ്റേഴ്സാണ്. അപ്പോൾ ഗോൾഡൻ പാരാമീറ്റേഴ്സ് കറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ചെയർ തന്നെ നമുക്ക് കിട്ടും. നമ്മളിതൊന്നും ടിക്കിടാതെ ഇതിലേതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആഡ് ടു കാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് കാണിച്ചു, ഒരു മിനിമം ഫെസിലിറ്റി ഉള്ള പ്രൊഡക്റ്റ് അതായിട്ട് നമ്മൾ അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പ്രൊഡക്റ്റ് ആയിരിക്കില്ല അവിടെ വരിക. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം, നമ്മൾ ആമസോണും ഇതിനൊക്കെ എന്താ പറയുക സൈറ്റിൽ നിന്ന് സാധനം വാങ്ങുമ്പോൾ നമ്മൾ ഫിൽറ്റർ ചെയ്യില്ലേ. ഇപ്പം നിങ്ങളിപ്പോൾ ഒരു സൈറ്റിൽ നിന്ന് ഒരു ഡ്രസ്സ് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സൈസ് അത് സെലക്ട് ചെയ്യും. ഇപ്പോൾ നിങ്ങളുടെ സൈസ് 44 ആണ്, പിന്നെ ഹാഫ് സ്ലീവ് ആണോ ഫുൾ സ്ലീവ് ആണോ വേണ്ടത്, കളർ ഏതാ വേണ്ടത്, ചെക്ക് വേണോ അല്ലെങ്കിൽ പ്ലെയിൻ കളർ വേണം, നിങ്ങൾ ടിക്ക് അതേപോലെ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ആവശ്യമായ നിങ്ങൾ ചെയർ വാങ്ങണമെങ്കിൽ അത് കറക്റ്റ് ആ സ്പെസിഫിക്കേഷൻ എന്ത് ചെയ്യണം, നിങ്ങളിവിടെ ടിക്ക് ഇട്ടിട്ട് പോകണം. അങ്ങനെ ഇവിടെ എന്ത് ചെയ്തു, ഇപ്പം നിങ്ങളിവിടെ ഞാൻ പറഞ്ഞല്ലോ അപ് ടു 50,000 വരെ നമുക്ക് ഡയറക്റ്റ് പർച്ചേസ് ആണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാണ്, ഇവിടെ ഇനി ഈ കമ്പയർ നിങ്ങൾ നോക്കേണ്ടത് അടുത്ത പ്രസൻറ്റേഷനിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആഡ് ടു കാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത മെനു ആയിട്ട് അവിടെ കാണിക്കും ഡയറക്റ്റ് പർച്ചേസ് ആണോ ബിഡാണോ. ഞാൻ പറഞ്ഞല്ലോ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് പറയുന്നത് അപ് ടു 50,000 വരെ നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കണ്ണും പൊട്ടി വാങ്ങാം. 50,000 to 10 lakh വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 3 പ്രൊഡക്റ്റ് എടുത്ത് കമ്പയർ ചെയ്തിട്ട് അതിൽ L1 വാങ്ങാം. 10 lakhന് മുകളിൽ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബിഡ് ചെയ്യാം, ടെൻഡർ ചെയ്യാം. പക്ഷേ 50,000 സാധനമാണെങ്കിലും 5,000 സാധനമാണെങ്കിലും നിങ്ങൾക്ക് തോന്നുകയാണ് എനിക്ക് ഡയറക്റ്റ് പർച്ചേസ് വേണ്ട, ഞാൻ ഒന്ന് ബിഡ് ഇടട്ടെ, ടെൻഡർ ചെയ്യട്ടെ, എനിക്ക് നല്ല കോമ്പറ്റീറ്റീവ് ബിഡേഴ്സിനെ കിട്ടണം എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഡയറക്റ്റ് പർച്ചേസ് ടിക്ക് ഇടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ബിഡിലേക്ക് അടിക്കുക. പക്ഷേ നിങ്ങൾക്ക് സൗകര്യം ചെയ്തു തരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണ്ട, അത് തള്ളേണ്ട ആവശ്യമില്ല. അപ്പോൾ ഡയറക്റ്റ് പർച്ചേസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിൽ ഇങ്ങനെ വരും.
നിങ്ങൾ 2000 രൂപയുടെ 24 ചെയർ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. 48,000 രൂപയാണ് ആക്കിയിട്ടുള്ളത്. വീണ്ടും അവിടെ ഡയറക്റ്റ് പർച്ചേസ് എന്നൊരു ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു മെനു വരും. ഇത് ജസ്റ്റ് നിങ്ങൾ ആ യെസ് റേറ്റ് റീസണബിലിറ്റി ഹാസ് ബീൻ സർട്ടിഫൈഡ് ബൈ കോമ്പറ്റ് അതോറിറ്റി ടിക്ക് ചെയ്ത് മുന്നോട്ട്, ആ ടിക്ക് ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. നോ കൊടുത്താൽ ഈ ഓർഡർ ക്യാൻസൽ ആവും. അടുത്ത പേജിൽ ഇങ്ങനെ ഓർഡർ സമ്മറി എന്ന് പറഞ്ഞൊരു പേജിലേക്കാണ് അടുത്ത പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഡിഫാൾട്ടായിട്ട് ഡെലിവറി പീരീഡ് 15 ദിവസം കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിച്ചാൽ മതി. മേലെ റൈറ്റ് സൈഡിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നിങ്ങൾ ഓർഡർ ID. ക്രിയേറ്റഡ് ആയിട്ട് എന്നാണ് നിങ്ങൾ ഇത് കാർട്ടിൽ ആഡ് ചെയ്തത് അത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് എന്ത് ഫില്ല് ചെയ്തും ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഇത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു 24 ചെയർ വാങ്ങുന്നത് നിങ്ങളെ കോൺഫറൻസ് ഹാളിലേക്കാണെങ്കിൽ അത് പർച്ചേസ് ഓഫ് ചെയർ ഫോർ കോൺഫറൻസ് ഹാൾ കൊടുത്ത് വയ്ക്കുക. ഡെലിവറി ഇൻസ്ട്രക്ഷൻസിൽ ഇവിടെ ഒന്നും കൊടുത്തില്ല, ഒരു പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾക്ക് എന്ത് കൊടുക്കാം, ഇവിടെ എന്ത് കൊടുത്താലും അത് സെല്ലർ കോൺട്രാക്റ്റിൽ ഇതിലൊരു 3 പേപ്പർ 2 ഡോക്യുമെൻ്റ് ജനറേറ്റ് ചെയ്ത് വരും. ഒന്ന് സാങ്ഷൻ ഓർഡറും ഒന്ന് കോൺട്രാക്റ്റിൽ അടുത്ത സ്റ്റേജിൽ വരുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്ത് കൊടുത്താൽ, അപ്പോൾ ഇവിടെ നിങ്ങൾ കൊടുക്കുകയാണ് ഡെലിവറി ആൻഡ് ഇൻസ്റ്റാളേഷൻ അറ്റ് ബയ്യർ സൈറ്റ് അല്ലെങ്കിൽ കൺസൈഗ്നി. അതായത് ഈ വാങ്ങുന്ന സാധനങ്ങൾ, ഫോർ എക്സാമ്പിൾ ചില ആളുകൾ എന്ത് ചെയ്യും, സെല്ലർ കൊറിയറിൽ സാധനം കൊടുത്തു വിടും. എന്നിട്ട് കൊറിയറിൻ്റെ ആൾക്കാരെ വിളിച്ചിട്ട് പറയും ഇന്ന സാധനം വന്നിട്ടുണ്ട്, നിങ്ങൾ വണ്ടി എടുത്ത് വന്ന് പിക്ക് ചെയ്യണമെന്ന് പറയും. വേണ്ട, നിങ്ങൾ ഇവിടെ കൊടുക്കുക ഡെലിവറി അറ്റ് ബയ്യർ പ്രിമൈസസ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ കൊറിയർ സാധനം അവിടെ വന്നു കഴിഞ്ഞാൽ ആ സെല്ലറെ ഉത്തരവാദിത്തമാണ്. ആ കൊറിയർ എടുത്തുനിന്ന് അത് നമ്പർ ഇപ്പോൾ പ്രത്യേകിച്ച് വയനാടൊക്കെ ഇപ്പോൾ 140 സാധനം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പല ഐറ്റംസും ബത്തേരി വന്ന് കിടക്കും. കൊറിയർ ഇങ്ങോട്ട് 140 ഒരു 8 കിലോമീറ്റർ ഉണ്ട് ബത്തേരി ടൗണിൽ നിന്ന്. അവരിങ്ങോട്ട് ഡെലിവറി ചെയ്യില്ല. അവർ പറയും അവിടെ വന്ന് കളക്ട് ചെയ്യണമെന്ന് പറയും. ഞങ്ങൾ പറയും പറ്റില്ല, ഞങ്ങൾ ജെമ്മിൽ ഓർഡർ കൊടുത്തിരിക്കുന്നത് ഡെലിവറി അറ്റ് ബയ്യർ സൈറ്റാണ്, എനിക്ക് പറ്റില്ലെങ്കിൽ നിങ്ങളെ സാധനം തിരിച്ചയച്ചോ എന്ന് പറയും ഞാൻ. അപ്പോൾ ഇവിടെ എനിക്ക് കറക്റ്റ് ഇൻസ്ട്രക്ഷൻ കൊടുക്കാം. പിന്നെ ഇതൊരു പർച്ചേസ്, ഇത് PR നമ്പർ കൊടുത്തില്ലെങ്കിലോ PR ഡേറ്റ് കൊടുത്തോ ഒരു പ്രശ്നമില്ല. പക്ഷേ നമുക്ക് ഇതൊക്കെ ഓഡിറ്റബിൾ ആണ്. നമുക്കിതൊരു പഞ്ചായത്തിൻ്റെ പർച്ചേസ് കമ്മിറ്റിയോ DMOയുടെ പർച്ചേസ് കമ്മിറ്റിയോ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു ഫയൽ നമ്പർ ഉണ്ടാവും. ആ ഫയൽ നമ്പറും അതോടൊപ്പം തന്നെ ആ PR ഡേറ്റും കൊടുത്ത് അപ്ഡേറ്റ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പേജിൽ കണ്ടിന്യൂ കാണിക്കും. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഈ പേജിലേക്കാണ് വരിക. അപ്പോൾ നമ്മളൊരു 48,000 രൂപയുടെ ഈ ഒരു 24 ചെയർ ആഡ് ചെയ്തു. അത് ഡയറക്റ്റ് പർച്ചേസ് ആണ്. ഡിമാൻഡ് നമ്പർ നമ്മൾ ഞാൻ 10 മിനിറ്റ് നിർത്താം കേട്ടോ. എല്ലാവരും 9:45 9:30 സമയമുള്ളത്, വലിയ ടോപ്പിക് ആയതുകൊണ്ടാണ്. അപ്പം ഓട്ടോമാറ്റിക് ഇവിടെ ഒരു ഡിമാൻഡ് നമ്പർ, ഈ ഡിമാൻഡ് നമ്പർ നമ്മളെ പർച്ചേസ് നേരത്തെ മുകളിൽ കാണിച്ച നമ്പറൊക്കെ ഒരേ നമ്പറായിരിക്കും. ഈ നമ്പർ 784 എന്നല്ല എൻ്റെ നമ്പറും അതോടൊപ്പം തന്നെ എൻ്റെ ഈ നമ്പറും ഒരേ നമ്പറാണ്. അപ്പോൾ ഇത് ഡിമാൻഡായിട്ട് വന്നു. നിങ്ങളൊരു പ്രൊഡക്റ്റ് കാർട്ടിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 10 ദിവസത്തേക്ക് ആ സെല്ലറിന് ആ പ്രൊഡക്റ്റിൻ്റെ റേറ്റ് കുറക്കാനോ കൂട്ടാനോ പറ്റില്ല. ആ പ്രൊഡക്റ്റ് 10 ദിവസം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സെല്ലേഴ്സിന് എപ്പോൾ വേണമെങ്കിലും ഈ ചെയറിൻ്റെ വില കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പം നിങ്ങളൊരു 2000 രൂപയുടെ ഒരു 24 ചെയർ 48,000 രൂപയ്ക്ക് ആഡ് ചെയ്തു. നിങ്ങൾ എന്ത് ചെയ്തില്ല, നിങ്ങൾ കാർട്ടിലിട്ടു 10 ദിവസം പെട്ടെന്നാണ് ആ ചെയറിൻ്റെ വില കൂടിയത്. പക്ഷേ നിങ്ങൾ ഓർഡറിൻ്റെ ചെയറിൻ്റെ വാല്യൂ മാറ്റാൻ പറ്റില്ല. സെല്ലർക്ക് എന്ത് ചെയ്യാം, ആ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ മാറ്റാം. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, 2000 രൂപയ്ക്ക് ആ ചെയർ തരാൻ ബാധ്യസ്ഥരാണ്. ഒരു ചെയറിന് 2000 വെച്ച്. അപ്പം ഈ 10 ദിവസം കഴിഞ്ഞാൽ ഈ കാർട്ട് എക്സ്പയർ ആവും, ഈ നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് എക്സ്പയർ ആവും. അപ്പം 10 ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഓർഡർ പ്ലേസ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ വന്നു. അപ്പം ഇവിടെ സെലക്ട് പേയ്മെൻറ്റ് അതോറിറ്റി, ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ മെനു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള പ്രൈമറി യൂസർ ആയ DMO സെക്കൻഡറി യൂസറായിട്ട് 2 പേരെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ബയ്യറും കൺസൈഗ്നും മെഡിക്കൽ ഓഫീസർ, പേയ്മെൻറ്റ് ഓഫീസറായിട്ട് ഹെഡ് ക്ലർക്ക് അല്ലെങ്കിൽ ലേ സെക്രട്ടറി. അപ്പോൾ ഈ മെനു ഡ്രോപ്പ് ഔട്ട് കാണുമ്പോൾ പ്രൈമറി യൂസർ ആഡ് ചെയ്തിട്ടുള്ള എല്ലാ പേയ്മെൻറ്റ് അതോറിറ്റി ഓഫീസേഴ്സിൻ്റെയും പേര് അവിടെ ലിസ്റ്റ് ചെയ്യും. ശ്രദ്ധിക്കണം, ഇത് FXC 140 ബയ്യർ അക്കൗണ്ട് ആണ്. പക്ഷേ അവിടെ എന്ത് കാണിക്കും, വയനാട് ജില്ലയിലെ പ്രൈമറി യൂസർ DMO
രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ, അപ്പോൾ നമ്മൾ കറക്റ്റ് FXC നൂൽപ്പയുടെ പേയ്മെൻറ്റ് അതോറിറ്റി ഓഫീസർ ആയിട്ടുള്ള ആളുടെ പേര് തന്നെ എന്ത് ചെയ്യണം, അവിടെ സെലക്ട് ചെയ്യണം. ഇത് സെലക്ട് ചെയ്തില്ലെങ്കിലും ഒരു പ്രശ്നവും ഇല്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാം. അപ്പോൾ പേയ്മെൻറ്റ് അതോറിറ്റി ഓഫീസർ റോൾ അവിടെ ഇല്ല, നിർബന്ധമല്ല. പക്ഷേ ഇത് ആയിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകണം. അടുത്ത സ്റ്റേജ് നോക്കൂ, ഇത് സ്റ്റാർ ഇട്ടിട്ടുണ്ട്, ഇതൊക്കെ നിർബന്ധമാണ്. ആരാണ് ഇതിൻ്റെ ഡെസ്റ്റിനേഷൻ പവർ, ആരാണ്? ഇപ്പോൾ FXC നൂൽപ്പയുണ്ട്, പഞ്ചായത്ത് പദ്ധതി ആയതുകൊണ്ട് മെഡിക്കൽ ഓഫീസർ FXC നൂൽപ്പുഴ. ഫിനാൻഷ്യൽ അപ്രൂവൽ ആരാണ് കൊടുക്കുന്നത്? മെഡിക്കൽ ഓഫീസർ FXC നൂൽപ്പുഴ. അടുത്തത് ഇൻവോയ്സ് ആരെ പേരിലാണ് വേണ്ടത്? ബയ്യർ വേണോ കൺസൈഗ്നി വേണോ? ഇവിടെ രണ്ട് പേരും ഒരാളായതുകൊണ്ട് നമുക്ക് ഏതുവാണെങ്കിലും എന്ത് ചെയ്യാം, ടിക്കിടാം. പല സ്ഥലം ഞാൻ പറഞ്ഞ ബയ്യർ സെപ്പറേറ്റ് ഒരാളാവാം, കൺസൈഗ്നി വേറെ ആളാവാം. അങ്ങനെ ആണെങ്കിൽ മാത്രം എന്ത് മതി നമുക്ക് ഇവിടെ എന്ത് ചെയ്യും, ഞാൻ എപ്പോഴും ബയ്യറാണ് ടിക്കിടാം. ഇതും എപ്പോഴും നിങ്ങൾ എന്ത് കൺസൈഗ്നി, ബയ്യറും കൺസൈഗ്നി ഒരാളാണെങ്കിൽ ഇത് ഡിഫാൾട്ടായിട്ട് നോ തന്നെ കിടന്നോട്ടെ, ഒരു മാറ്റങ്ങൾ വരുത്തേണ്ട ആവശ്യമില്ല. അടുത്ത പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം 2.5 ലക്ഷത്തിൻ്റെ മുകളിലുള്ള പർച്ചേസ് ആണെങ്കിൽ 2% TDS GST കളക്ട് ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പം അത് നിങ്ങൾ കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വേണം, GST ആണ് ടിക്കിടേണ്ടത്. ഇനി അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് എപ്പോഴാണ് ടിക്കിടാൻ വരിക? ഇപ്പം നമുക്ക് ഇത് കുറച്ച് മാസം മുന്നേ നമുക്കൊരു ഇൻകം ടാക്സിനെ കുറിച്ചൊരു ക്ലാസ് എടുത്തിരുന്നു നമുക്ക്. അപ്പോൾ അന്ന് എല്ലാവരും പറഞ്ഞിരുന്നു സർവീസ് സംബന്ധമായിട്ട് എന്തെങ്കിലും സാധനം വെക്കുകയാണെങ്കിൽ അതിൻ്റെ 2% TDS പിടിക്കണം, ഇൻകം ടാക്സ് TDS പിടിക്കണമെന്ന്. അപ്പോൾ നമ്മൾ ജമ്മിന്ന് സർവീസ് ഓർന്ന് എന്തെങ്കിലും ഒരു സർവീസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു 30,000 മുകളിലുള്ള ബില്ലാണെങ്കിൽ നമ്മൾ അറ്റ് എ ടൈം അല്ലെങ്കിൽ ബില്ലാണ് നമ്മൾ എന്ത് ചെയ്യണം, 2% TDS ഇൻകം ടാക്സ് പിടിക്കണം. അപ്പോൾ നമ്മൾ ടിക്കറ്റ് ഉണ്ട് എന്താണ്, ഇൻകം ടാക്സ് ആണ് ടിക്കറ്റ് ഉണ്ട്. അതല്ല ആ സർവീസ് നിങ്ങൾ വാങ്ങുന്ന ആ സർവീസ് 2.5 lakhs മുകളിലാണെങ്കിലോ നിങ്ങൾ രണ്ടും ടിക്കറ്റ് ഇടണം. നോക്കട്ടെ, അടുത്ത ചോദ്യം, ഇതിന് കോമ്പറ്റന്റ് അതോറിറ്റി അല്ലെങ്കിൽ HODയുടെ അപ്രൂവൽ ആവശ്യമുണ്ടോ? ഈ പർച്ചേസിന് ആവശ്യമുണ്ടോ? ഇല്ല. DMOയുടെ അപ്രൂവൽ ഇതിന് ആവശ്യമില്ല. ഇത് പഞ്ചായത്തിന് പദ്ധതിയാണ്, കുഴപ്പമില്ല. ഇവിടെ എന്ത് ചെയ്യാം, നോ കൊടുക്കുക. എമൗണ്ട് ടു ബി പെയ്ഡ് 46,000. അടുത്ത മെനു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഫിനാൻഷ്യൽ അപ്രൂവൽ എന്ന് കൊടുത്തിട്ടുണ്ട്. ഫിനാൻഷ്യൽ അപ്രൂവൽ ഇവിടെ ചൂസ് ഫയൽ, ഇവിടെ ഒരു PDF ഫയൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. നിങ്ങളൊരു ബ്ലാങ്ക് PDF അപ്ലോഡ് ചെയ്താലും ജെമിന് ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഇവിടെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന PDF എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ഒരു പ്രൊസീഡിങ്സ് ആണ് അപ്ലോഡ് ചെയ്യുന്നത്. ഇത് ഏത് ഫണ്ടിൽ നിന്നാണ് വാങ്ങുന്നത്, ഇത് പഞ്ചായത്തിൻ്റെ പദ്ധതിയാണോ? അങ്ങനാണെങ്കിൽ നിങ്ങൾ റെഫറൻസിൽ കാണിക്കേണ്ടത് പർച്ചേസ് കമ്മിറ്റി കൂടി മിനിറ്റ്സിൻ്റെ റെഫറൻസ് കാണിക്കണം. ഒരു പ്രൊസീഡിങ്സ് ഇന്ന പദ്ധതിയിൽ നിന്ന് ഇത്ര രൂപ ചിലവാക്കി ഇത്ര ചെയർ വാങ്ങാൻ ഇതിന് ഉത്തരവാകുന്നു, അങ്ങനെ ഒരു പ്രൊസീഡിങ്സ് അത് മലയാളത്തിലോ ഹിന്ദിയിലോ ഇംഗ്ലീഷ് എങ്ങനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, അടിച്ച് അത് അപ്ലോഡ് ചെയ്താൽ മാത്രമേ കണ്ടിന്യൂ കൊടുത്താൽ അടുത്ത പേജിലേക്ക് പോകും. അവിടെ നിങ്ങൾ അക്സെപ്റ്റ് ആൻഡ് സേവ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പേജിലേക്ക് പോകും. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. ഈ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന PDF ആണ് നിങ്ങളെ പർച്ചേസിന് നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള പ്രൊസീഡിങ്സ്. ഇത് ബ്ലാങ്ക് ആയാലും ജെമിന് ഒരു പ്രശ്നമില്ല. പക്ഷേ ഇത് നമ്മൾ കറക്റ്റ് ഫയല് ഏത് ഫണ്ടാണ് ഏതാണ് കറക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൽ കൊടുത്തിരിക്കണം. ഈ ഓർഡർ സമ്മറി എന്ന മെനു കൊടുത്താൽ നിങ്ങൾക്ക് നിങ്ങൾ വാങ്ങുന്ന മൊത്തം ഡീറ്റെയിൽസ് കാണാൻ കഴിയും. ഫിനാൻസ് ഡീറ്റെയിൽസിൽ മൊത്തം എമൗണ്ട് കാണാൻ പറ്റും, എല്ലാം കാണാം. ഇനി ഈ പർച്ചേസ് ഇത് വേറെ എത്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ 3 തരത്തിൽ നിങ്ങൾക്ക് ഈ പർച്ചേസ് കംപ്ലീറ്റ് ചെയ്യാം. വെരിഫൈ വിത്ത് OTP, E-sign ഡോക്യുമെൻറ്റ്, DSC, നമ്മൾ DSC വെരിഫൈ. അപ്പോൾ എപ്പോഴും എല്ലാവരും അധികം പേര് ചെയ്യൽ വെരിഫൈ വിത്ത് OTP കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പേജിൽ മെഡിക്കൽ ഓഫീസർ FXC നൂൽപ്പയുടെ മെയിലിലേക്കും ഒഫീഷ്യൽ മെയിലിലേക്കും ഫോൺ നമ്പറിലേക്കും ഒഫീഷ്യൽ മെയിലിലേക്കും OTP വന്ന് ഈ OTP ഇവിടെ കൊടുത്ത് വെരിഫൈ OTP കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജിൽ കാണിക്കും യുവർ കോൺട്രാക്ട് നമ്പർ JEM-C ഈ ഇന്ന കോൺട്രാക്ട് സേവ് ആൻഡ് ഓർഡർ പ്ലേസ് സക്സസ്ഫുള്ളി. അതായത് ഈ ഗാലക്സി എന്ന് പറയുന്ന 24 ചെയർ 40 രൂപ ഡയറക്റ്റ് പർച്ചേസ് ചെയ്ത് ഈ ഓർഡർ എന്ത് ചെയ്തിട്ടുണ്ട്, സക്സസ്ഫുള്ളി പ്ലേസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിൽ ഇങ്ങനെ 3 പേപ്പർ കാണാം, 3 PDF ഫയലും കാണാൻ പറ്റും. ഈ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള പ്രൊസീഡിങ്സ് ആണ്.
സാങ്ഷൻ ഓർഡറാണ് നമ്മൾ കൊടുത്തിട്ടുള്ള വർക്ക് ഓർഡർ അല്ലെങ്കിൽ പർച്ചേസ് ഓർഡർ. കോൺട്രാക്ട് ഓർഡർ ആണ് എന്ത്, നമ്മളും ആ കമ്പനിയുമായിട്ടുള്ള എഗ്രിമെൻ്റ്. നോക്കട്ടെ, ശ്രദ്ധിക്കണം. ഇതാണ് ഈ 3 ഫയലും നിങ്ങളുടെ നിങ്ങൾ ഓഡിറ്റിന് വെക്കുന്ന ഫയലിൽ ഈ 3 ഡോക്യുമെൻറ്റും നിർബന്ധമായിട്ടും ഉണ്ടാവണം. അപ്പോൾ ഞാൻ ഇവിടെ ഡയറക്റ്റ് 10 മണിയായി കാരണം ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഡയറക്റ്റ് പർച്ചേസ് അപ് ടു 50,000 വരെ ഡയറക്റ്റ് പർച്ചേസ് ആണ്. നിങ്ങളൊരു പ്രൊഡക്റ്റ് കാർട്ടിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് 10 ദിവസം വരെ റേറ്റ് മാറാതെ അത് കാർട്ടിലുണ്ടാവും. മൾട്ടിപ്പിൾ കൺസൈനി പറ്റാമെന്ന് വെച്ചാൽ ഞാൻ പിന്നെ പറയാൻ കൺഫ്യൂഷൻ ആക്കുന്നില്ല. അപ്പം ഇതാണ് എന്ത് ഡയറക്റ്റ് പർച്ചേസ്. ഇനി എനിക്ക് ഇന്നും ഞാൻ കവർ ചെയ്യുന്ന 2 ടോപ്പിക് ഒന്ന് L1 പർച്ചേസും ഒരു പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യേണ്ട പ്രൊസീജിയർ. സമയം ഓൾറെഡി വൈകിയതുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം ജെം എന്ന് പറയുന്നത് വലിയ ടോപ്പിക്കാണ്. നമുക്കത് എന്തായാലും നമുക്കത് കുറച്ച് എടുത്ത് പോകുന്നത് മാത്രം നിങ്ങൾക്കത് എല്ലാവർക്കും മനസ്സിലെടുക്കാം. ഇത് ഒരു പുതിയ ടോപ്പിക് ആയതുകൊണ്ട് കുറേ പേര് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ. നമുക്ക് 10 മണി ആയിട്ടുണ്ട്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്കിത് ഈ ഡാപ്പർസ് അവസാനിപ്പിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ബാക്കി എടുക്കാം. സാർ ഇത് പോരെ സാറേ? വേറെ ഓൾറെഡി 10 മണി ആയതുകൊണ്ടാട്ടോ. ഹലോ സർ. ആ സാർ ഒരു ചോദിച്ചോളൂ മാഡം. നമ്മളൊരു ആ അപ്പൊ നമുക്ക് 1 lakh ആയിരുന്നു. നമ്മൾ അതിലിപ്പം ഈ 50,000 എബവ് ആയില്ല. അപ്പൊ നമ്മൾ അങ്ങനെ 2 ഇതായിട്ട് എടുക്കണോ ബില്ലായിട്ട്? അല്ല മാഡം, അത് ഞാൻ അടുത്ത ടോപ്പിക്കിൽ പറയുന്നുണ്ട്. L1 കമ്പാരിസൺ പർച്ചേസിൽ പറയുന്നുണ്ട്. ഓ ശരി ശരി. ഞാൻ ഇന്നത് എടുക്കാതെ വെച്ചാൽ ഇതൊന്ന് കഴിഞ്ഞിട്ട് അപ്പം ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അങ്ങനെ കുറെ പേര് ഒരു ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ്, അവിടെ സാങ്ഷൻ ഓർഡർ, കോൺട്രാക്ട് ഓർഡർ എന്ന് പറഞ്ഞ 3 PDF വരുന്നു പറഞ്ഞല്ലേ. അപ്പൊ ആട് പറഞ്ഞ് ഒരു സ്ഥലത്ത് മാത്രമേ ഫയൽ അപ്ലോഡിങ് ഞാൻ കണ്ടിട്ടുള്ളൂ. അത് ഈ സാങ്ഷൻ ഓർഡറും കോൺട്രാക്ട് ഓർഡറും ജെം ക്രിയേറ്റ് ചെയ്ത് തരുന്ന സാറേ. ജെം ക്രിയേറ്റ് ചെയ്ത് ഡീറ്റെയിൽസ് മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ അല്ലേ? അതെ. ഞാൻ ലാസ്റ്റ് പ്രസന്റേഷനിൽ പറയുന്നത് ഒരു ഫയൽ ജെമ്മിന്ന് കിട്ടുന്ന ഫയൽ എങ്ങനെ കീപ്പ് ചെയ്യുന്നത് അത് ഞാൻ പറയുന്നുണ്ട്. ലാസ്റ്റ് എൻഡ് ഓഫ് ദി ജെം ടോപ്പിക് പറയുന്നുണ്ട്. ഡയറക്റ്റ് പർച്ചേസിൽ ഒരു സാധനം വാങ്ങിച്ചാൽ എത്ര ദിവസത്തിനുള്ളിൽ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം? മാഡം ജെമ്മിൽ ഇപ്പോൾ കുറച്ച് മാറ്റമുണ്ട്. 15 ദിവസമാണ് ജെമ്മിൻ്റെ ഒരു സർക്കുലർ ഉണ്ട്. ഈ പേയ്മെൻറ്റ് ഡിലാക്കിയിട്ട് 15 ദിവസത്തിനുള്ളിൽ പേയ്മെൻറ്റ് കൊടുക്കണം എന്നാണ്. പേയ്മെൻറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ സെല്ലേഴ്സിന് വേണമെങ്കിൽ നമുക്കെതിരെ ജെമ്മിൽ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാം. അപ്പം മിനിമം 15 ഡേയ്സാണ് പറയുന്നത്. അപ്പം നമുക്ക് എന്തെങ്കിലും ഡിലേ ഉണ്ടെങ്കിൽ നമുക്ക് ആ സെല്ലേഴ്സിനെ രേഖാമൂലം ഒന്ന് അറിയിച്ചാൽ മതി. നിങ്ങളുടെ പേയ്മെൻറ്റ് ഇങ്ങനെ ഡിലേ ഉണ്ട്, ട്രഷറിയിൽ ഫണ്ട് ഇല്ലാത്തതുകൊണ്ടാണ്. അവരൊന്ന് കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്കത് കംപ്ലൈൻറ്റ് കൊടുക്കും. ചില സെല്ലേഴ്സ് കറക്റ്റ് 15 ഡേയ്സ് കഴിഞ്ഞാൽ അവർ നമ്മൾ വിളിക്കും. നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ അവർ നമുക്കെതിരെ ജെമ്മിൽ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യും. അത് ഞാൻ ടോപ്പിക്കിൽ പറയുന്നുണ്ട്. മാത്രമല്ല പേയ്മെൻറ്റ് അതോറിറ്റി ഓഫീസറാണ് ഈ പേയ്മെൻറ്റ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. അത് നമ്മൾ മാഡം ഇപ്പം ഒരു എക്യുപ്മെൻറ്റ് വാങ്ങി ട്രഷറിയിൽ പേയ്മെൻറ്റ് കൊടുത്ത് സെല്ലറിന് പേയ്മെൻറ്റ് കിട്ടി. പക്ഷേ പേയ്മെൻറ്റ് അതോറിറ്റി ഓഫീസർ ആ ഡീറ്റെയിൽസ് ജെമ്മിൽ അപ്ലോഡ്, ജെമ്മിൻ്റെ കണക്കിൽ എന്തായിട്ടില്ല, ആ പേയ്മെൻറ്റ് ആ പാർട്ടിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ലയബിലിറ്റി ആയിട്ട് അവിടെ കിടക്കും. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഈ സെല്ലേഴ്സിന് നമ്മളെ പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാം ഇങ്ങനെ അവർ നമ്മുടെ അക്കൗണ്ട് വഴി അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ സാർ? ഞാൻ ന്യൂ ചാർജ് എമ്മോ ആയിരുന്നു, അത് അറിയാൻ വേണ്ടിയായിരുന്നു. നമുക്ക് ഇത് പ്രശ്നം പ്രത്യേകിച്ച് ഡോക്ടേഴ്സിന് ആർക്കും ഇപ്പൊ ജെം അറിയില്ല. കുറെ പേർക്ക് ഡോക്ടേഴ്സ് മാത്രമല്ല മറ്റു ഡിപ്പാർട്ട്മെന്റ് ജെം. അപ്പൊ ഇവര് സെല്ലേഴ്സ് ഇത് ഓൾറെഡി അവർ ഫുൾ പഠിച്ചിട്ട് വരികയാണ്. അപ്പൊ അവരെന്ത് ചെയ്യും, ബയ്യർ ഡീറ്റെയിൽസ് വാങ്ങിയിട്ട് വരും. മാഡം ഒരു OTP വരും. ആ OTP എപ്പോഴാണ് വരിക? ലാസ്റ്റ് ഓർഡർ പ്ലേസിന് കണ്ടില്ല OTP വയ്ക്കുന്നില്ലേ, അവിടെ നിന്ന് അവർ നിങ്ങളെ വിളിക്കും. മാഡം ലാപ്ടോപ്പ് ആഡ് ഒന്ന് OTP പറഞ്ഞിരുന്നു വയ്ക്കും. അത് പേഴ്സണൽ ഞാനത് ഒരിക്കലും ഞാൻ അംഗീകരിക്കില്ല. കാരണം എന്താ വെച്ചാൽ അവരുടെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാൻ നോക്കുന്നത്. ചിലപ്പോൾ നല്ലതായിരിക്കാം, പ്രശ്നമില്ല. പക്ഷെ നാളെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ലയബിലിറ്റി മൊത്തം വരില്ല നമുക്കില്ല. അപ്പം നമ്മൾ മാക്സിമം എന്ത് ചെയ്യാം, നമ്മളതിനെ എന്ത് ചെയ്യാം, ഇപ്പം അവര്
അവർ പറയും നിങ്ങളുടെ പ്രൊഡക്റ്റിന് ലിങ്ക് അയച്ചെന്നോളൂ, ഞങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ നല്ല ഞങ്ങൾ വാങ്ങിക്കോളാം എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഒരിക്കലും അവർക്ക് നമ്മൾ ഷെയർ ചെയ്യുന്ന നല്ല പ്രവണത അല്ല. കാരണം അവർക്ക് നമ്മൾ മൊത്തം അവർക്ക് ഓർഡർ പ്ലേസ് ചെയ്യണമെങ്കിൽ നമ്മൾ OTP വേണം, നമ്മൾ ഫിനാൻഷ്യൽ അപ്രൂവൽ ഒക്കെ കൊടുക്കണം. പക്ഷെ അവർക്ക് എന്ത് ചെയ്യാം, നമ്മൾ മൊത്തം പ്രൊഡക്റ്റ് നമ്മൾ എന്തെല്ലാം പർച്ചേസ് ഒക്കെ അവർക്ക് കാണാനും കഴിയും. അവർക്ക് എന്ത് വേണമെങ്കിൽ അതിന് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും നമ്മളെ അക്കൗണ്ടിൽ നിന്ന്. ഓക്കെ സാർ, ഓക്കെ സാർ. നിങ്ങളുടെ ഈ ഓക്കെ, പേയ്മെന്റ് ചെയ്യുന്നതിനെ ഡോക്ടർ സർ പേയ്മെന്റ് ചെയ്യുന്നതിനെ അപ്പം അതിന്റെ ഡീറ്റെയിൽസ് ഇതിനകത്ത് ഈ ഉണ്ടായിരിക്കുമോ? ഇവിടെ കോൺട്രാക്ട് അതുണ്ട് സാറേ. ഞാൻ ആ സ്റ്റേജിലേക്ക് കടന്നിട്ടില്ല. ആ PDF തുറന്നു കഴിഞ്ഞാൽ അതിൽ സെല്ലർ മൊത്തം ഡീറ്റെയിൽസ് ഉണ്ടാവും. പിന്നെ സെല്ലർ ആ പ്രൊഡക്റ്റ് ഡെസ്പാച്ച് ചെയ്ത് കഴിഞ്ഞാൽ സെല്ലർ ഈ ബില്ല് ജെമ്മിൽ അപ്ലോഡ് ചെയ്യും. ആ ബില്ല് നമുക്ക് കാണാൻ കഴിയും. ആ ബില്ലിലും സെല്ലറുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഉണ്ടാവും. ആ ബില്ല് കൊടുക്കുക. എന്നിട്ട് ട്രഷറിയിൽ പേയ്മെന്റ് കൊടുത്തിട്ട് ആ UTR നമ്പർ നമ്മൾ ബിംസിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് പേയ്മെന്റ് അതോറിറ്റി ഓഫീസർ ഇത് കഴിഞ്ഞിട്ടില്ല. ഇനി ഇതിൽ സാധനം വന്ന് നമ്മൾ സാധനം സ്റ്റോക്ക് എടുക്കണം, ബില്ല് ഡ്രാഫ്റ്റ് ചെയ്യണം, പേയ്മെന്റ് അതോറിറ്റി ഓഫീസർ ബില്ല് പാസ്സാക്കണം, പേയ്മെന്റ് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യണം. ഇത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയുന്നുണ്ട് സാറേ, ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, ഓരോ സ്റ്റേജ് പറയുന്നുണ്ട് സാറേ. അല്ല സാർ, ഞാൻ സാർ ചോദിച്ചാൽ കറക്റ്റാണ്. അങ്ങനെ ഞാൻ ഇപ്പം പറഞ്ഞ ബാക്കിയുള്ള കൺഫ്യൂഷൻ ഞാൻ പറയാത്തതാണ്. കാരണം ഇതിന് കണ്ടിന്യൂറ്റി കിട്ടിക്കൂടെ വിചാരിച്ച് ഞാനത് മനഃപൂർവ്വം ഞാൻ ഒഴിവാക്കിയത് ആ ടോപ്പിക്ക്. അല്ലെ ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ കൺഫ്യൂഷൻ വരണ്ട വിചാരിച്ചിട്ട് ഞാനത് ബേസിക് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു പോകണം. കുറെ ആളുകൾ പുതിയ ആളുകൾ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ബേസിക് ആയിട്ട് തന്നെ പറഞ്ഞു പോകണം സാറേ. സാറേ ഒരു സംശയം സാറേ, ഇപ്പൊ നമ്മൾ ഒരു ലാപ്ടോപ്പ് 50,000 ബിലോ ഡയറക്റ്റ് പർച്ചേസ് ചെയ്തു. അപ്പം നമുക്ക് അതേ സാമ്പത്തിക വർഷം തന്നെ ഡയറക്റ്റ് പർച്ചേസ് ഒരു ലാപ്ടോപ്പ് കൂടി ചെയ്യാൻ പറ്റുമോ? ഇന്നൊരു സമയത്ത് നമ്മൾ ഇപ്പം ഞാൻ ഏപ്രിലിൽ ഒരു ഡയറക്റ്റ് പർച്ചേസ് ഒരു ലാപ്ടോപ്പ് ചെയ്തു. അത് എനിക്ക് നവംബറിൽ 45,000 സാർ പറഞ്ഞില്ലേ 50,000 എബോവ് നമ്മൾ L1 നോക്കി ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? അതെ അതെ, സാറിന് ഒരു പ്രശ്നമില്ല. സാറിന് എത്ര ലാപ്ടോപ്പ് വാങ്ങാം. പ്രശ്നം ആർക്കാന്ന് അറിയോ സാർ? ഈ 2 ലാപ്ടോപ്പ് വാങ്ങുന്ന ഒരേ ഫണ്ടിൽ നിന്നാണെങ്കിൽ, ഒരേ പ്രൊജക്റ്റിൽ നിന്നാണെങ്കിൽ അവിടെ ഓടിച്ചിട്ട് അത് പിടിക്കും. മനഃപൂർവ്വം ലാപ്ടോപ്പ് സ്പ്ലിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യുന്നാക്കും. സാർ മനസ്സിലായോ? ജെമ്മിന് പ്രശ്നമല്ല, ജെമ്മിന് പ്രശ്നമല്ല. അല്ല, ഞാൻ ഓഡിറ്റ് ഒബ്ജക്ഷന്റെ സൈഡാ ചോദിച്ചു. ഒരേ പ്രൊജക്ട് ആണെങ്കിൽ ഇപ്പൊ LSTD പ്രൊജക്ട് ആണെങ്കിൽ നമ്മൾ ഒറ്റ സിംഗിൾ ആയി വാങ്ങിക്കണം. സ്വാഭാവികമായിട്ട് ഓട്ടോ ചോദിക്കുമെങ്കിൽ എന്തിനാണ് പ്രൊജക്ട് സ്പ്ലിറ്റ് ചെയ്തെന്ന് ചോദിക്കും. സാറോട് ചോദിക്കും, നിങ്ങൾക്ക് അറിയാലോ ഈ സാമ്പത്തിക വർഷം നിങ്ങൾക്ക് ഇത്ര ലാപ്ടോപ്പ് വാങ്ങാൻ നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ എന്തിന് സ്പ്ലിറ്റ് ചെയ്തെന്ന് ചോദിക്കും അവര്. രണ്ടാമത്തെ പോയിന്റ്, ഇപ്പം ചില സെല്ലേഴ്സ് അവർ ലാപ്ടോപ്പ് ആഡ് ചെയ്ത് തരും. 15 ദിവസം കഴിയാതെ അതേ സെല്ലേഴ്സിന് എടുത്ത് സാറിന് ആ സെയിം ലാപ്ടോപ്പ് എന്ത് ചെയ്യാൻ പറ്റില്ല, രണ്ടാമത് വാങ്ങാൻ പറ്റില്ല. സാറേ ഒരു ഡൗട്ട്, ഈ ജെമ്മിൽ നമുക്ക് ഈ കോൺട്രാക്ട് മീൻസ് ബയറല്ല ഈ സംഭവം പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരെ കാണത്തില്ലേ? അപ്പൊ അവരില് ചിലര് ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് വില കുറച്ച് തരാന്നൊക്കെ പറയുന്നത് ഉണ്ട് ജെമ്മിലൂടെ തന്നെ. അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ഇല്ല, അതായത് ഞാൻ പറഞ്ഞ മേഡം, ഇതിൽ നല്ല കുറേ സെല്ലേഴ്സ് കോമ്പറ്റീവ് ചില പ്രൊഡക്റ്റ് ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ്, അങ്ങനെ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ, ഇതിലൊക്കെ നല്ല കുറേ കോമ്പറ്റേറ്റീവ് സെല്ലേഴ്സ് ഉണ്ട്. HP, ഷാർപ്പ്, കാനോണ്, തോഷിബ. അപ്പൊ ഇവരെന്ത് ചെയ്യും? അപ്പം ഇവര് അപ് ടു 50,000 വരെ നമുക്ക് ഡയറക്റ്റ് പർച്ചേസ് അല്ല മാഡം. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഇവരിപ്പോൾ നമ്മളിപ്പോൾ എടുക്കുമ്പം ഒരു ലാപ്ടോപ്പിൻ്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ്റെ വില 45,000 ആണ്. ഒരു കനോൺ കമ്പനിയുടെ ഒരു എക്സാമ്പിളാണ് പറയുന്നത്. അപ്പം തോഷിയുടെ ആൾ പറയും, മാഡം ഒന്ന് 2 ദിവസം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ 49, ശരിക്കും അതിന് ഡയറക്റ്റ് പർച്ചേസ് വാല്യൂ 49 ആയിരിക്കും. അപ്പം നിങ്ങൾ 2 ദിവസം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ 48 ലിങ്ക് അയച്ചുതരാമെന്ന് പറയും. അപ്പം എന്താണ് ഇവരെന്ത് ചെയ്യും? ഇവരെ സെല്ലർ അക്കൗണ്ട് കയറിയിട്ട് എന്ത് ചെയ്യും? ഇവർ പറയും മാഡം ഉടനെ മാഡം അത് ഓർഡർ പ്ലേസ് ചെയ്യണം, അല്ലെങ്കിൽ പെട്ടെന്ന് റേറ്റ് മാറാൻ സാധ്യതയുണ്ടെന്ന് പറയും. അങ്ങനെ പറഞ്ഞ സെല്ലേഴ്സ് നിങ്ങൾ അടുത്തേക്ക് വരും. അപ്പം നിങ്ങൾ ആദ്യം 48,000 കണ്ട് ഒരു കാർട്ടിൽ ഒരു പ്രൊഡക്റ്റ് ആഡ് ചെയ്തു, കനോണിൻ്റെ ഒരു 49,000 രൂപയുടെ പ്രൊഡക്റ്റ് ആഡ്. അപ്പോഴാണ് തോഷിബയുടെ ഡീലർ നിങ്ങളെ ഓഫീസിൽ വരുന്നത്. മാഡം മാഡം 2 ദിവസം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ 48,000 രൂപയ്ക്ക് ഇത് തരാമെന്ന് പറയും. അപ്പോൾ അവരെന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും? 48, കാരണം അപ് ടു 50,000 വരെ നമുക്ക് ഏത് റേറ്റിൽ നമുക്ക് വാങ്ങാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ കുറേ ആളുകൾ നമ്മുടെ അടുത്തേക്ക് വരും. ഇതും കമ്പാരിസണും ഇത് വരുന്നുണ്ട്, അത് ഞാൻ അടുത്ത ടോപ്പിക്കിൽ പറയാം.
അപ്പോൾ മാക്സ് നമ്മൾ ഉദ്ദേശിച്ച സ്പെക്ക് ഏതാണോ അത് നമുക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്ത് വാങ്ങാം, അല്ലെങ്കിൽ L1 ചെയ്ത് വാങ്ങാം, അല്ലെങ്കിൽ ബിഡ് ചെയ്ത് വാങ്ങാം, എങ്ങനെ വേണമെങ്കിൽ വാങ്ങാം. ഒരിക്കലും സെല്ലേഴ്സിന് എന്ത് ചെയ്യണ്ട, ഡയറക്റ്റ് നമ്മളെ അക്കൗണ്ടിലേക്ക് അവർ പ്രൊമോട്ട് ചെയ്യുന്നത് നല്ലതല്ല. വേറെ എന്തെങ്കിലും സാർ? വേറെ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ നോട്ട് ചെയ്തോളൂ. എനിക്ക് വാട്സപ്പിൽ ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരുന്നുണ്ട്. 9995065121. അതെൻ്റെ നമ്പർ. 9995065121. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി, പേര് വെച്ച് ഞാൻ ഫ്രീ ആകുമ്പോൾ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നുണ്ട്. വേറെ ഓക്കെ. എന്തെങ്കിലും സാർ? സന്തോഷ് സാർ സാറേ നമ്പർ ഒന്നുകൂടെ പറയാമോ സാറേ? 9995065121. ഓക്കെ താങ്ക് യു. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് എക്സോസ്റ്റീവ് വാട്സപ്പിൽ ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതിലെ ഒരു സാർ ഇതിപ്പോൾ പാർട്ട് മാത്രമേ ആയിട്ടുള്ളൂ. ആയിട്ടുള്ളൂ കുറേ ഉണ്ട് സാർ നമുക്ക്. അതുകൊണ്ട് അപ്പം നമ്മൾ 1-2 സെഷൻ കൂടി നടത്തുന്നുണ്ട്. നെക്സ്റ്റ് സെഷൻ December 1st സാറ്റർഡേ ആയിരിക്കും. എൻ്റെ ലിങ്ക് അയച്ചു തരാം. അപ്പോൾ വൈകിയ വേളയിൽ എല്ലാവർക്കും സാറ് യാത്രയിലാണെന്ന് അല്ലേ? അല്ല ഞാൻ സാർ എന്നോടോ സാർ? ഞാൻ യാത്രയിലല്ല, ഞാൻ അല്ല സന്തോഷ് സാറ്. എന്താ സാർ? നിർത്തുന്നു. ഡൗട്ട്സ് ഞാൻ യാത്രയിലാണ്. ഞാൻ യാത്രയിലാണ്. ഓക്കെ സാർ. ഗുഡ് നൈറ്റ്. ഹലോ സാർ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ സാറേ? ഡൗട്ടല്ല ഡാഹര, എന്തായാലും പ്രത്യേകം ഇത്രയും ലെങ്തി ആയിട്ടും അതുപോലെ തന്നെ ഇത്രയും ഒരു പുതിയ ടോപ്പിക് തീർത്തും വിരസത ഇല്ലാത്ത രീതിയിൽ അവതരിപ്പിച്ചതിനും, അതുപോലെ തന്നെ ഈ 10 മണിയായിട്ടും 80-ൽ കൂടുതൽ ആളുകൾ ഇപ്പോഴും ഇത് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ ഈ ക്ലാസ്സിന്റെ ഒരു വലിയ വിജയം തന്നെയാണ്. ഒരുപാട് ആളുകൾ ഡൗട്ടുകൾ ചോദിച്ചു, ഇന്ററാക്റ്റീവ് സെഷൻസ് എല്ലാം നന്നായിട്ട് കൈകാര്യം ചെയ്തു താങ്കള്. ഇനിയും ഇതിന്റെ തുടർച്ച നമുക്ക് ഉണ്ടാവും അല്ലേ? അപ്പോ എന്തായാലും പ്രത്യേകം നന്ദി കേട്ടോ. വെരി മച്ച് ഓൺ ബിഹാഫ് ഓഫ് സർവീസ് ആൻഡ് സ്റ്റേറ്റ് ലീഡേഴ്സ്. ഇപ്പൊ അറ്റൻഡ് ചെയ്യണ്ടോന്ന് അറിയില്ല, എല്ലാവർക്കും നന്ദി കേട്ടോ. താങ്ക് യു.